ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ಸ್ತೋತ್ರ ಮಾಡೋಣ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಾಮಕ್ಕೆ ಸ್ತೋತ್ರ ഞാനവിടെ ಮಾಡ್ತೇನೆ. ഇരിക്കുമ്പോൾ തന്നെ ನಾನು ಅಲ್ಲಿ ಕುಳಿತಿರುವಾಗಲೇ ഒരു വാക്കും ഇന്ന് പാഴാകത്തില്ലെന്ന് എനിക്കറിയാം. ಒಂದು ಮಾತು ಕೂಡ ಇವತ್ತು ವ್ಯರ್ಥವಾಗೋದಿಲ್ಲ ಅನ್ನೋದು ನನಗೆ ಗೊತ್ತು. നിങ്ങൾ പുറത്ത് കാണിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അകത്ത് സംസാരിക്കും. ನೀವು ಹೊರಗಡೆ ಅದನ್ನ ಪ್ರಚುರಪಡಿಸದೇ ಇದ್ರು ಇಲ್ಲ ಅಂದ್ರೂ ಪಡಿಸಿದ್ರು ಇಲ್ಲ ಅಂದ್ರೂ ಅದು ನಿಮ್ಮ ಒಳಗಡೆ ಮಾತನಾಡುತ್ತದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഈ കമ്പിപ്പുരയിലേക്ക് വന്നവര് കരമൂർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ಈ ಕಂಬಿಪುರದಲ್ಲಿ ಬಂದು ಕುಳಿತಿರೋರೆಲ್ಲ ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ഹല്ലേലൂയ. യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വന്നവർക്ക് കരമൂർത്തി സ്തോത്രം ചെയ്യാം. ಯೇಸುವಿನ ಅನ್ಯೋನ್ಯತೆಗೆ ಬಂದವರೆಲ್ಲರೂ ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഞാൻ വിശ്വസിക്കുന്ന കമ്പിപ്പുരയിൽ വന്നവരല്ല യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ನಾನು ನಂಬುತ್ತೇನೆ ಕಂಬಿಪುರದಲ್ಲ ಯೇಸುವಿನ ಅನ್ಯೋನ್ಯತೆಗೆ ಬಂದವರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನ ಸಲ್ಲಿಸ್ತೇನೆ. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ അറിയാം. ನಿಮಗೆ ನಾನು ಯಾರೆಂಬುದಾಗಿ ಗೊತ್ತು. പക്ഷേ ഞാൻ ഇവിടെ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾ അറിയുന്നത്. ಆದ್ರೆ ನಾನಿಲ್ಲಿ ಸೇವೆಗಾಗಿ ನಿಂತಿರುವಾಗ ಆ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ ನೀವು ನನ್ನನ್ನು ತಿಳಿಯುವಂತದ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിനകത്ത്. ನನಗೆ ಬಹಳ ದೃಢತೆ ಇದೆ ಆ ವಿಷಯದಲ್ಲಿ. കാരണം സ്വയമേ ഹല്ലേലൂയ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ಯಾಕಂದ್ರೆ ಸ್ವಂತವಾಗಿ ಏನು ಮಾಡ್ಲಿಕ್ಕೆ ನಮಗೆ ಆಗೋದಿಲ್ಲ. പൗലോസ് പറഞ്ഞ ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിൽ. ಆದ್ರೆ ಪೌಲನು ಹೇಳ್ತಾನೆ ನಾವು ನಿಂತಿರುವಂತದ್ದೇ ದೇವರ ആ ಕೃಪೆಯಿಂದ. കൃപയിലാണ് ഞാൻ നിൽക്കുന്നുവെങ്കിൽ ಆ ಕೃಪೆಯಲ್ಲಿ ನಾವು ನಿಂತಿರುವುದಾದ್ರೆ ഹല്ലേലൂയ എനിക്കറിയാം. ഹല്ലേലൂയ. ನಮಗೆ ಗೊತ್ತು. കുറച്ചു മുമ്പ് ഞാൻ ഇരുന്ന പോലെ അല്ല. ಸ್ವಲ್ಪ ಮುಂಚೆ ನಾನು ಕೂತ್ಕೊಂಡ ಹಾಗಲ್ಲ. ഹല്ലേലൂയ. കാരണം കർത്താവ് പറയുന്ന ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുന്നെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ಯಾಕಂದ್ರೆ ಕರ್ತನೊಬ್ಬ ವ್ಯಕ್ತಿಯ ಮೂಲಕವಾಗಿ ಮಾತನಾಡ್ತಾರೆ ಎಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತು. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവ് സംസാരിക്കുന്നത് ഈ ലോകത്തിലെ പഠനം എടുക്കുന്നില്ല. ಕರ್ತನು ಮಾತನಾಡುವಾಗ ಈ ಲೋಕದ ವಿದ್ಯಾಭ್ಯಾಸವನ್ನ ತೆಗೆದುಕೊಳ್ಳೋದಿಲ್ಲ. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ಯಾರಾದ್ರೂ ಆ ರೀತಿ ಯೋಚಿಸ್ತಿದ್ರೆ അതിന് യോഗ്യന്മാർ ಈ ലോകത്തിലുണ്ട്. ಅದಕ್ಕೆ ಯೋಗ್ಯತೆ ಉಳ್ಳ ಬಹಳಷ್ಟು ಜನಗಳು ಈ ಲೋಕದಲ್ಲಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഈ ലോകത്തിലെ അറിവ് ഒരിക്കലും കർത്താവ് ಈ സംസാരിക്കുന്നില്ല. ಲೋಕದ ತಿಳುವಳಿಕೆಯನ್ನು ಇಟ್ಟುಕೊಂಡು ದೇವರೆಂದಿಗೂ ಮಾತನಾಡೋದಿಲ್ಲ. ആർക്കെങ്കിലും അത് ലഭിക്കണമെങ്കിൽ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ളവർ ഇവിടെ ഉണ്ട്. ಯಾರಿಗಾದ್ರೂ ಆ ತಿಳುವಳಿಕೆ ಲೋಕದ ತಿಳುವಳಿಕೆ ಲಭಿಸಬೇಕಾದ್ರೆ ಅದಕ್ಕೆ ಬೇಕಾಗಿರುವಂತ ವ್ಯಕ್ತಿಗಳು ಲೋಕದಲ್ಲಿ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ആമേൻ. എന്നെക്കുറിച്ച് എല്ലാവരും എങ്ങനെ ചിന്തിക്കുന്നു? ನನ್ನ ಕುರಿತು ಎಲ್ಲರೂ ಹೇಗೆ ಯೋಚಿಸ್ತಿದ್ದಾರೆ അങ്ങനെ കർത്താവ് ചിന്തിക്കുന്നില്ല. ಆ ರೀತಿಯಲ್ಲಿ ಕರ್ತನು ಯೋಚನೆ ಮಾಡ್ತಿಲ್ಲ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് എല്ലാത്തിലും വ്യത്യസ്തനാണ്. ಕರ್ತನು ಎಲ್ಲರಿಗಿಂತಲೂ ವಿಶೇಷತೆ ಉಳ್ಳವನು. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷ എല്ലാത്തിലും വ്യത്യസ്തമായിരിക്കും. ನಾನು ನಂಬುತ್ತೇನೆ ಕರ್ತನ ಸೇವೆ ಎಲ್ಲದಕ್ಕಿಂತಲೂ ವಿಶೇಷತೆ ಉಳ್ಳದಾಗಿರ್ತದೆ. ഹല്ലേലൂയ. ಆಮೆನ್. മനുഷ്യൻ പറയും നമുക്ക് ചെവിക്ക് കേൾക്കാം. ಮನುಷ್ಯನ ಹೇಳೋದನ್ನ ನಾವು ಕಿವಿಯಲ್ಲಿ ಕೇಳಬಹುದು. പക്ഷെ കർത്താവ് പറയുന്നത് നമ്മുടെ അനുഭവമായിരിക്കും. ಆದ್ರೆ ಕರ್ತನು ಹೇಳುವಂತದ್ದು ನಮ್ಮ ಅನುಭವವೇ ಆಗಿರ್ತದೆ. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ നമ്മുടെ കണ്ണുനീര് ആരും കാണത്തില്ല. ಕೆಲವೊಮ್ಮೆ ನಮ್ಮ ಕಣ್ಣೀರನ್ನ ಯಾರು ಕಾಣೋದಿಲ್ಲ. നമ്മുടെ വേദന ആരും കാണത്തില്ല. ನಮ್ಮ ವೇದನೆಯನ್ನು ಯಾರು ಕಾಣೋದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. പക്ഷെ കർത്താവ് ಆದ್ರೆ ಕರ್ತನು അതിനെ ടച്ച് ചെയ്ത് നിങ്ങളോട് സംസാരിച്ചാൽ ಅದನ್ನ ಸ್ಪರ್ಶಿಸಿ ನಿಮ್ ಸಂಗಡ ಮಾತಾಡಿದ್ರೆ കർത്താവ് നിങ്ങളെ അറിയുന്നു. ಕರ್ತನು ನಿಮ್ಮನ್ನ ತಿಳಿದಿದ್ದಾನೆ. ഹല്ലേലൂയ. ആമേൻ. കർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ಕರ್ತನೊಂದಿಗೆ ಒಂದು ಸಂಬಂಧ ನಿಮಗಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവ് എന്നെ അറിയുന്നു, കാണുന്നു. ಕರ್ತನು ನನ್ನ ತಿಳಿದಿದ್ದಾನೆ ಮತ್ತು ಕಾಣುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. അതിന്റെ നന്ദി കർത്താവിന് നമുക്ക് കൊടുക്കാം. ಅದರ ಕೃತಜ್ಞತೆಯನ್ನು ನಾವು ಕರ್ತನಿಗೆ ಕೊಡೋಣ. യേശുവിന് മഹത്വം. ഹല്ലേലൂയ. ಯೇಸುವಿಗೆ ಮಹಿಮೆಯಾಗಲಿ. ഏകദേശം എത്ര കോടി ജനമുള്ളതല്ലേ ಸರಿಸುಮಾರು ಲೋಕದಲ್ಲಿ ಎಷ್ಟು ಕೋಟಿ ಜನ ಇದ್ದಾರೆ ഇപ്പോൾ ഉള്ളത്? ಇವಾಗಿರೋದು? അത് പഠിക്കുന്നവർക്ക് കൂടുതൽ അറിയും. ഹല്ലേലൂയ. 800 കോടി. 800 ಕೋಟಿ ಜನಗಳಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം ചെയ്യുന്നു. ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. അവരുടെ കണക്ക് ഏകദേശം 800 കോടി. ಅವರ ಲೆಕ್ಕಾಚಾರ ಸರಿಸುಮಾರು 800 ಕೋಟಿ. 800 കോടി ജനം നിൽക്കുമ്പോൾ 800 ಕೋಟಿ ಜನಗಳು ಲೋಕದಲ್ಲಿ ಇರುವಾಗ, സകല നക്ഷത്രങ്ങൾ നിൽക്കുമ്പോൾ, ಎಲ್ಲಾ ನಕ್ಷತ್ರಗಳು ಆಕಾಶದಲ್ಲಿರುವಾಗ, സമുദ്രവും അതിലെ മീനും, ಸಮುದ್ರವು ಅದರಲ್ಲಿರೋ ಮೀನುಗಳು, സകല ജന്തുക്കളും, ಎಲ್ಲಾ ಜೀವಿಗಳು, ഭരണകർത്താക്കന്മാർ, ಆಳ್ವಿಕೆ ಮಾಡುವವರು, ಅಧಿಕಾರಿಗಳು, കുഞ്ഞുങ്ങൾ, ಚಿಕ್ಕ ಮಕ್ಕಳು, ഇവരെല്ലാം ഉള്ളപ്പോൾ, ಇವರೆಲ್ಲರೂ ಇರುವಾಗ, ഏകദേശം 8 ലക്ഷം ജനമുള്ളപ്പോൾ, ಸರಿಸುಮಾರು 800 ಕೋಟಿ ಜನಗಳಿರುವಾಗ, സങ്കടം മാത്രം അറിഞ്ഞ് നിന്നോട് സംസാരിക്കുന്ന ഈ ദൈവം എത്ര വലിയവൻ. ನಿನ್ನ ಸಂಕಟವನ್ನ ಮಾತ್ರವೇ ಕರೆಕ್ಟ್ ಆಗಿ ತಿಳಿದು ನಿನ್ನ ಸಂಗಡ ಮಾತನಾಡುವ ಆ ದೇವರು ಎಷ್ಟು ಉನ್ನತನೋ. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. ഹല്ലേലൂയ. മനുഷ്യൻ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ ചെവിയുണ്ട്. ಮನುಷ್ಯನ ಹೇಳುವಾಗ ನಮಗೆ ಕೇಳುವುದಕ್ಕೆ ಕಿವಿ ಇದೆ. യേശു പറയുന്നത് കേൾക്കുവാൻ ചെവിയല്ല. ಯೇಸು ಹೇಳುವುದನ್ನ ಕೇಳುವುದಕ್ಕೆ ಕಿವಿ ಅಲ್ಲ. നമ്മുടെ അകത്ത് അനുഭവിക്കുകയാണ്. ನಮ್ಮ ಒಳಗಡೆ ಆಗಿದ್ದಾರೆ ಅದನ್ನ ಅನುಭವಿಸುವಂತದ್ದು. ആ അനുഭവമാണ് നമ്മുടെ വിശ്വാസം. ಆ ಅನುಭವವಾಗಿದೆ ನಮ್ಮ ನಂಬಿಕೆ. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. ഹല്ലേലൂയ. ആമേൻ. ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ ದೈವಿಕ ಸೇವೆಯನ್ನು ಮಾಡುವಾಗ ആര് ചെയ്താലും ಅದು ಯಾರು ಮಾಡಿದ್ರು അവര് മുമ്പ് ഇരുന്നത് പോലെയല്ല. ಅವರು ಮುಂಚೆ ಇದ್ದ ಹಾಗಲ್ಲ. ആ ശുശ്രൂഷ തലത്ത് നിൽക്കുമ്പോൾ, ಆ ಸೇವೆಯ ಸ್ಥಾನದಲ್ಲಿ ನಿಲ್ಲುವಾಗ, അധികാരത്തിൽ നിൽക്കുന്നത്, ಅಧಿಕಾರದಲ್ಲಾಗಿದವರು ನಿಂತಿರುವುದು, ആ അഭിഷേകത്താ നിൽക്കുന്നത്, ಆ ಅಭಿಷೇಕದಲ್ಲಾಗಿದವರು ನಿಂತಿರೋದು, ദൈവം നിർത്തിയിരിക്കുന്നു. ದೇವರವರನ್ನ ನಿಲ್ಲಿಸಿದ್ದಾರೆ. വിശ്വസിക്കുന്നവർ വിടുതല പ്രാപിച്ചു, ನಂಬುವವರು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಲೇ ಇರುತ್ತಾರೆ. വിശ്വസിക്കുന്ന ആ സ്പർശനം ഏറ്റുകൊണ്ടേയിരിക്കും. ನಂಬುವವರು ಆ ಸ್ಪರ್ಶನೆಯನ್ನು ಅನುಭವಿಸಲೇ ಇರ್ತಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್.
കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ചിലർക്ക് സംശയം വരാം, ಕೆಲವರಿಗೆ ಸಂದೇಹ ഈ ಬರಬಹುದು, ശുശ്രൂഷയിൽ സംശയം വരാം. ಈ ಸೇವೆ ಮಾಡಿಯೂ ಸಂದೇಹ ಬರಬಹುದು. അത് അവരുടെ ആരുടെയും തെറ്റൊന്നുമല്ല, ಅದು ಅವರ ತಪ್ಪಲ್ಲ, കാരണം അവരിതുവരെ അത് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ಯಾಕಂದ್ರೆ ಅವರು ಇದುವರೆಗೂ ಅದನ್ನು ಅನುಭವಿಸಿಲ್ಲ. ಆದ ಕಾರಣ ഹല്ലേലൂയ. ಆಮೆನ್. അതുകൊണ്ട് അത് വ്യത്യസ്തമായിരിക്കും. ಆದ ಕಾರಣ ಅದು ವಿಶೇಷವಾಗಿರುತ್ತದೆ. യേശുവിന്റെ ശുശ്രൂഷ ಯೇಸುವಿನ ಸೇವೆ വ്യത്യസ്തം തന്നെയാണ്. ವಿಶೇಷತೆ ಉಳ್ಳದ್ದೇ. ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് അപ്പുറമായിരിക്കും. ಯಾವ ಮನುಷ್ಯನ ಬುದ್ಧಿಯಲ್ಲಿ ಪರಿಮಿತಿಗೊಳಿಸುವುದಕ್ಕೂ ಮೀರಿದಾಗಿದೆ. ബുദ്ധിമാന്മാർ ചോദിച്ചു, ಬುದ್ಧಿವಂತರು ಕೇಳಿದ್ರು, നീ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ನೀವು ಹೇಳುವುದನ್ನ ನೀನ್ ಹೇಳುವುದನ್ನ ನಾವು യേശു ನಂಬುವುದಕ್ಕಾಗುತ್ತಿಲ್ಲ. പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, ഭൂമിയിലുള്ള കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ಭೂಮಿಯಲ್ಲಿರುವ ಸಂಗತಿಗಳನ್ನ ಹೇಳುವಾಗಲೇ ನಿಮಗೆ ಅರ್ಥವಾಗದೇ ಇದ್ದರೆ ഹല്ലേലൂയ എങ്ങനെ മനസ്സിലാവും? ಪರಲೋಕದ ವಿಷಯಗಳನ್ನ ಹೇಳುವುದಾದ್ರೆ ನಿಮ್ಗೆ ಹೇಗೆ ಅರ್ಥವಾಗುತ್ತೆ? മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುವವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ಇವತ್ತು ರಾತ್ರಿ ನಮ್ಮ ಕರ್ತನು മനസ്സലിയുന്ന കർത്താവ്, ಕರುಣಿಸುವ ಕರ್ತನಾಗಿದ್ದಾನೆ. മനസ്സലിയുന്ന കർത്താവ്. ಕರುಣಿಸುವ ಕರ್ತನು. ദൈവത്തിന് മനസ്സലിവുണ്ട്. ದೇವರಿಗೆ ಕರುಣೆ ಇದೆ. പിതാവായ ദൈവം ತಂದೆಯಾದ ದೇವರು ഏദൻ തോട്ടത്തിൽ ಏದೆನ್ ತೋಟದಲ್ಲಿ മനസ്സലിവ് ಕರುಣೆ അവിടെ കാണിക്കുന്നില്ല. ಅಲ್ಲಿ ತೋರಿಸ್ತಾ ಇಲ್ಲ. തെറ്റിന് തക്ക ശിക്ഷ. ಆ ತಪ್ಪಿಗೆ ತಕ್ಕ ಶಿಕ್ಷೆ. പക്ഷേ യേശുക്രിസ്തുവിലൂടെ ಆದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನ ദൈവം ಮೂಲಕ മനസ്സലിയുന്നു. ದೇವರು ಕರುಣೆ അതുകൊണ്ട് ಉಳ್ಳವರಾಗಿದ್ದಾರೆ. നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ಆದ ಕಾರಣವೇ ನಾವಿಲ್ಲಿ ಕುಳಿತಿರೋದು. അതുകൊണ്ട് ആ തലമുറ ഇവിടെ ഇരിക്കുന്നത്. ಆದ ಕಾರಣವೇ ಆ ತಲೆಮಾರಾಗಿರುವ ನಾವಿಲ್ಲಿರುವಂತದ್ದು. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മനസ്സലിയുന്ന ദൈവമാ. ಅವನು ದಯೆ ತೋರಿಸುವ ഇന്ന് ದೇವರ. രാത്രി ചിന്തയ്ക്കായിട്ട് ಇವತ್ತು ರಾತ್ರಿಯ ಧ್ಯಾನಕ್ಕಾಗಿ നമ്മളൊരു ഭാഗം വായിക്കുന്നത് ನಾವೊಂದು ವಾಕ್ಯವನ್ನು ಓದೋಣ. യോഹന്നാന്റെ സുവിശേഷം ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ ആമേൻ ഹല്ലേലൂയ 20-ാം അധ്യായം 20ನೇ ಅಧ್ಯಾಯ 29-ാമത്തെ വാക്യം. 29ನೇ ವಾಕ್ಯವನ್ನು ಓದೋಣ. ಯೇಸು ಅವನಿಗೆ, ನೀನು ನನ್ನನ್ನು ನೋಡಿದ್ದರಿಂದ ನಂಬಿದ್ದಿ, ನೋಡದೆ ನಂಬಿದವರು ಧನ್ಯರು ಎಂದು ಹೇಳಿದನು. ഹല്ലേലൂയ. ಆಮೆನ್. സ്തോത്രം ചെയ്യുന്നു. ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. കേട്ടോ, യേശുവിന്റെ വാക്കിന് ഭയങ്കര വ്യത്യാസമാണ്. ಯೇಸುವಿನ ಮಾತಿಗೆ ಬಹಳ ವಿಶೇಷತೆ ಇದೆ. ഹല്ലേലൂയ. പലരും എന്നെ കണ്ടിട്ടാ വിശ്വസിച്ചത്. ಅನೇಕರು ನನ್ನನ್ನು ನೋಡಿ ನಂಬಿದ್ದಾರೆ. എന്റെ പ്രവൃത്തി കണ്ടിട്ട്, ನನ್ನ ಕಾರ್ಯಗಳನ್ನ ನೋಡಿ, എന്റെ അത്ഭുതം കണ്ടിട്ട്. ನನ್ನ ಅದ್ಭುತಗಳನ್ನ ನೋಡಿ. പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവൻ ಆದ್ರೆ ಕಾಣದೆ ನಂಬುವವನು ഭാഗ്യവാൻ, ಧನ್ಯನು, ഭാഗ്യവാൻ. ಧನ್ಯನು. ഈ ദൂത് എന്റെ അകത്തെ കർത്താവ് തരും. ഇവിടെ തരുമ്പോൾ ಈ ದೈವೋಕ್ತಿಯನ್ನ ಕರ್ತನು ಇಲ್ಲಿರುವಾಗ ದೇವರು ನನಗೆ എന്നോട് ಕೊಡುವಾಗ ഇങ്ങനെ പറഞ്ഞു, ನನಗೆ ಹೀಗೆ ಹೇಳಿದ್ರು, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ಕಾಣದೆ ನಂಬುವವನು ಧನ್ಯನು. ഹല്ലേലൂയ, ಆಮೆನ್. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ಕಾಣದೆ ನಂಬುವವನು ಧನ್ಯನು. എന്തിനെ വിശ്വസിക്കുന്നവൻ? ಯಾವುದನ್ನ ನಂಬುವವನು? ചിലർ പറയും കാണാതെ കർത്താവിനെ വിശ്വസിക്കുന്നു. ಕೆಲವರು ಹೇಳ್ತಾರೆ ನೋಡದೆ ಕರ್ತನನ್ನ ನಂಬಬೇಕು. ഏറ്റവും നല്ലതാ. ಬಹಳ ಒಳ್ಳೇದು ಅದೇನೆ, എന്നാൽ- ಕಾಣದೆ ಇದ್ರೂ ಕರ್ತನನ್ನ ನಂಬಬೇಕು. എന്നാൽ ಆದರೆ പലരുടെ ആവശ്യങ്ങൾ, ಅನೇಕರ ಅಗತ್ಯತೆಗಳು, പലരുടെ ചോദ്യങ്ങൾ, ಅನೇಕರ ಪ್ರಶ್ನೆಗಳು, പലരുടെ വിഷയങ്ങൾ ಅನೇಕರ ಸಮಸ್ಯೆಗಳು തകർന്ന് കിടക്കുക. ನುಚ್ಚುನೂರಾಗಿದೆ. രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ಅವರಿಗೆ ಅಲ್ಲಿಂದ ತಪ್ಪಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗುತ್ತಿಲ್ಲ. അതിൽ നിന്നുകൊണ്ട് ಆ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ನಿಂತುಕೊಂಡು എന്ത് ചെയ്താൽ കരകയറാൻ കഴിയും ಏನ್ ಮಾಡಿದ್ರೆ ದಡ ಸೇರಬಹುದು എന്നാണ് ചിന്തിക്കുന്നത്. ಎಂಬುದಾಗಿದೆ ನೀವು എന്നാൽ ಯೋಚಿಸ್ತಿರೋ. യേശു പറയുന്നു, ಆದ್ರೆ ಯೇಸು ആ ಹೇಳ್ತಿದ್ದಾರೆ, വിഷയത്തിൽ ಆ ಪರಿಸ್ಥಿತಿಯ ವಿಷಯದಲ್ಲಿ കാണാതെ വിശ്വസിക്കുന്ന ಕಾಣದೆ ನಂಬುವವನು ഭാഗ്യവാ, ಧನ್ಯನು, ഭാഗ്യവാ. ಧನ್ಯನು. കാണുന്നില്ല, ಕಾಣ್ತಾ ಇಲ್ಲ. പലർക്കും കാണുന്നില്ല. ಅನೇಕರಿಗೆ ಕಾಣ್ತಾ ಇಲ್ಲ. ചിലർക്ക് വഴി തുറക്കുന്ന കാണുന്നില്ല. ಕೆಲವರಿಗೆ ದಾರಿ ತೆರೆಯೋದು ಕಾಣ್ತಾ ಇಲ್ಲ. ചിലർക്ക് ഒരു വിടുതല കാണാൻ പറ്റുന്നില്ല. ಕೆಲವರಿಗೆ ಒಂದು ಬಿಡುಗಡೆ ಕಾಣ್ಲಿಕ್ಕೆ ಆಗ್ತಿಲ್ಲ. ചിലർക്ക് എത്തേണ്ടടുത്ത് എത്താൻ കഴിയുന്നില്ല. ಕೆಲವರಿಗೆ ತಲುಪಬೇಕಾದ ಸ್ಥಳಕ್ಕೆ ತಲುಪಲಿಕ್ಕೆ ಆಗುತ್ತಾ ಇಲ್ಲ. പുറത്ത് പറയുന്നില്ല. ಹೊರಗಡೆ ಹೇಳ್ತಾ ಇಲ್ಲ. പുറത്ത് അവരെ സ്റ്റാൻഡേർഡ് കളയേണ്ടതോർത്ത് പറയുന്നില്ല. ಹೊರಗಡೆ ಅವರ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಕಳ್ಕೊಳ್ಳೋದು ಬೇಡ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇಲ್ಲ. പക്ഷെ അകത്ത് ಆದ್ರೆ ಒಳಗಡೆ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ಯೇಸುವಿನಲ್ಲಿ ನಂಬುವುದಾದ್ರೆ, ഇത് അനുഭവിക്കുന്ന മുഴുവൻ പേരും ಈ ಪರಿಸ್ಥಿತಿಗಳನ್ನು ಅನುಭವಿಸುವಂತ ಎಲ್ಲರೂ അവരെക്കാളും ഭാഗ്യവാൻ. ಅವರಿಗಿಂತ ಧನ್ಯರು. കാണാനില്ലാത്ത, ಕಾಣುವುದಕ್ಕೇನು ಇಲ್ಲದೆ ಇರುವ, വഴി തുറക്കാത്ത, ದಾರಿ ತೆರೆಯಲ್ಪಡದೇ ಇರುವ, കേറി പോവാൻ കഴിയാത്ത, ಪ್ರವೇಶಿಸಲಿಕ್ಕೆ ಆಗದೇ ಇರುವ, ಹತ್ತಿ ಹೋಗಲಿಕ್ಕೆ ಆಗದೇ ಇರುವ, പരാജയപ്പെട്ടതുപോലെ, ಸೋತಂತೆ ಇರುವ, പെട്ടിട്ടില്ല, ಸೋತೋಗಿಲ್ಲ, പെട്ടതുപോലെ ಆದ್ರೆ ಸೋತಂತೆ അനുഭവിക്കപ്പെടുന്ന ಅನುಭವಿಸ್ತಾ ಇರುವ ആരുടെയൊക്കെ ജീവിതത്തിൽ, ಯಾರದೋ ಜೀವಿತದಲ್ಲಿ, ആരുടെയൊക്കെ ജീവിതത്തിൽ ಯಾರದೋ അവിടെ ಜೀವಿತದಲ್ಲಿ നിന്നുകൊണ്ട് ಆ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ ನಿಂತುಕೊಂಡು യേശുവിൽ ಯೇಸುವಿನಲ್ಲಿ വിശ്വാസമുണ്ടെങ്കിൽ, ನಂಬಿಕೆ ಇದ್ದರೆ, യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഇതെല്ലാം ഉള്ളവരല്ല, ಇದೆಲ್ಲವೂ ಇರುವವರಲ್ಲ, ബാക്കിയെല്ലാം ഉള്ളവരല്ല, ಬಾಕಿ ಇರುವಂತ ಎಲ್ಲವೂ ಇರುವವರಲ್ಲ, വഴി തുറക്കാത്ത, ಆದ್ರೆ ದಾರಿ ತೆರೆಯಲ್ಪಡದಿರುವ, വേദന ಪಡುವ, ಭಾರಪಡುವ, എങ്ങനെയും കരകയറാൻ കഴിയാത്ത, ಹೇಗೂ ದಡ ಸೇರ್ಲಿಕ್ಕೆ ಆಗದಿರುವ, അവരെ നോക്കി യേശു പറയുക, ಅವರನ್ನ ನೋಡಿ ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, അവരെടുത്ത തീരുമാനം, ಅವರು ತೆಗೆದ ತೀರ್ಮಾನ, അവർ യേശുവിൽ വിശ്വസിച്ചത് ಅವರು ಯೇಸುವನ್ನ ನಂಬಿದ್ದು ഉറപ്പാണെങ്കിൽ, ದೃಢವಾಗಿದ್ರೆ, അവർ കാണാതെ, ಅವರು ಕಾಣದೆ ഈ പരിസ്ഥിതിയിൽ ಈ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ എന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് ನನ್ನನ್ನ ನಂಬುತ್ತಾ ಇರುವುದರಿಂದ യേശു പറയുന്നു, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, അവർ ഭാഗ്യവാൻ, ಅವರು ಧನ್ಯರು, മറ്റവരല്ല, ಬೇರೆಯವರಲ್ಲ, അവർ ഭാഗ്യവാന്മാർ. ಅವರೇ ಧನ್ಯರು.
കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ಹೆಚ್ಚಾಗಿ ಹೇಳ್ಬೇಕಾಗಿಲ್ಲ. എനിക്കറിയാം പലരുടെ അകത്ത് അത് സംസാരിച്ചു. ನನಗೆ ಗೊತ್ತು ಈ ವಾಕ್ಯ ಅನೇಕರ ಒಳಗಡೆ ಮಾತನಾಡ್ತಾ ಇದೆ. അനേകരുടെ അടുത്ത് സംസാരം എനിക്ക് ಅನೇಕರ ಒಳಗಡೆ ಮಾತನಾಡ್ತಿದೆ ಎಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತಾಗ್ತಾ ಇದೆ. ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. ഈ ലോകത്തിലുള്ള ഭാഗ്യവാന്മാരെന്ന് പറയണമെങ്കിൽ ಈ ಲೋಕದಲ್ಲಿ ಇರುವವರನ್ನ ಧನ್ಯರು ಅಂತ ಹೇಳ್ಬೇಕಂದ್ರೆ ഒരു നല്ല ഗവൺമെന്റ് ജോലി കിട്ടിയാൽ, ಒಂದು ಒಳ್ಳೆ ಸರ್ಕಾರಿ ಕೆಲಸ ഒരു ಸಿಕ್ಕಿದ್ರೆ, ലോട്ടറി അടിച്ചാൽ, ಒಂದು ಲಾಟರಿ ಹೊಡೆದ್ರೆ, ഒരു നല്ല വീട് കിട്ടിയാൽ, ಒಂದು ಒಳ್ಳೆ ಮನೆ ಸಿಕ್ಕಿದ್ರೆ, ഒരു നല്ല എന്തെങ്കിലും ഒരു ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ಒಂದು ಒಳ್ಳೆ ಹೂಡಿಕೆ ಇದ್ರೆ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ ബന്ധമുണ്ടെങ്കിൽ, ಅಥವಾ ದೊಡ್ಡ ದೊಡ್ಡ ಸ್ಥಾನಮಾನಗಳ ಕಾಂಟ್ಯಾಕ್ಟ್ ಇದ್ರೆ, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു, ಅಥವಾ ಅದ್ಭುತಗಳು ಅವರ ಜೀವಿತದಲ್ಲಿ ನಡೀತಲೇ ಇದ್ರೆ, അവന്റെ ഭാഗ്യം എന്ന് പറയാം. ಅವನನ್ನ ನೋಡಿ ಹೇಳ್ಬೋದು ಅವನು ಧನ್ಯನೆಂಬುದಾಗಿ. അർഹതയില്ലാത്ത ಆದ್ರೆ ಯೋಗ್ಯತೆ ಇಲ್ಲದ സ്ഥാനത്ത് കിട്ടുന്നതെല്ലാം കിട്ടുന്നതെല്ലാം ಸಿಕ್ಕುವಂತದೆಲ್ಲ ഭാഗ്യവാൻ, അവൻ ഭാഗ്യവാൻ, ಅವರೆಲ್ಲರೂ ಧನ್ಯರಾಗಿದ್ದಾರೆ. അവൾ ഭാഗ്യവാൻ, ಅವರು ಧನ್ಯರು, അവരുടെ മക്കൾ ഭാഗ്യവാൻ ಅವರ ಮಕ್ಕಳು ಧನ್ಯರು എന്ന് പറയുമ്പോൾ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ഇതൊന്നുമില്ലാത്ത ಇದು ಯಾವುದು ಇಲ್ಲದಿರುವ ഒരു കൂട്ടം പാവങ്ങൾ ಒಂದು ಗುಂಪು ಜನಗಳು യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ಯೇಸುವಿನಲ್ಲಿ ನಂಬುವುದರಿಂದ അവരുടെ പരാജയത്തെ, ಅವರ ಸೋಲನ್ನ, അവരുടെ വേദനയെ, ಅವರ ವೇದನೆಯನ್ನ, അവരുടെ കണ്ണുനീര് ಅವರ ಕಣ್ಣೀರು ആരെയും കാണിക്കാതെ ಯಾರಿಗೂ ತೋರಿಸದೆ യേശുവിനോട് ബന്ധപ്പെട്ട് ಯೇಸುವಿನೊಂದಿಗೆ ಸಂಬಂಧಿಸಿ ಜೀವಿಸುವ ആരെയോടൊക്കെ ಯಾರೊಂದಿಗೋ കർത്താവ് സംസാരിക്കുന്നു. ಕರ್ತನ್ ಮಾತಾಡ್ತಿದ್ದಾರೆ. നീ ಇನ್ನು ഭാഗ്യവാനാണ്. ನೀನು നിന്റെ ಧನ್ಯನಾಗಿದ್ದಿ. ജീവിതത്തിൽ ನಿನ್ ಜೀವಿತದಲ್ಲಿ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും, ಏನೆಲ್ಲ ಸಮಸ್ಯೆಗಳಿದ್ರು, എങ്ങനെ കയറി വരാൻ കഴിയുന്നില്ലെങ്കിലും, ಹೇಗೆ ದಡ ಸೇರ್ಲಿಕ್ಕೆ ಆಗದೇ ಇದ್ರು, മറ്റുള്ളവർ ಬೇರೆಯವರು ഭാഗ്യവാന്മാരെന്ന് ಬೇರೆಯವರು നീ ಧನ್ಯರೆಂಬುದಾಗಿ ചിന്തിക്കുമ്പോൾ ನೀನ್ ಚಿಂತಿಸುವಾಗ നിന്നോട് യേശു പറയുന്നു, ನಿನ್ನೊಂದಿಗೆ ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ಅವರಲ್ಲ, ಅವರಲ್ಲ, നീ തന്നെയാണ് ನೀನೇ ഭാഗ്യവാൻ, ಧನ್ಯನು, നീയാണ് ഭാഗ്യവാൻ, ನೀನೇ ಧನ್ಯನು, നീയാണ് ഭാഗ്യവാൻ. ನೀನೇ ಧನ್ಯನು. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്ന് രാത്രി, ಇವತ್ತು ರಾತ್ರಿ, ഇന്ന് രാത്രി ಇವತ್ತು ರಾತ್ರಿ ഈ കർത്താവ്, ಈ ಕರ್ತನು ഈ കർത്താവ് നമ്മളോട്, നമ്മൊndiಗೆ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ, ಹೀಗೆ ಮಾತಾಡಬೇಕಂದ್ರೆ, യേശുവിന് സ്നേഹമുണ്ട്, ಯೇಸುವಿಗೆ ನಮ್ಮ ಮೇಲೆ ಪ್ರೀತಿ ಇದೆ. ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ, ಹೀಗೆ ಮಾತಾಡಬೇಕಂದ್ರೆ, ഒരു അത്ഭുതം നമുക്കുണ്ട്, ಒಂದು ಅದ್ಭುತ ನಮಗಾಗಿ ಇದೆ. ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ, ಹೀಗೆ ಮಾತಾಡಬೇಕಂದ್ರೆ, ഒരു പ്രതീക്ഷയുണ്ട്. ಒಂದು ನಿರೀಕ್ಷೆ ಇದೆ. എല്ലാം തകർന്നെടുത്ത് ಎಲ್ಲವೂ ನುಚ್ಚುನೂರಾದ ಸ್ಥಳದಲ್ಲಿ ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ಇನ್ನು ರಕ್ಷಿಸಲ್ಪಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. അവിടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ಅಲ್ಲಿ വെളിപ്പെടാൻ പോകുന്നു. ದೇವರ ಒಂದು ಕಾರ್ಯ ಪ್ರಕಟವಾಗ್ಲಿಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. എന്നെ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ನನ್ನನ್ನ ಕಾಣದೇ ನಂಬುವನು ಧನ್ಯನು. ഈ വചനം കൊടുത്തിരിക്കുന്നത് ಈ ವಾಕ್ಯವನ್ನು ಕೊಟ್ಟಿರುವಂತದ್ದು യേശുവിനെ ഡയറക്റ്റ്, ಯೇಸುವನ್ನ ನೇರವಾಗಿ കാണുന്നവർ വിശ്വസിക്കുന്നു, ನೋಡುವವರು ನಂಬುತ್ತಿದ್ದಾರೆ, കാണാത്തവർ വിശ്വസിക്കുന്നു. ನೋಡದೆ ಇರೋರು ನಂಬುತ್ತಿದ್ದಾರೆ. ഇതാ നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ಇದಾಗಿದೆ ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಂಡಿರೋದು. ശരിക്കും പറഞ്ഞാൽ അവിടെ അതാ ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ಅಲ್ಲಿ ಅದೇ ಅರ್ಥ. എഴുതപ്പെടുന്ന ഉദ്ദേശം അതാണ്. ಆದ್ರೆ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರೋ ಉದ್ದೇಶ ಅದೇನೆ. പക്ഷേ ഈ വചനം ಆದ್ರೆ ಈ ವಾಕ್ಯ ദൂതായി മാറുമ്പോൾ, ದೈವೋಕ್ತಿ ಆಗುವಾಗ, വചനം പ്രവചനമായി മാറുമ്പോൾ, ವಾಕ್ಯವು ಪ್ರವಾದನೆ ಆಗುವಾಗ അത് വ്യത്യസ്തമാവും. ಅದು ವ್ಯತ್ಯಸ್ತವಾಗುತ್ತೆ. അത് നിന്നോട് സംസാരിക്കാൻ വേണ്ടി ಅದು ನಿನ್ನೊಂದಿಗೆ ആ ಮಾತಾಡೋದಕ್ಕೋಸ್ಕರ, വചനം ಆ ವಾಕ್ಯ നിനക്ക് വേണ്ടി, ನಿನಗೋಸ್ಕರ ആ വചനം പ്രവചനമായി ಆ മാറും. ವಾಕ್ಯ ಪ್ರವಾದನೆಯಾಗಿ ಮಾರ್ಪಡಿಸುತ್ತದೆ. അതാ പ്രവചനം, ಅದಾಗಿದೆ ಪ್ರವಾದನೆ, അതാ ശരിയായ പ്രവചനം. ಅದಾಗಿದೆ ಸರಿಯಾದ ಪ್ರವಾದನೆ. ಆಮೆನ್, ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ. ಆಮೆನ್. കരയുന്ന ആരുടെ ജീവിതത്തിൽ, ಅಳುವಂತ ಯಾರ್ದೋ ಜೀವಿತದಲ್ಲಿ, വേദനപ്പെടുന്ന ആരുടെ ജീവിതത്തിൽ, ವೇದನೆ ಪಡುವ ಯಾರ್ದೋ ಜೀವಿತದಲ್ಲಿ, ചെറുത് മുതൽ, ಚಿಕ್ಕ ವಯಸ್ಸಿನಿಂದ, ചെറുത് മുതൽ, ಚಿಕ್ಕ ವಯಸ್ಸಿನಿಂದ, ചെറുത് മുതൽ, ಚಿಕ್ಕ ವಯಸ್ಸಿನಿಂದ ഇടയ്ക്കിടയ്ക്ക് ಆಗಾಗ കണ്ണുനീരല്ലാതെ ಕಣ್ಣೀರಲ್ಲದೆ വേണ്ട രീതിയിൽ ಬೇಕಾದ ഒരു ರೀತಿಯಲ್ಲಿ ഉയർച്ച കാണാൻ ಒಂದು കഴിയാതെ ಉನ್ನತಿ ಕಾಣ್ಲಿಕ್ಕಾಗದೆ ആരെങ്കിലും ജീവിതമുണ്ടെങ്കിൽ, ಯಾರ್ದಾದ್ರೂ ಜೀವಿತವಿದ್ದರೆ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ಇವತ್ತು ರಾತ್ರಿ ನಾನು ಹೇಳಲೆ, ഈ വചനം ಈ ವಾಕ್ಯ അവർക്കൊരു പ്രവചനമായി മാറാൻ പോകുന്നു. ಅವರಿಗೆ ಒಂದು ಪ್ರವಾದನೆಯಾಗಿ ಮಾರ್ಪಡುತ್ತದೆ, അവർക്കൊരു പ്രവചനമാകുന്നു. ಅವರಿಗೆ ಒಂದು പക്ഷേ ಪ್ರವಾದನೆಯಾಗುತ್ತದೆ. ഇവിടെ എഴുതപ്പെട്ടത് അങ്ങനെയല്ല. ಆದ್ರೆ ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದ ಹಾಗಲ್ಲ. ഇവിടെ എഴുതപ്പെട്ടത് ಬರ್ದಿದ್ದು യേശുവിനെ കണ്ടു വിശ്വസിക്കുന്നുണ്ടായിരുന്നു, ಯೇಸುವನ್ನ ಆ ಕಾಲದಲ್ಲಿ ನೋಡಿ ನಂಬಿದವರಿದ್ರು കാണാതെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ಮತ್ತು ಕಾಣದೆ ನಂಬುವವರು ಇದ್ರು. ഏതൊരു വ്യക്തിക്ക് ഇത് ഇങ്ങനെയാ മനസ്സിലാവുക വചനം? ಯಾವುದೇ ಒಬ್ಬ ವ್ಯಕ್ತಿಗೂ ಆ ವಾಕ್ಯವನ್ನು ಓದುವಾಗ ಅಷ್ಟು ಮಾತ್ರವೇ ಅರ್ಥವಾಗುವುದು. പക്ഷേ ഈ വചനം, ಆದ್ರೆ ಈ ವಾಕ್ಯ ഈ ವಾಕ್ಯ എനിക്ക് വേണ്ടി, ನನಗೋಸ್ಕರ, നിങ്ങൾക്ക് വേണ്ടി, ನಿಮಗೋಸ್ಕರ ദൈവം ದೇವರು നിന്റെ വിടുതലിന്, ನಿನ್ನ ಬಿಡುಗಡೆಗೆ, എന്റെ വിടുതലിന് വേണ്ടി ನನ್ನ ಬಿಡುಗಡೆಗಾಗಿ ഇത് ഈ സമയം ಈ ಸಮಯ ഒരു പ്രവചനമാക്കി മാറ്റാൻ ಒಂದು പോകുന്നു. ಪ್ರವಾದನೆಯಾಗಿ ಮಾರ್ಪಡಿಸಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾನೆ ಎಂಬುದಾಗಿ മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುತ್ತಿರುವವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ദൈവം പ്രവചനമാക്കിയാൽ ದೇವರು ಒಂದು ವಾಕ್ಯವನ್ನು ಪ್ರವಾದನೆಯಾಗಿ ಮಾಡಿದ್ರೆ പ്രവചനമായിരിക്കും. ಅದೊಂದು ಪ್ರವಾದನೆಯೇ ಆಗಿರುತ್ತದೆ. ചിലർക്ക് ഈ വചനം, ಕೆಲವರಿಗೆ ಈ ವಾಕ್ಯ, ഇത് ആമെ കണ്ടു വിശ്വസിക്കുന്നവർ, ಕೆಲವರು ಕಂಡು ನಂಬುವರು, കാണാതെ വിശ്വസിക്കുന്നവർ, ಕಾಣದೆ ನಂಬುವರು. അങ്ങനെ ചിന്തിക്കുമ്പോൾ ಹಾಗೆ ಯೋಚಿಸುವಾಗ ചില രോഗികൾക്ക് ಕೆಲವು ഈ ರೋಗಿಗಳಿಗೆ വചനം ಈ ವಾಕ್ಯ ഒരു സൗഖ്യമായി വ്യാപരിക്കുമെന്ന് ಒಂದು ಸೌಖ್ಯವಾಗಿ ವ್ಯಾಪರಿಸುತ್ತದೆ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುತ್ತಿರುವವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ಆದ ಕಾರಣ ദൈവ ശബ്ദം ದೈವ ಶಬ್ದ ദൈവത്തിൽ നിന്ന് വരുന്നത് ದೇವರಿಂದ ಬರುವಂತದ್ದು ചിന്തിക്കുന്നത് പോലെയല്ല, ಚಿಂತೆ ಮಾಡುವ ಹಾಗಲ್ಲ, നമ്മൾ അറിഞ്ഞിരിക്കുന്ന പോലെയല്ല. ನಾವು ತಿಳಿದಿರುವ ರೀತಿಯಲ್ಲ. ഈ ലോകത്തിൽ ಈ ಲೋಕದಲ್ಲಿ പഠിപ്പിക്കാൻ കൊള്ളാവുന്ന, ಕಲಿಸುವುದಕ್ಕೆ ಯೋಗ್ಯವಾದ, പേര് കേട്ട ಹೆಸರಾಂತವಾದ, ഏത് സ്ഥാപനമുണ്ടെങ്കിലും ಹೆಸರಾಂತವಾದ ಯಾವುದೇ ಅಲ್ಲೆಲುಯ್ಯ ಸ್ಥಾಪನೆಗಳು, ಯೂನಿವರ್ಸಿಟಿಗಳಿದ್ರು ഈ വചനത്തിന്റെ വെളിപ്പാട്, ಈ ವಾಕ್ಯದ ಪ್ರಕಟಣೆ, വെളിപ്പാടിന്റെ മുമ്പിൽ ಪ್ರಕಟಣೆಯ ಮುಂದೆ അതെല്ലാം ഒരു സീറോ ആയിരിക്കും. ಅದೆಲ್ಲವೂ ಶೂನ್ಯವಾಗಿರುತ್ತದೆ. കാരണം ಕಾರಣ ಕಾರಣ അങ്ങനെ ആയാൽ മാത്രമേ ಹಾಗಾದ್ರೆ ಮಾತ್ರವೇ ഈ തകർന്ന വ്യക്തിക്ക് ಈ ಒಡೆಯಲ್ಪಟ್ಟ ഒരു ವ್ಯಕ್ತಿಗೆ ഉയർച്ചയുണ്ടെന്ന്, ಒಂದು ಉನ್ನತಿ ಇರೋದು. ഈ വചനത്തിന്റെ ശക്തി പുറത്തു വരുള്ളൂ. ಈ ವಾಕ್ಯದ ಶಕ್ತಿ ಆಗ ಮಾತ್ರವೇ ಹೊರಗಡೆ ಪ್ರಕಟವಾಗುವುದು.
ഹല്ലേലൂയ. ಆಮೆನ್ ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഞാനിങ്ങനെ ചിന്തിച്ചു, ನಾನು ಹೀಗೆ ಯೋಚಿಸಿದೆ. ഇതിന്റെ ചില ഭാഗങ്ങൾ എന്നോട് ഇടപെട്ടപ്പോൾ ಇದರ ಕೆಲವು ಭಾಗಗಳು ದೇವರ ಆತ್ಮನ ಒಡನಾಡಿದಾಗ കർത്താവേ, ಕರ್ತನೆ സഹോദരന്മാരിരിക്കുന്നിടത്ത് ಸಹೋದರರಿರುವ ಸ್ಥಳದಲ್ಲಿ ഹല്ലേലൂയ ആരെയും കാണുന്നില്ലല്ലോ. ಯಾರು ಕಾಣ್ತಾ ಇಲ್ವಲ್ಲ. കുറച്ച് സഹോദരിമാർ ഇവിടെ ഉണ്ട്. ಸಹೋದರರ ಭಾಗದಲ್ಲಿ ಯಾರು ಕಾಣ್ತಿಲ್ವಲ್ಲ, ಸ್ವಲ್ಪ ಸಹೋದರಿಯರು ಮಾತ್ರ ಇದ್ದಾರೆ. ഇങ്ങനെയുള്ള വചനങ്ങൾ ಈ ರೀತಿಯಾದ ವಾಕ್ಯಗಳು ഇന്നിവിടെ പറയണോ? ಇವತ್ತಿಲ್ಲಿ ಹೇಳ್ಬೇಕು. പക്ഷെ ഞാനത് വിശ്വസ്ത കാണിക്കും. ಆದ್ರೆ ನಾನು ಅದರಲ್ಲಿ ನಂಬಿಗಸ್ತನಾಗಿ അന്ന് ಇರ್ತೇನೆ. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ದೇವರು ಕೊಟ್ರೆ ನನಗೆ ಹೇಳದೇ ಇರಕ್ಕಾಗಲ್ಲ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ്. ಎಂಬುದಾಗಿ ನಾನು ಯೋಚನೆ ಮಾಡ್ತಿದ್ದೇನೆ. പിന്നെ ഒരു കാര്യം മനസ്സിലായി. ನಂತರ ನನಗೊಂದು ವಿಷಯ ಗೊತ್ತಾಯ್ತು. കാണാതെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ನೋಡದೆ ನಂಬುವಂತ ಯಾರಾದ್ರೂ ಇದ್ರೊಳಗಡೆ ಇದ್ರೆ അവർക്ക് വേണ്ടിയുള്ളതായി, ಅವರಿಗೋಸ್ಕರ ಇರುವಂತದಾಗಿದೆ ಇದು. ജീവിതത്തിൽ ഒന്നും കാണാൻ കഴിയാതെ, ಜೀವಿತದಲ್ಲಿ ಏನನ್ನು ഒരു ನೋಡುವುದಕ್ಕಾಗದೆ, വിടുതലും കാണാൻ കഴിയാതെ, ಯಾವ ಬಿಡುಗಡೆಯನ್ನು ഒരു ನೋಡೋದಕ್ಕಾಗದೆ, വഴിയും തുറക്കാതെ, ಯಾವ ದಾರಿಯೂ ತೆರೆಯದೆ, പുറത്ത് പറയാതെ, ಹೊರಗಡೆ ಹೇಳದೆ, അകത്ത് ചിന്തിക്കുന്ന വേദനിക്കുന്ന ಒಳಗಡೆ ಚಿಂತಿಸುವ ಮತ್ತು ವೇದನೆ ಪಡುವ അവർക്ക് വേണ്ടി ഈ ಅವರಿಗೋಸ್ಕರ വചനം ಈ ವಾಕ್ಯ എന്നോട് പറയാൻ തന്നപ്പോൾ ನನ್ನೊಂದಿಗೆ ಹೇಳ್ಬೇಕು ಎಂಬುದಾಗಿ ದೇವರು ಹೇಳಿದಾಗ, ആളുണ്ടെങ്കിൽ സൂക്ഷിക്കുക ವ್ಯಕ್ತಿ ಇದ್ರೆ ಸೇವೆ ಮಾಡಬೇಕು എന്ന് ചിന്തിക്കാൻ എനിക്ക് അതിനുള്ള ഇതില്ല. ಜನಗಳಿದ್ರೆ ಮಾತ್ರ ಸೇವೆ ಮಾಡಬೇಕು ಎಂಬುದಾಗಿ ಯೋಚನೆ ಮಾಡುವಂತದ್ದು ನನಗ್ ಬಿಟ್ಟಿದ್ದಲ್ಲ. തന്നത് പറയാം. ದೇವ್ರು ಕೊಟ್ಟಿದ್ದನ್ನ ಆ ಸಮಯದಲ್ಲಿ ಹೇಳ್ಬೇಕು. ಒಬ್ಬರಾಗಿದ್ರು, ഒരാളാണെങ്കിൽ ಒಬ್ಬ ವ್ಯಕ್ತಿ ಆಗಿದ್ರು എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ಎಂಬುದಾಗಿ ನಾನು ಯೋಚನೆ ಮಾಡ್ಲಿಕ್ಕೆ ಆರಂಭಿಸಿದೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ യോഹന്ന സ്നാപകൻ ಯೋಹಾನ ಸ್ನಾನಿಕನಾದ ಯೋಹಾನನು യേശുവുമായിട്ട് ಯೇಸುವಿನೊಂದಿಗೆ സ്നാനക്കടവിൽ വന്നപ്പോൾ ದೀಕ್ಷಾ ಸ್ನಾನದ ಬಳಿಗೆ ಬಂದಾಗ എല്ലാരെയും സ്നാനപ്പെടുത്തിയ ಎಲ್ಲರಿಗೂ ದೀಕ್ಷಾ ಸ್ನಾನವನ್ನು ಕೊಟ್ಟಂತ യോഹന്നാൻ ಸ್ನಾನಿಕನಾದ യോഹന്നാൻ ಯೋಹಾನನು സ്നാനപ്പെടുത്താൻ ದೀಕ್ಷಾ ಸ್ನಾನ ಕೊಡ್ಲಿಕ್ಕೆ മടിച്ചു നിന്നത് ಅಲ್ಲೆಲ್ಲೂಯ ಅವನು ಹಿಂಜರಿದು ನಿಂತದ್ದು ഒരേ ഒരു വ്യക്തിയുടെ മുമ്പിലാണ്. ಒಬ್ಬನೇ ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಮುಂದೆ ಮಾತ್ರ. അത് യേശുവിന്റെ ಅದು മുമ്പിലാണ്. ಯೇಸುವಿನ ಮುಂದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ആ യേശു പറഞ്ഞു, ಆ ಯೇಸು ಹೇಳಿದ್ರು, നിന്നാൽ സ്നാനം എടുക്കുന്നത് എനിക്ക് ആവശ്യം. ನಿನ್ನಿಂದ ದೀಕ್ಷಾ ಸ್ನಾನವಾಗಬೇಕಾಗಿದ್ದು ಅಗತ್ಯ. യോഹന്നാൻ ആദ്യം യേശുവോട് പറയുക, ಯೋಹಾನನು ಮೊದಲಾಗಿ ಯೇಸುವಿನ ಬಳಿ ಹೇಳ್ತಿದ್ದಾನೆ. നീയാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത്. ಯೋಹಾನನ್ ಯೇಸುವಿಗೆ ಹೇಳ್ತಿದ್ದಾನೆ, ನೀನು ನನಗೆ ದೀಕ್ಷಾ ಸ್ನಾನ ಕೊಡಬೇಕು. കാരണം എല്ലാവർക്കും സ്നാനം കൊടുക്കണം. ಯಾಕಂದ್ರೆ ನೀನೇ ಎಲ್ಲರಿಗೂ ದೀಕ್ಷಾ ಸ್ನಾನ ಕೊಡುವವನು. നീ നിന്നാൽ എനിക്ക് സ്നാനം ആവശ്യം. ನಿನ್ನಿಂದ ನನಗೆ ಈ ದೀಕ್ಷಾ ಸ್ನಾನದ പക്ഷേ ಅಗತ್ಯ. യേശു പറയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, ഇങ്ങനെ പിതാവിന്റെ ഇഷ്ടം, ಸದ್ಯಕ್ಕೆ ಒಪ್ಪಿಕೋ, ಹೀಗೆ ತಂದೆಯ ಚಿತ್ತವನ್ನ, ഇങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം, ಹೀಗೆ ತಂದೆಯ ಚಿತ್ತವನ್ನ നിന്നെ എന്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ, ನಿನಗೆ ಏನನ್ನ ಒಪ್ಪಿಸಲಾಗಿದೆಯೋ, എന്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ, ನನಗೆ ಏನನ್ನ അത് ಒಪ್ಪಿಸಲಾಗಿದೆಯೋ ചെയ്യുന്നത് നമുക്ക് ഉചിതം. ಅದನ್ನ ಮಾಡೋದು ನಮಗೆ ಒಳ್ಳೆಯದು. ഇന്ന് രാത്രി ಇವತ್ತು ರಾತ್ರಿ ഈ ശുശ്രൂഷ ಈ ಸೇವೆ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ನಾನು ಆ ರೀತಿಯಲ್ಲಿ ನಂಬುತ್ತೇನೆ. തന്നത് പറയും, ಕೊಟ್ಟಿದ್ದನ್ನು ಹೇಳ್ತೇವೆ. കർത്താവ് തന്നത് പറയും, ಕರ್ತನು ಕೊಟ್ಟಿದ್ದನ್ನ ಹೇಳುತ್ತೇವೆ. കർത്താവ് തന്നത് പറഞ്ഞുകൊണ്ടിരിക്കും. ಕರ್ತನು ಕೊಟ್ಟಿದ್ದನ್ನ ಹೇಳುತ್ತಲೇ ಇರ್ತೇವೆ. യേശുവിന്റെ വരവ് വരെ, ಯೇಸುವಿನ ಬರುವಿಕೆ ತನಕವು യേശു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. ಯೇಸು ಆ ಕಾರ್ಯಗಳನ್ನು ಮಾತನಾಡುತ್ತಿರ್ತಾರೆ. അതിൽ പിടിച്ചു നിൽക്കുന്നവർ, ಅದರಲ್ಲಿ ಹಿಡಿದು ನಿಲ್ಲುವವರಿಗೆ, അതിൽ പിടിച്ച് സമാധാനിക്കുന്നവർ, ಅದರಲ್ಲಿ ಹಿಡಿದು ಸಮಾಧಾನ ಹೊಂದುವವರಿಗೆ, അതിൽ പിടിച്ച് ബലപ്പെടുന്നവർ, ಅದನ್ನ ಹಿಡಿದು ಬಲ ಹೊಂದುವವರಿಗೆ, അത് ഏറ്റെടുത്ത് വിശ്വസിച്ച് മുമ്പോട്ട് ಅದನ್ನ പോകുന്നവർക്ക് ಅಂಗೀಕರಿಸಿ ನಂಬಿ ಮುಂದೆ ಹೋಗುವವರಿಗೆ ജീവിതം അത്ഭുതമായി മാറും. ಜೀವಿತ ಅದ್ಭುತವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ജീവിതം അത്ഭുതമായി ಜೀವಿತವು മാറും. ಅದ್ಭುತವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. പത്രോസേ, ಪೇತ್ರನೇ, ഈ വചനം ഉറപ്പിക്കാൻ വേണ്ടി ಈ ವಾಕ್ಯ ದೃಢಪಡಿಸುವುದಕ್ಕಾಗಿ ഒരു ഉദാഹരണ പത്രം എന്റെ അകത്ത് കർത്താവ് തരിക. ಒಂದು ಉದಾಹರಣೆಯನ್ನು ಕರ್ತನ ನನ್ನ ಒಳಗಡೆ ಕೊಡ್ತಿದ್ದಾನೆ. പത്രോസിന്റെ ഉദാഹരണം, ಪೇತ್ರನ ಉದಾಹರಣೆ. പത്രോസ് ಪೇತ್ರನು തകർന്ന വ്യക്തി, ಒಡೆಯಲ್ಪಟ್ಟ ವ್ಯಕ್ತಿ. അവന്റെ ആദ്യത്തെ പേര് ಅವನ ಮೊದಲನೇ ಹೆಸರು ശീമോൻ. ಸಿಮೋನನೆಂಬುದಾಗಿ. ശീമോൻ. ಸಿಮೋನನು ശീമോൻ. ಸಿಮೋನನು ശീമോൻ എന്ന ಸಿಮೋನ್ ಅಂದ್ರೆ അവനിട്ട പേര് ಸಿಮೋನ್ ಎಂಬುದಾಗಿ ಅವನಿಗಿಟ್ಟ ಹೆಸರು. അവന്റെ അപ്പനും ಅವನ ತಂದೆ ತಾಯಿಗಳಾಗಿದ್ದಾರೆ. അവൻ അറിയപ്പെടുന്നത് ಅವನು ಪರಿಚಯವಾಗಿರೋದು ശീമോൻ. ಸಿಮೋನ್ ಎಂಬುದಾಗಿ. ശീമോൻ ಸಿಮೋನ್ എന്ന ദൈവം അവനിട്ട ഒരു പേരുണ്ട്. ಆದ್ರೆ ದೇವರು ಅವನಿಗೆ ಇಟ್ಟಂತ ಒಂದು ಹೆಸರಿದೆ. പത്രോസ്. ಪೇತ್ರನು പത്രോസ്. ಪೇತ್ರನು പത്രോസ്. ಪೇತ್ರನು അവൻ അപ്പനും ഇട്ട പേര്, ತಂದೆ ತಾಯಿ ಇಟ್ಟ ಹೆಸರು. ക്ഷീണിപ്പിക്കുന്ന പേര്, ಅವನನ್ನ ಸುಸ್ತು ಮಾಡುವಂತ ಹೆಸರು. ലോകം കൊടുക്കുന്ന പേര്, ಲೋಕವು ಕೊಡುವಂತ ಹೆಸರು. ക്ഷീണിപ്പിക്കുന്ന പേര്, ಕ್ಷೀಣಗೊಳಿಸುವಂತ ಹೆಸರು. ശീമോൻ. ಸಿಮೋನ್. ശീമോൻ. ಸಿಮೋನ್ ലോകം കാണുന്ന പേര്, ಲೋಕವು ಕಾಣುವಂತ ಹೆಸರು. ക്ഷീണിപ്പിക്കുന്ന രീതി, ಅವನನ್ನ ಕ್ಷೀಣಪಡಿಸುವ ಹಾಗೆ. ബന്ധുക്കൾ കാണുന്നത് ಸಂಬಂಧಿಕರು ಕಾಣ್ತಿರೋದು ക്ഷീണിപ്പിക്കുന്ന രീതി, ಕ್ಷೀಣಪಡಿಸುವ ಹಾಗೆ. അറിയുന്നവർ കാണുന്നത് ಅವನಿಗೆ ಪರಿಚಯ ಇರುವಂತವರು ಕಾಣ್ತಿರೋದು ക്ഷീണിപ്പിക്കുന്ന രീതി. ಕ್ಷೀಣಪಡಿಸುವ ಹಾಗೆ. എല്ലാരും വിളിക്കുന്നു, ಎಲ್ಲರೂ ಕರೀತಿದ್ದಾರೆ. എല്ലാരും വിളിക്കുന്നു, ಎಲ್ಲರೂ ಕರೀತಿದ್ದಾರೆ. ശീമോനെ, ಸಿಮೋನನೇ, ശീമോനെ. ಸಿಮೋನನೇ. അവൻ എങ്ങനെ കരകയറും? ಅವನು ಹೇಗೆ അവൻ എങ്ങനെ രക്ഷപ്പെടും? ಅವನು ಹೇಗೆ ತಪ್ಪಿಸಿಕೊಳ್ತಾನೆ, ಹೇಗೆ ದಡ ആ ಸೇರ್ತಾನೆ? വാക്കിന്റെ അർത്ഥം ಆ പിടികിട്ടുന്നവനറിയാം. ಸೀಮೋನನ ಎಂಬ ಮಾತಿನ ಅರ್ಥ ಆಗುವವನು ಗೊತ್ತು. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ಅದಕ್ಕೆ ಕಾರಣ ಏನು ಗೊತ್ತಾ? ഉറപ്പില്ലാത്തവനെന്നാണ്. ಸೀಮೋನನ ಮಾತಿನ ಅರ್ಥ ಸ್ಥಿರತೆ ಇಲ್ಲದವನು. ഒരു ഉറപ്പുമില്ല, ಯಾವ ಸ್ಥಿರತೆಯೂ ಇಲ್ಲ, അല്ലെങ്കിൽ ഒരു സ്ഥിരതയുമില്ല, ಅಥವಾ ಯಾವ ದೃಢತೆಯೂ ಇಲ್ಲ, ഒരു പ്രതീക്ഷയുമില്ല. ಯಾವ ನಿರೀಕ್ಷೆಯೂ ಇಲ್ಲ. ശീമോൻ ಸೀಮೋನ್ അതേപോലെ ಅದೇ ರೀತಿ അവന്റെ ജീവിതത്തിൽ ಅವನ ಜೀವಿತದಲ್ಲಿ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ಸಂಭವಿಸಲೇ ಇದೆ. എന്താ സംഭവിച്ചത്? ಏನ್ ಸಂಭವಿಸಿದ್ದು? എന്താ സംഭവിച്ചത്? ಏನ್ ಸಂಭವಿಸಿದ್ದು? ആമേൻ.
രോഗികളെ നോക്കുവാൻ ರೋಗಿಗಳನ್ನ ನೋಡ್ಲಿಕ್ಕೆ ഡോക്ടർമാരുണ്ട്, ಡಾಕ್ಟರ್ಗಳಿದ್ದಾರೆ, ഡോക്ടർമാരുണ്ട്. നാട്ടുകാരെ നോക്കാൻ ಊರ್ನವ್ರನ್ನ ನೋಡ್ಲಿಕ್ಕೆ പോലീസുകാരുണ്ട്. ಪೊಲೀಸರಿದ್ದಾರೆ, ഇന്ത്യയെ സംരക്ഷിക്കുവാൻ ಭಾರತವನ್ನ ಕಾಪಾಡ್ಲಿಕ್ಕೆ മിലിಟറി ഉണ്ട്. ಮಿಲಿಟರಿ ಅವರಿದ್ದಾರೆ, മീനിനെ നോക്കാൻ, ಮೀನುಗಳನ್ನ ನೋಡ್ಲಿಕ್ಕೆ, മീനിനെ പിടിക്കുവാൻ ಮೀನನ್ನು ಹಿಡಿಲಿಕ್ಕೆ മുക്കുവന്മാരുണ്ട്. ಬೆಸ್ತರುಗಳಿದ್ದಾರೆ. മുക്കുവന്മാര് ಬೆಸ್ತರು ഷീമോനാകാൻ പാടില്ല. ಬೆಸ್ತರು ഒരു ಸಿಮೋನನಾಗಬಾರದು. ഷീമോനും ಒಬ್ಬ ಸಿಮೋನನು മീനിനെ പിടിക്കാൻ കഴിയില്ല. ಮೀನನ್ನು ಹಿಡಿಯುವುದಕ್ಕಾಗುವುದಿಲ್ಲ. അവന് സ്ഥിരതയില്ല, ಯಾಕಂದ್ರೆ ಅವನಿಗೆ ಸ್ಥಿರತೆ ಇಲ್ಲ, ഉറപ്പില്ല. ಅವನಿಗೆ ದೃಢತೆ ಇಲ್ಲ. പക്ഷെ മീനിനെ പിടിക്കണമെങ്കിൽ ಆದ್ರೆ ಮೀನ್ ಹಿಡಿಬೇಕಂದ್ರೆ ധൈര്യമുണ്ടായിരിക്കണം. ಧೈರ್ಯ ಇರಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. മനസ്സിലാവുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುವವರಿಗಾಗಿ ನಾವು ದೇವರಿಗೆ ಸ್ತೋತ್ರ പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല ഞാൻ പറയുന്നത്. ನಾನು ಹೇಳೋದು ಬೇಗ ಏನು ಅರ್ಥ ಆಗೋದಿಲ್ಲ. കളിതമാശയിൽ ചിന്തിച്ചാൽ മനസ്സിലാകത്തേ ഇല്ല. ಇದು ಆಟದ ರೀತಿಯಲ್ಲಿ ತಮಾಷೆ ರೀತಿಯಲ್ಲಿ ತೆಗೆದುಕೊಂಡ್ರೆ ಇದು ಏನು ಅರ್ಥ ಆಗೋದಿಲ್ಲ. തമാശ അല്ല ഇത്. ಇದು ಆಟ ತಮಾಷೆ ಅಲ್ಲ. കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന പരിപാടിയല്ല ഇത്. ಮಕ್ಕಳು ಈ ಗಂಜಿ ಅನ್ನ ಸಾರು ಮಾಡ್ಬಿಟ್ಟು ಆಟ ಆಡ್ತಾರಲ್ಲ, ಆ ಆಟ ಅಲ್ಲ ಇದು. ഹല്ലേലൂയ. ಆಮೆನ್. ശീമോന്റെ ജീവിതത്തിൽ അതുപോലെ സംഭവിച്ചു. ಸಿಮೋನನ ಜೀವಿತದಲ್ಲಿ ಹಾಗೆ ಸಂಭವಿಸಿತು. അവന്റെ പടകിനകത്ത് ಅವನ ದೋಣಿ ಒಳಗಡೆ ഒരു മീനും കയറിയിട്ടില്ല. ಯಾವ ಮೀನು ಬರಲಿಲ್ಲ. ഒരു മീനും കയറാത്തതിന്റെ പേരിൽ ಯಾವ ಮೀನು ಬರದೇ ಇರುವ ವಿಷಯದಲ್ಲಿ പടക് ശൂന്യമായി. ಆ ದೋಣಿ ಶೂನ್ಯವಾಯಿತು. പടകിൽ ഒന്നുമില്ലാതെ, ದೋಣಿಯಲ್ಲಿ ಏನು ഒരു ಇಲ್ಲದಂತಾಯಿತು. അപ്പവുമില്ല, ಒಂದು ರೊಟ್ಟಿಯೂ ഒരു ಇಲ್ಲ, മീനുമില്ല, ಒಂದು ಮೀನು ಇಲ್ಲ, ഒരു നന്മയുമില്ല, ಒಂದು ಯಾವ ಆಶೀರ್ವಾದ ഒരു ಇಲ್ಲ, ബിസിനസ്സുകാരൻ അവിടെ വരുന്നില്ല. ಯಾವ ಬಿಸಿನೆಸ್ ಅವನಲ್ಲಿ ಬರ್ತಾ ಇಲ್ಲ. മീൻ മേടിക്കാൻ വേണ്ടി, ಮೀನ್ ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ, മീൻ മേടിക്കാൻ വേണ്ടി ಮೀನನ್ನು ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ശൂന്യമായ പടക്. ಶೂನ್ಯವಾದ ದೋಣಿ. ഇതിന്റെ പേരാ ശൂന്യമായ പടക്. ಅದರ ಹೆಸರಾಗಿದೆ ಶೂನ್ಯವಾದ ದೋಣಿ. ശീമോനെ, ಸಿಮೋನನೇ, നിന്റെ പടക് ശൂന്യമായോ? ನಿನ್ನ ದೋಣಿ ಶೂನ್ಯವಾಯ್ತಾ? നിന്റെ പടക് ശൂന്യമായോ? ನಿನ್ನ ದೋಣಿ ಶೂನ್ಯವಾಯ್ತಾ? നീ ശീമോന, ನೀನು ಸಿಮೋನನೇ, നിന്റെ പടക് ശൂന്യമായിരിക്കുക. ನಿನ್ನ ಹಡಗು ಅಥವಾ ನಿನ್ನ ದೋಣಿಯೂ ಶೂನ್ಯವಾಗಿದೆ. യേശു അവിടേക്ക് വന്നിട്ട് ಯೇಸು ಅಲ್ಲಿ ಬಂದು ಹೇಳ್ತಿದ್ದಾರೆ, ശീമോനുള്ള പടകിൽ ಸಿಮೋನನಿರುವ മീനിന് ದೋಣಿಯಲ್ಲಿ മീനിന് കയറാൻ ആഗ്രഹമില്ലെങ്കിൽ, ಮೀನಿಗೆ ಬರ್ಲಿಕ್ಕೆ ಆಸೆ ಇಲ್ಲ ಅಂದ್ರೆ യേശുവിന് കയറാൻ ആഗ്രഹമുണ്ടെന്ന്. ಯೇಸುವಿಗೆ ಬರುವುದಕ್ಕೆ ಆಗ್ರಹ ಇದೆ. നിന്റെ ജീവിതത്തിൽ ನಿನ್ ಜೀವಿತದಲ್ಲಿ ഒരു നന്മയെ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ, ಯಾವ ಆಶೀರ್ವಾದವು ಬರುವುದಕ್ಕೆ ಆಗ್ರಹ ಇಲ್ಲ ಅಂದ್ರೆ, ഒരു നന്മയ്ക്ക് വരാൻ ആഗ്രഹമില്ലെങ്കിൽ, ಯಾವ ಆಶೀರ್ವಾದವು ನಿನ್ನ ಬಳಿಗೆ ಬರುವುದಕ್ಕಿರುವಂತ ಆಸೆ ಅದಕ್ಕಿಲ್ಲ ಅಂದ್ರೆ, യേശുവിന് വരാൻ ആഗ്രഹം, ಯೇಸುವಿಗೆ ನಿನ್ನ ಬಳಿಗೆ ಬರುವುದಕ್ಕಿರುವಂತ ಆಸೆ ಇದೆ. ആഗ്രഹമുണ്ട്. ಯೇಸುವಿಗೆ ನಿನ್ನ ಬಳಿಗೆ ಬರುವಂತ ಆಗ್ರಹ ಇದೆ. ഒരു ബിസിനസ്സുകാരനും ಯಾವ ವ್ಯಾಪಾರಸ್ಥನು മീൻ മേടിക്കാൻ ಈ ಅಲ್ಲಲ್ಲಿ ಕೊಂಡುಕೊಳ್ಳುವನು ಈ ಮೀನು ತಗೊಳ್ಳಿಕೊಳ್ಳಿಕ್ಕೆ അവിടെ വരത്തില്ല. ಅಲ್ಲಿ ಬರೋದಿಲ್ಲ. കാരണം ഈ പടകിനകത്തൊന്നുമില്ല. ಯಾಕಂದ್ರೆ ಈ ದೋಣಿಯಲ್ಲಿ ಏನೂ ಇಲ್ಲ, ഈ പടകിൽ ഒന്നുമില്ല. ಈ ದೋಣಿಯಲ್ಲಿ ಏನೂ ಇಲ್ಲ, അവന് മേടിക്കാനുള്ള ഒന്നുമില്ല. ಅವನಿಗೆ ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕಿರುವಂತ ಏನೂ ಇಲ್ಲ. പക്ഷേ ಆದ್ರೆ അവിടെയാണ് യേശു കയറി വരുന്നത്. ಅಲ್ಲಾಗಿದೆ ಯೇಸು ಬರ್ತಿರುವುದು, അവിടെയാണ് യേശു വരുന്നത്. ಅಲ್ಲಾಗಿದೆ ಯೇಸು ಬರ್ತಿರುವುದು. മീനുള്ള പടകിലല്ല യേശു കയറിയത്. ಮೀನಿರುವ ಹಡಗಿನಲ್ಲ ಯೇಸು ಬಂದಿದ್ದು, മീനില്ലാത്ത പടകിൽ യേശു കയറി. ಮೀನಿಲ್ಲದೆ ಇರುವಂತ ದೋಣಿಯಲ್ಲಾಗಿದೆ ಯೇಸು ಬಂದಿದ್ದು. വ്യത്യസ്തനാണ്. ಯೇಸು ವ್ಯತ್ಯಸ್ತನು. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന, ಈ ರಾತ್ರಿ ಪ್ರಾರ್ಥಿಸುವ, ಆರಾಧಿಸುವ ആരുടെയൊക്കെ ജീവിതത്തിൽ ಯಾರ್ದೋ ಜೀವಿತದಲ್ಲಿ ദൈവത്തിന് വേണ്ടിയാണ് ದೇವರಿಗಾಗಿ ജീവിക്കുന്നുവെന്ന് ಜೀವಿಸ್ತಾ ಇದ್ದೀರಿ നിനക്ക് ಎಂಬುದಾಗಿ, ഉറപ്പുണ്ടെങ്കിൽ, ದೇವರಿಗಾಗಿ ನಾನು ಜೀವಿಸುತ್ತಿದ್ದೇನೆ ಎಂಬ ದೃಢತೆ ನಿನಗಿದ್ರೆ, നിനക്കുറപ്പുണ്ടെങ്കിൽ, ನಿನಗೆ ದೃಢತೆ ಇದೆ, നിനക്കുറപ്പുണ്ടെങ്കിൽ, ನಿನಗೆ ದೃಢತೆ നിന്റെ ಇದೆ, പടകിൽ യേശു കയറിയിരിക്കും. ನಿನ್ನ ದೋಣಿಯಲ್ಲಿ ಯೇಸು ಹತ್ತಿರುತ್ತಾರೆ, നിന്റെ പടകിൽ യേശു ನಿನ್ನ കയറിയിരിക്കും. ದೋಣಿಯಲ್ಲಿ ಯೇಸು ಹತ್ತಿರುತ್ತಾರೆ. ഇന്നല്ലെങ്കിൽ നാളെ ನೀನ್ ಇವತ್ತಲ್ಲ ಅಂದ್ರೆ ನಾಳೆ നിന്റെ പടക് നിറയ്ക്കുന്നവൻ ನಿನ್ನ ದೋಣಿಯನ್ನು ತುಂಬಿಸುವವನು നിന്റെ പടകിനകത്ത് ನಿನ್ನ ದೋಣಿಯ ಒಳಗಡೆ വേറെ ഒരു പടകിലും പോകാം. ಬೇರೆ ಯಾವ ದೋಣಿಗೂ ಹತ್ತದೆ. നിന്റെ കണ്ണീരിന്റെ പടകിനകത്ത്, ನಿನ್ನ ಕಣ್ಣೀರಿನ ದೋಣಿಯ ಒಳಗಡೆ, രോഗമായ ನಿನ್ನ പടകിനകത്ത്, ರೋಗದ ದೋಣಿಯ ಒಳಗಡೆ, വേദനയുടെ ನಿನ್ನ പടകിനകത്ത്, ವೇದನೆಯ ದೋಣಿಯ ಒಳಗಡೆ, നീ എവിടെയാ തകർന്നത് ആ പടകിനകത്ത്, ನೀನ್ ಎಲ್ಲಿ ಜಜ್ಜಲ್ಪಟ್ಟಿಯೋ ಒಡೆಯಲ್ಪಟ್ಟಿಯೋ ಆ ದೋಣಿಯ ಒಳಗಡೆ, നിന്റെ കഷ്ടപ്പാടിന്റെ പടകിനകത്ത് ನಿನ್ನ ಕಷ್ಟಗಳ ದೋಣಿಯ ಒಳಗಡೆ യേശു കയറി വരും. ಯೇಸು ಹತ್ತಿ ಬರ್ತಾನೆ, യേശു കയറി വരും. ಯೇಸು ಹತ್ತಿ ಬರ್ತಾನೆ. മീനേ, ನೀನೇ എന്റെ ദാസന്റെ ನನ್ನ ದಾಸನ പടകിൽ ದೋಣಿಯಲ್ಲಿ നിനക്ക് കയറാൻ മനസ്സില്ലെങ്കിൽ ನಿನಗೆ ಹತ್ತುವುದಕ್ಕೆ ಮನಸ್ಸಿಲ್ಲ ಅಂದ್ರೆ ഞാൻ അവിടേക്ക് കയറി വരും. ನಾನಲ್ಲಿ ಬರುತ್ತೇನೆ. ഇന്ന് വരെ പറയപ്പെടാത്ത ಇವತ್ತಿನವರೆಗೂ ಹೇಳದೇ ಇರುವ ഒരു ദൂത് പരിശുദ്ധം തരികയാണ്. ಒಂದು ದೈವೋಕ್ತಿ ಪವಿತ್ರಾತ್ಮನ ಹೇಳ್ತಿದ್ದಾರೆ. നിന്റെ മാത്രം തോണിക്കകത്ത്, ನಿನ್ನ ದೋಣಿ ಒಳಗಡೆ ಮಾತ್ರ, നിന്റെ ജീവിതത്തിൽ മാത്രം, ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಮಾತ್ರ ആമേ കയറി വരാത്ത ಹತ್ತಿ ಬರದೇ ಇರುವ ഒരു മീനും, ಯಾವ ಮೀನು, ഒരു നന്മയും, ಯಾವ ഒരു അനുഗ്രഹവും, ಯಾವ ಆಶೀರ್ವಾದವು ഇതേപോലെ ಇದೇ ರೀತಿ ശൂന്യമായ അവസ്ഥയിൽ ಶೂನ್ಯವಾದ ಪರಿಸ್ಥಿತಿಯಲ್ಲಿ അങ്ങനെ കിടക്കുന്നുവെങ്കിൽ ಆ ರೀತಿಯಲ್ಲಿ ಇರುವುದಾದ್ರೆ നീ യേശുവിനെ മുറുകെ പിടിച്ചാൽ ನೀನು ಯೇಸುವನ್ನ ಗಟ್ಟಿಯಾಗಿ ಹಿಡಿಯುವುದಾದ್ರೆ യേശു അവിടെ കയറി വരും. ಯೇಸು ಅಲ್ಲಿ ಹತ್ತು ಬರುತ್ತಾರೆ, യേശು അവിടെ ಕയറി വരും. ಯೇಸು ಅಲ್ಲಿ ಹತ್ತು ಬರ್ತಾರೆ, യേശു കയറി വരും. ಯೇಸು ಬರ್ತಾರೆ. ആ ശൂന്യത യേശു കയറി വരാൻ ಕೆಲವು വേണ്ടിയാ. ಶೂನ್ಯತೆಗಳು ಯೇಸು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವುದಕ್ಕೋಸ್ಕರ, ചില കണ്ണുനീര് യേശു കയറി ಕೆಲವು വരാൻ ಕಣ್ಣೀರು ಯೇಸು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವುದಕ್ಕೋಸ್ಕರ, ചില അനുഗ്രഹത്തിന്റെ തടസ്സം യേശു വരാൻ വേണ്ടിയാ. ಕೆಲವು ಆಶೀರ್ವಾದ ತಡವಾಗುವಂತದ್ದು ಯೇಸು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವುದಕ್ಕೋಸ್ಕರ. ഇനിയുള്ള അനുഗ്രഹം യേശുവാ ചെയ്യാൻ പോകുന്നത്. ಇನ್ನು ನಿಮಗೆ ಆಶೀರ್ವಾದವನ್ನು ಕೊಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿರೋದು ഈ ಯೇಸುವಾಗಿದೆ. പടകിനെ നിറയ്ക്കാൻ പോകുന്ന യേശുവാണ്. ಇನ್ನು ಈ ದೋಣಿಯನ್ನು ತುಂಬಿಸಲಿಕ್ಕೆ ಹೋಗ್ತಿರೋದು ಯೇಸುವಾಗಿದ್ದಾರೆ. ഈ പടകിലുള്ളവരെ മുമ്പോട്ട് നടത്താൻ പോകുന്ന യേശുവാണ്. ಇನ್ನು ಈ ದೋಣಿಯಲ್ಲಿ ಇರುವವನನ್ನ ಮುಂದೆ ನಡೆಸಲಿಕ್ಕೆ ಹೋಗ್ತಿರೋದು ಯೇಸುವಾಗಿದ್ದಾರೆ. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗ್ತಿರುವವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುತ್ತಿರುವವರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ചിലർക്ക് ഇത് മനസ്സിലായാലും ಕೆಲವರಿಗೆ ಇದು ಅರ್ಥವಾದರೂ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ಅಂಗೀಕಾರ ಮಾಡಕ್ಕಾಗಲ್ಲ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ನಂಬಲಿಕ್ಕೆ ಆಗ್ತಿಲ್ಲ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ನಂಬುವುದಕ್ಕಾಗುತ್ತಿಲ್ಲ. എന്നാൽ യേശു പറഞ്ഞു, ಆದ್ರೆ ಯೇಸು ಹೇಳಿದ್ರು, ഈ ദൂത് ಈ ದೈವೋಕ್ತಿ കാണാതെ വിശ്വസിക്കുന്നവൻ ನೋಡದೆ ನಂಬುವವನು ഭാഗ്യവാനായിരിക്കും. ಧನ್ಯನಾಗಿರುತ್ತಾನೆ. ഈ പറയപ്പെട്ട ಈ ദൂത്, ಹೇಳಲ್ಪಟ್ಟ ದೈವೋಕ್ತಿ, എന്റെ അകത്ത് ദൈവം തരുന്ന ഈ ദൂത്, ನನ್ನೊಳಗಡೆ ದೇವರು ಕೊಡ್ತಿರುವ ಈ ದೈವೋಕ್ತಿ കാണാതെ ಕಾಣದೆ ഈ വചന വെളിപ്പാടിൽ ಈ ವಾಕ್ಯದ ಪ್ರಕಟಣೆ
വീണ്ടും ಪುನಃ യൂട്യൂബിലിട്ട് ಯೂಟ್ಯೂಬ್ ತೆಗೆದು കേട്ട് ധ്യാനിച്ച് ಕೇಳಿ ಧ್ಯಾನಿಸಿ വിശ്വാസമിടാതെ ನಂಬುವುದರೆ നീ ഏറ്റെടുക്കുകയാണെങ്കിൽ ನಂಬಿ ಸ್ವೀಕರಿಸುವುದಾದ್ರೆ നിന്റെ ജീവിതം ഒരു ഭാഗ്യമാണ്. ನಿನ್ನ ಜೀವಿತ ಒಂದು ಧನ್ಯತೆ ಉಳ್ಳ ಜೀವಿತವಾಗಿ ಭಾಗ್ಯಕರ ಜೀವಿತವಾಗಿ ದೇವರು ಮಾಡುತ್ತಾರೆ. ഈ വചനം ഇന്ന് രാത്രി കർത്താവ് തരത്തില്ല. ಇಲ್ಲದ ಇದರ ಈ ವಾಕ್ಯವನ್ನ ಈ ರಾತ್ರಿ ದೇವರು ಕೊಡೋದಿಲ್ಲ. ഇന്ന് രാത്രി തരത്തില്ല. ಈ ರಾತ್ರಿ ಕೊಡಬೇಕಾಗಿರಲಿಲ್ಲ. രാത്രി തരത്തില്ല. ಈ ರಾತ್ರಿ ಕೊಡಬೇಕಾಗಿರಲಿಲ್ಲ. എന്റെ കർത്താവ് പറഞ്ഞു, ನನ್ನ ಕರ್ತನ ಹೇಳಿದನು, എന്റെ കർത്താവ് ನನ್ನ ಕರ್ತನು വലിയ ലോറി ದೊಡ್ಡ ಲಾರಿ കൊണ്ടുവന്നിട്ട് ತೆಗೆದುಕೊಂಡು ಬಂದು ഫുഡ് കൊണ്ടുവച്ചിട്ടല്ല പ്രസംഗിച്ചത്. ಫುಡ್ ಅನ್ನ ತಂದು ಇಟ್ಕೊಂಡು ಪ್ರಸಂಗ ಮಾಡಲಿಲ್ಲ. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ ಅರ್ಥ സ്തുതിക്കുന്നു. ಆಗ್ತಿರೋರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗ್ತಿರೋರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. NP ആയ ആമേ ലോറിക്കകത്ത് ಒಂದು NP ಲಾರಿ ಒಳಗಡೆ ആമേ മുഴുവൻ ആമേ ഊട്ട കൊണ്ടുവച്ചിട്ട് ಪರಿಪೂರ್ಣ ಆಹಾರ ಸಾಮಗ್ರಿಗಳನ್ನ ತಂದು ಇಟ್ಕೊಂಡು പുരുഷാരത്തെ വിളിച്ചിട്ട് ಜನಸಮೂಹಗಳನ್ನ ಕರೆಸಿ മെസ്സേജ് പറഞ്ഞവനല്ല യേശു. ಆ 3 ದಿನಗಳ ಕಾಲ ಬೆಟ್ಟದಲ್ಲಿ ಪ್ರಸಂಗ ಮಾಡಿದವನಲ್ಲ ಯೇಸು. ഞാൻ പറഞ്ഞ തയ്യാറാക്കി കൊണ്ടുവന്ന് പ്രസംഗിക്കുന്നല്ലെന്ന് ഇവിടെ. ನಾನು ಹೇಳ್ತಿರೋದು ಏನಂದ್ರೆ ತಯಾರು ಮಾಡಿಕೊಂಡು ಬಂದು ಪ್ರಸಂಗ ಮಾಡ್ತಿರೋದಲ್ಲ ಇಲ್ಲಿ. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ದೇವರಾತ್ಮನು ಹೇಳುವುದನ್ನ ಕಿವಿಯುಳ್ಳವನು ಕೇಳಲಿ. ആത്മാവ് പറയുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ದೇವರಾತ್ಮನು ಹೇಳುವುದನ್ನ ಕಿವಿಯುಳ್ಳವನು ಕೇಳಲಿ. ഞാൻ ആദ്യം ഇവിടെ ഇത് പറഞ്ഞു. ನಾನು ಮೊದಲೇ ಇಲ್ಲಿ ಹೇಳಿದೆ, ഞാൻ മുമ്പ് ഇവിടെ വന്നിരുന്നത് പോലെയല്ല. ನಾನು ಮುಂಚೆ ಇಲ್ಲಿ ಬಂದು ಕೂತ ಹಾಗಲ್ಲ. ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ಇಲ್ಲಿ ಸೇವೆಗಾಗಿ ನಿಲ್ಲುವಾಗ ആ കണ്ണുകൊണ്ട് കാണുന്നവർ, ಆ ಮುಂಚೆ ನಾನು ಕೂತಿದ್ದಾಗ ನೀವು ಕಣ್ಣಂತ ಅದೇ ಕಣ್ಣಿನಿಂದ ಕಾಣುವವರು അവരങ്ങനെ ഇരിക്കട്ടെ. ಅವರು ಹಾಗೆ ಇರಲಿ. അവരങ്ങനെ ഇരിക്കട്ടെ. ಅವರು ಹಾಗೆ ಇರಲಿ. ഈ സമയം, ಆದ್ರೆ ಈ ಸಮಯ കേൾക്കുന്നത്, ಈ ಕೇಳುವಂತದ್ದು കാണാതെ വിശ്വസിക്കാൻ ಕಾಣದೆ ನಂಬುವುದಕ್ಕೆ കഴിവുണ്ടെങ്കിൽ, ಸಾಮರ್ಥ್ಯವಿದ್ರೆ കഴിവുണ്ടെങ്കിൽ, ಸಾಮರ್ಥ್ಯವಿದ್ರೆ കഴിവുണ്ടെങ്കിൽ ಸಾಮರ್ಥ್ಯವಿದ್ರೆ അപ്പന്റെ കാലത്ത് ತಂದೆಯ ಕಾಲದಲ್ಲಿ തകർന്ന തരിപ്പണമായ ನಾಶವಾಗಿ ನುಚ್ಚು ನೂರಾದ കാര്യം നീ ഇനി പറയേണ്ട ഗതികേട് വരത്തില്ലെന്ന്. ಆ ರೀತಿಯಲ್ಲಿ ನೀನು ಹೇಳ್ಬೇಕಾದ ಗತಿ ಬರೋದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുക. ಅರ್ಥವಾಗ್ತಿರೋರಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುತ್ತಿರೋರಿಗಾಗಿ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ആമേ ശരിക്കും കേൾക്കുന്ന ദൈവമില്ലേ? ಸರಿಯಾಗಿ ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳೇ, നിങ്ങളെ പോലെ സഭയ്ക്കകത്തിരിക്കുമ്പോൾ ನಿಮ್ಮ ಹಾಗೆ ಸಭೆಯೊಳಗಡೆ ಕೂತಿರುವ ഒരു ആത്മീയ ദൂത് കൊതിച്ച വ്യക്തിയായി, ಒಂದು ಆತ್ಮಿಕ ದೈವೋಕ್ತಿಗಾಗಿ ಆಸೆ ಪಟ್ಟ ವ್ಯಕ್ತಿಯಾಗಿದೆ ನಾನು. പഠിച്ച വചനമല്ല, ಕಲಿತ ವಾಕ್ಯವಲ್ಲ, പഠിച്ച വചനമല്ല, ಅಧ್ಯಯನ ಮಾಡಿದ ವಾಕ್ಯ ಅಲ್ಲ, വെളിപ്പാടിന്റെ വചനം, ಪ್ರಕಟಣೆ ವಾಕ್ಯಕ್ಕಾಗಿ, ഒരു പ്രവചനമായി ಒಂದು ಪ್ರವಾದನೆಯಾಗಿ എന്റെ വേദനയോട് ನನ್ನ ವೇದನೆಗೆ ಸಂಬಂಧಿಸಿದ സംസാരിച്ചെങ്കിൽ ದೇವರ ನನ್ನ ಜೊತೆ ಏನಾದ್ರೂ ಮಾತಾಡಿದ್ದಿದ್ರೆ ആഗ്രഹിച്ചു പോയ വ്യക്തിയായി ಎಂಬುದಾಗಿ ಆಸೆ ಪಟ್ಟ ವ್ಯಕ್ತಿಯಾಗಿದೆ ನಾನು. കിട്ടിയിട്ടില്ല. ಆದ್ರೆ ನನಗೆ ಆ ಸಮಯದಲ್ಲಿ ಸಿಕ್ಕಿಲ್ಲ. ഇന്ന് ಆದ್ರೆ ಇವತ್ತು നികളം പറയുകയല്ല, ಅಹಂಭಾವದಿಂದ ಹೇಳ್ತಾ ಇಲ್ಲ, എനിക്കതിനുള്ള യോഗ്യതയില്ല അങ്ങനെ പറയാൻ. ನನಗೆ ಆ ರೀತಿಯಲ್ಲಿ ಹೇಳಲಿಕ್ಕಿರುವಂತ ಯೋಗ್ಯತೆಯೂ പക്ഷേ ಇಲ್ಲ. ഒരു കാര്യം പറയാം, ಆದ್ರೆ ಒಂದು ವಿಷಯ ಹೇಳ್ತೇನೆ, ഇന്ന് മെസ്സേജിന് നിന്നാൽ ಇವತ್ತು ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕಾಗಿ ನಿಂತರೆ അതേ സംസാരിക്കുന്നു. ದೇವರು ದೈವೋಕ್ತಿಗಳನ್ನೇ ಮಾತನಾಡೋದು. നീ ഏതിൽ വേദനപ്പെട്ടു, ನೀನು ಯಾವ ವಿಷಯದಲ್ಲಿ ವೇದನೆ ಪಟ್ಟಿದ್ದೀಯೋ, ಯಾವ ವಿಷಯದಲ್ಲಿ ಹತ್ತಿದೆಯೋ അതിൽ നിന്നുകൊണ്ട് ಅದರಲ್ಲೇ ನಿಂತ್ಕೊಂಡು മറ്റുള്ളവർക്ക് ಬೇರೆಯವರಿಗೆ നിന്നിലൂടെ ನಿನ್ನ ಮೂಲಕ തൃപ്തിപ്പെടുത്തത്തക്ക ತೃಪ್ತಿಪಡಿಸತಕ್ಕ ರೀತಿಯಲ್ಲಿ ദൈവം മതിയായവൻ. ನನ್ನ ದೇವರು ಶಕ್ತನಾದವನಾಗಿದ್ದಾನೆ. ഏതിൽ വേദനപ്പെട്ടു, ನೀನು ಯಾವ್ದ್ರಲ್ಲಿ ವೇದನೆ ಪಟ್ಟು, ഏതിൽ പരാജയപ്പെട്ടു, ಯಾವ್ದ್ರಲ್ಲಿ ಸೋತೋದು, ഏതിൽ ദാഹിച്ചു, ಯಾವುದಕ್ಕಾಗಿ ನೀನು ನೀರಡಿಕೆಗೊಂಡೆಯೋ അനുഗ്രഹം ಆ ಅನುಗ್ರಹ നിനക്ക് തരിക മാത്രമല്ല, ನಿನಗೆ ಕೊಡೋದು ಮಾತ್ರ ಅಲ್ಲ, അങ്ങനെയുള്ള പലർക്കും ಆ ರೀತಿಯಾದ നീ ಅನೇಕರಿಗೆ കൊടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ನಿನ್ನಿಂದ ಕೊಡುವಂತ ಒಂದು ವ್ಯಕ್ತಿಯಾಗಿ ദൈവത്തിന് മാറ്റിയെടുക്കാൻ കഴിയും. ದೇವರಿಗೆ ಮಾರ್ಪಡಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. കർത്താവിന് സ്തോത്രം ಕರ್ತನಿಗೆ ചെയ്യുന്നു. ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. വിശ്വസിക്കുന്നത് ನಂಬುವುದು സാഹചര്യം നോക്കിയിട്ടല്ല. ಸನ್ನಿವೇಶ ನೋಡ್ಬಿಟ್ಟಲ್ಲ. സാഹചര്യം നോക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയും. ಸನ್ನಿವೇಶವನ್ನ ನೋಡುವವರಿಗೆ ನಂಬುವುದಕ್ಕಾಗುವುದಿಲ್ಲ. കാണാതെ വിശ്വസിക്കുന്നവൻ ಯಾಕಂದ್ರೆ ನೋಡದೆ ನಂಬುವನು ഭാഗ്യവാൻ. ಧನ್ಯನು. യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಾರೆ, ഒരുവനെ കുറിച്ച് ಒಬ್ಬನ ಕುರಿತು ഈ ലോകം ಈ ಲೋಕ ഭാഗ്യവാൻ എന്ന് പറയണം, ಧನ್ಯನು ಅಂತ ಹೇಳ್ಬೇಕಂದ್ರೆ വ്യത്യസ്തമായി എന്തെങ്കിലും കാണണം. ವಿಶೇಷವಾಗಿ ಅಥವಾ ವ್ಯತ್ಯಸ್ತವಾಗಿ ಏನಾದ್ರು ಕಾಣಬೇಕು. മനുഷ്യന്റെ വാക്ക് പാഴാണ്, ಮನುಷ್ಯನ ಮಾತು ವ್ಯರ್ಥ. യേശുവിന്റെ വാക്കോ ಯೇಸುವಿನ ಮಾತು ഒരുവനെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ಒಬ್ಬನ ಧನ್ಯನು ಅಂತ അത് ಹೇಳಿದ್ರೆ എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ಅವರು ಯಾವ ರೀತಿ ಇರ್ತಾನೆ ಎಂಬುದಾಗಿ ನೀವು ಯೋಚನೆ ಮಾಡಿ. ഹല്ലേലൂയ. ಆಮೆನ್. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം, ನಮ್ಮೆಲ್ಲರಿಗೂ ಸಂಭವಿಸುವಂತ ಒಂದು മനുഷ്യന്റെ ಮಿಸ್ಟೇಕ್, കണക്കൂട്ടലെ പോലെ നമ്മൾ ഏറ്റെടുക്കും. ಮನುಷ್ಯರ ಲೆಕ್ಕಾಚಾರದಂತೆ ನಾವು ತೆಗೆದುಕೊಳ್ತೇವೆ. ദൈവത്തിന്റെ വിശ്വാസം നമ്മൾ എടുക്കുന്നില്ല. ದೇವರ ಹಂತದ ನಂಬಿಕೆ ನಾವು അവിടെയാണ് നമുക്ക് ತೆಗೆದುಕೊಳ್ಳೋದಿಲ್ಲ. പരാജയമുണ്ടാകുന്നത്. ಅಲ್ಲಾಗಿದೆ ನಾವು ಸೋಲುತ್ತಿರೋದು. അപ്പോൾ ഈ പത്രോസിന്റെ പടകിനകത്ത് ಹಾಗಾದ್ರೆ ಈ ಪೇತ್ರನ ದೋಣಿ ಒಳಗಡೆ അവന്റെ ശീമോന്റെ അവസ്ഥയെ ಆ ಸಿಮೋನನ ಸ್ಥಿತಿಯನ್ನ ദൈവം മാറ്റാൻ ದೇವರು ತೆಗೆದಾಕುವುದಕ್ಕಾಗಿ ತೀರ್ಮಾನ ಮಾಡಿದ್ರು. തീരുമാനിച്ചാൽ ದೇವರು ತೀರ್ಮಾನ ಮಾಡಿದ್ರೆ തീരുമാനത്തിന് പിന്നെ മാറ്റമില്ല. ಆ ತೀರ್ಮಾನಕ್ಕೆ ಯಾವ ಬದಲಾವಣೆಯೂ ಇಲ್ಲ. ആ പടക് എവിടെയുണ്ടോ ಆ ದೋಣಿ ಎಲ್ಲಿದೆಯೋ അവിടെ അവൻ തെരഞ്ഞു കയറി വന്നിരിക്കുവാൻ. ಅಲ್ಲಿ ಅವನು ಹುಡುಕಿಕೊಂಡು ಬಂದು ಕೂರ್ತಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവം തീരുമാനിച്ച, ದೇವರು ತೀರ್ಮಾನ ಮಾಡಿದ್ರೆ, ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ದೇವರು ತೀರ್ಮಾನ ಮಾಡಿದ್ದಾರೆ, ദൈവം ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ದೇವರು ಕೆಲವನ್ನೆಲ್ಲ ತೀರ್ಮಾನಿಸಿದ್ದಾರೆ. ശീമോനെ, ಸಿಮೋನನೇ, നിന്റെ പടകിനകത്ത് ನಿನ್ನ ದೋಣಿ ಒಳಗಡೆ ശൂന്യമായ സമയം മുതൽ ಶೂನ್ಯವಾದ ಸಮಯದಿಂದ നിന്റെ അമ്മ കണ്ടിട്ടില്ല, ನಿನ್ನ ತಾಯಿ നിന്റെ ಕಂಡಿಲ್ಲ, അപ്പം കണ്ടിട്ടില്ല, ನಿನ್ನ ತಂದೆ ಕಂಡಿಲ್ಲ, നിന്റെ സഹോദരൻ കണ്ടിട്ടില്ല, ನಿನ್ನ ಸಹೋದರರು നിന്റെ ಕಂಡಿಲ್ಲ, നാട്ടുകാർ കണ്ടിട്ടില്ല, ನಿನ್ನ ಊರಿನವರು ಕಂಡಿಲ್ಲ, നിന്റെ കൂടെയുള്ളവർ കണ്ടിട്ടില്ല, ನಿನ್ನ ಜೊತೆ ಇರೋರು ಕಂಡಿಲ್ಲ. നിന്റെ അകത്തെ ശൂന്യത ನಿನ್ನ ಒಳಗಿನ ಶೂನ್ಯತೆ ഏത് സമയത്ത് ആരംഭിച്ചോ ಯಾವ ಸಮಯದಲ್ಲಿ ആ ಆರಂಭವಾಯಿತು സമയം മുതൽ യേശു അത് ಆ കണ്ടു. ಸಮಯದಿಂದಲೇ ಯೇಸು ಅದನ್ನ ಕಂಡಿದ್ದಾನೆ. അതായിരിക്കണം യേശു.
ಆ ರೀತಿಯಲ್ಲಿ ಕಾಣುವವನಾಗಿರ್ಬೇಕು ಯೇಸು. അത് തന്നെയാണ് യേശു. ಆತನೇ ಯೇಸು. അതാണ് നമ്മുടെ യേശു. ಆತನೇ ನಮ್ಮ ಯೇಸು. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ಆಮೆನ್. ഒരു വ്യക്തിയുടെ ಒಬ್ಬ ವ್ಯಕ್ತಿಯ തകർന്ന അവസ്ഥ ನಾಶನದ എവിടെ ಪರಿಸ್ಥಿತಿ ആരംഭിക്കുമോ ಎಲ್ಲಿ ಆರಂಭವಾಗ್ತದೆ അവിടെ മുതൽ യേശു ശ്രദ്ധിക്കാൻ തുടങ്ങും. ಅಲ್ಲಿಂದಲೇ ಯೇಸು ಕಾಣುವುದಕ್ಕೆ ಆರಂಭಿಸ್ತಾರೆ. ഹല്ലേലൂയ. യേശു തീരുമാനമെടുക്കാൻ തുടങ്ങി. ಯೇಸು ತೀರ್ಮಾನ ಮಾಡ್ಲಿಕ್ಕೆ ആ ಆರಂಭಿಸ್ತಾರೆ. പടകിലേക്ക് എനിക്കൊന്ന് വരണം, ಆ ದೋಣಿಯಲ್ಲಿ ನಾನು ಬರಬೇಕು, ആ വീട്ടിലേക്ക് എനിക്കൊന്ന് ಆ വരണം, ಮನೆಗೆ ನಾನು ಬರಬೇಕು, ആ വ്യക്തിയിലേക്ക് എനിക്കൊന്ന് ಆ വരണം. ವ್ಯಕ್ತಿಯ ಜೀವಿತಕ್ಕೆ ನಾನು ಬರಬೇಕು. യേശു തീരുമാനിച്ചാൽ ಯೇಸು ತೀರ್ಮಾನ ಮಾಡಿದ್ರೆ യേശു വരും. ಯೇಸು ಬರ್ತಾರೆ. വരുമ്പോൾ ಬರುವಾಗ തടയുവാൻ ತಡೆಯುವುದಕ್ಕೆ യേശു ആയതുകൊണ്ട് ಯೇಸು ಆಗಿದ್ರಿಂದ ഒരു ശക്തിക്കും കഴിയത്തില്ല. ಯಾವ ಶಕ್ತಿಗೂ ಆಗೋದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. യേശു പടകിനകത്ത് വന്ന് കയറിയിട്ട് ಯೇಸು ಆ ದೋಣಿಯನ್ನ ಬಂದು ശീമോനോട് പറയുകയാണ്, ಸಿಮೋನನಿಗೆ ಹೇಳ್ತಿದ್ದಾನೆ, ശീമോനെ, ಸಿಮೋನನೇ നീ പടകൽപ്പം മുമ്പോട്ട് നിൽക്കുക. ನಿನ್ನ ದೋಣಿಯನ್ನ ಸ್ವಲ್ಪ ಸರಿಸು. ഒരിക്കലും മാനുഷ്യത്തെ നടക്കാത്ത കാര്യം, ಎಂದಿಗೂ ಮಾನಸಿಕವಾಗಿ ನಡೆಯದೇ ಇರೋ ಕಾರ್ಯ, മാനുഷ്യത്തെ നടക്കാത്ത കാര്യം. ಮಾನಸಿಕವಾಗಿ ನಡೆಯದೇ ಇರೋ ಕಾರ್ಯ ഹല്ലേലൂയ. ചെറുപ്പം മുതൽ ಚಿಕ್ಕ ವಯಸ್ಸಿಂದ തോണി തുടങ്ങിട്ട് ಆ ದೋಣಿಗೆ ಹುಟ್ಟಾಕಿ അതിന്റെ തടമ്പുള്ളവൻ, ಅದರ ಸರಿಯಾದ ಪರಿಚಯ ಉಳ್ಳವನು, കടലിലെ സകല കളിയും അറിയുന്നവൻ, ಸಮುದ್ರದಲ್ಲಿ ಏನೇನಿದೆ ಎಂತೆಂತದ್ದು ಎಂಬುದಾಗಿ ಚೆನ್ನಾಗಿ ತಿಳಿದಿರುವಂತ ವ್ಯಕ್ತಿ അവന്റെ അടുക്കൽ വന്നിട്ട് ಅವನ ಬಳಿಯಲ್ಲಿ ಬಂದು കടലിന്റെ പരിസരത്ത് എവിടെയും കാണാത്ത ಸಮುದ್ರದ ಪರಿಸರದಲ್ಲಿ ಯಾವಾಗಲೂ ಕಾಣಿಸ್ಕೊಳ್ಳದೆ ಇರುವ ഒരുത്തൻ വന്ന് പറയുക, ಅವನ್ ಬಂದು ಹೇಳ್ತಿದ್ದಾನೆ, 30 ವಯಸ್സുള്ള ആള് വന്ന് പറയുക, 30 ವಯಸ್ಸಿರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಂದು ಹೇಳ್ತಿದ್ದಾನೆ, ശീമോനെ, ಸಿಮೋನನೇ നിന്റെ പടകൊന്ന് നീക്കാൻ ನಿನ್ನ ದೋಣಿಯನ್ನು ಸ್ವಲ್ಪ ತಳ್ಳು. ആര് നീക്കും? ಯಾರು ಸರಿಸ್ತಾರೆ? ಆ ರೀತಿಯಲ್ಲಿ ಹೇಳುವಾಗ ಯಾರು ತಳ್ಳಿಕೊಡ್ತಾರೆ? ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ, ಆಮೆನ್. ഹല്ലേലൂയ. പക്ഷേ യേശുവിന്റെ ശബ്ദം ಆದ್ರೆ ಯೇಸುವಿನ ಶಬ್ದ മനുഷ്യന്റെ ശബ്ദമല്ലെന്ന് ശീമോന് മനസ്സിലായി. ಮನುಷ್ಯನ ಶಬ್ದವಲ್ಲ ಅನ್ನೋದು ಸಿಮೋನನಿಗೆ അത് ಗೊತ್ತಾಯ್ತು. പലയിടത്തും ശീമോൻ സമ്മതിക്കുന്നുണ്ട്. ಅದನ್ನ ಅನೇಕ ಬಾರಿ ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ಸಿಮೋನನ್ ಒಪ್ಕೊಳ್ತಿದ್ದಾನೆ. ഞാൻ ആരെന്ന് ചോദിച്ചപ്പോൾ ശീമോൻ അത് പറയുന്നുണ്ട്. ನಾನು ಯಾರೆಂಬುದಾಗಿ ಕೇಳಿದಾಗ ಸಿಮೋನನ್ ಅದನ್ನ ಹೇಳ್ತಿದ್ದಾನೆ. എല്ലാവർക്കും പറയാൻ പറ്റിയിട്ടില്ല. ಎಲ್ಲರಿಗೂ ಅದನ್ನ ಹೇಳಲಿಕ್ಕೆ ಆಗ್ಲಿಲ್ಲ. മുക്കുവനെന്ന ലോകം പറയുന്നത്, ಬೆಸ್ತನು ಅಂತ ಅವನನ್ನ ಲೋಕ ಹೇಳ್ತಿದೆ, പക്ഷെ അവന്റെ അകത്ത് വേഗം വെളിപ്പാട് കിട്ടും. ಆದ್ರೆ ಅವನ ಒಳಗಡೆ ಬೇಗ ಪ್ರಕಟಣೆ ಸಿಗುತ್ತೆ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഇവിടെ ശ്രദ്ധിക്കുക. ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳಿಗೆ ಗಮನಿಸಿ, യേശു പടകെട്ട് പറയുക, ಯೇಸು ಆ ದೋಣಿಯ ಬಳಿಯಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ, മുമ്പോട്ട് നിൽക്കുക. ಆ ದೋಣಿಯ ಬಳಿಯಲ್ಲಿ ಬಂದು ಹೇಳ್ತಿದ್ದಾರೆ, ಮುಂದಕ್ಕೆ ತಳ್ಳು. അർത്ഥം എന്ത്? അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ಅದರ ಅರ್ಥ ಹೇಳ್ತೇನೆ. വണ്ടി ഓടിക്കാൻ അറിയുന്ന ഡ്രൈവറിന്റെ അടുത്ത്, ಗಾಡಿ ಓಡಿಸಕ್ ಚೆನ್ನಾಗಿ ಗೊತ್ತಿರುವ ಡ್ರೈವರ್ ಹತ್ರ, ഹല്ലേലൂയ, വണ്ടി ഓടിച്ചില്ലാത്ത, ಗಾಡಿಯೇ ಓಡಿಸದೆ ಆ ಪರಿಚಯ ಇರುವ, ಪರಿಸರത്തെ ಎവിടെ ಪರಿಚಯ ಇಲ್ಲದಿರುವ, ആ പരിസരത്ത് എവിടെ കാണാത്ത ഒരുവൻ വന്ന് ಆ പറയും, ಪರಿಸರದಲ್ಲೇ ಕಾಣದಿರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಂದು ಹೇಳ್ತಿದ್ದಾನೆ, വണ്ടി ഇങ്ങനെ ഓടിക്കാൻ പറഞ്ഞാൽ എന്ത് ಗಾಡಿ ചെയ്യാൻ പറ്റും? ಹಿಂಗ್ ಓಡಿಸು ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಹೆಂಗಿರುತ್ತೆ? ഹല്ലേലൂയ. അടി കിട്ടാതെ സൂക്ഷിക്കുക. ಹೊಡೆತ ತಿಂದೇ ಇರೋ ರೀತಿಯಲ್ಲಿ ಜಾಗರೂಕರಾಗಿರ್ಬೇಕು. കാരണം ഇവൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക വേദനയോടെ, ദേഷ്യത്തിൽ. ಯಾಕಂದ್ರೆ ಇವನ್ ಆಲ್ರೆಡಿ ಸೋತವನಾಗಿ ಸಿಟ್ಟಲ್ಲಿದ್ದಾನೆ. പക്ഷെ ശീമോൻ ಆದ್ರೆ ആ ಸಿಮೋನನು വാക്കനുസരിച്ച് ಆ ಮಾತಿಗೆ ವಿಧೇಯನಾದನು. ഇനിയും കഷ്ടപ്പെടണം. ಇನ್ನೂ ಕಷ್ಟಪಡ್ಬೇಕಾ? ഇന്നലെ തുടങ്ങിയതാ, ನೆನ್ನೆ ರಾತ್ರಿ ಇಡೀ ಕಷ್ಟಪಟ್ಟಿದ್ದೇನೆ, മടുത്തതാ, ಸಾಕಾಗಿದೆ, ഇനി ഞാൻ വയ്യ എനിക്ക്. ಇನ್ನು ನನಗೆ ಸಾಕಾಯ್ತು. പക്ഷെ ಆ വാക്കിന് ಆದ್ರೆ ಆ ಮಾತಿಗೆ വീണ്ടും ಪುನಃ പ്രാർത്ഥനയെ മടുത്തിരിക്കുന്ന, ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಬೇಸತ್ತೋಗಿರುವ, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് മടുത്തിരിക്കുന്ന, ಪ್ರಾರ್ಥನೆಗೆ ಹೋಗಿ ಬೇಸತ್ತೋಗಿರುವ, ഉപവാസം മടുത്തിരിക്കുന്ന, ಉಪವಾಸ ಮಾಡಿ ಬೇಸತ್ತೋಗಿರುವ പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ಅನೇಕರು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕಾಗಿ പ്രാർത്ഥിച്ചിട്ട് ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು, വേണ്ടതുപോലെ ಬೇಕಾದ ರೀತಿ വിടുതൽ കാണാൻ കഴിയാതെ ಬಿಡುಗಡೆ ಕಾಣ್ಲಿಕ್ಕಾಗದೆ മടുത്തത് ഇരിക്കുന്നിടത്ത് ಸಾಕಾಗಿರುವ വീണ്ടും ಸ್ಥಳದಲ್ಲಿ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ಪುನಃ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ യേശുവാണ് പറയുന്നതെങ്കിൽ ಯೇಸು ಆಗಿದೆ ನಿಮ್ಮ ಹತ್ರ ಹೇಳಿದಾಗಿದ್ರೆ വീണ്ടും തുടങ്ങിയാൽ ಪುನಃ ಆ ಯೇಸುವಿನ ಮಾತನ್ನ ಕೇಳಿ ಮುಂದುವರಿಸಿದ್ರೆ ഈ തുടക്കം ಈ ಆರಂಭ ഒരു അത്ഭുതത്തിന് ಒಂದು തുടക്കം, ಅದ್ಭುತದ ಆರಂಭವಾಗಿ ഒരു ಮಾರ್ಪಡುತ್ತದೆ. അത്ഭുതത്തിന് തുടക്കമായിരിക്കും. ಒಂದು ಅದ್ಭುತದ ಆರಂಭವಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. ഞാൻ പറയുന്നത് ನಾನು ಹೇಳುವುದು യേശു പറകട്ട് ചെയ്യുന്ന കാര്യം, ಯೇಸು ಹೇಳಿಬಿಟ್ಟು ಮಾಡುವಂತ പിന്നെ ಕಾರ್ಯ ഇവിടെ ശൂന്യത വരും. ನಂತರ ಅಲ್ಲಿ ಶೂನ್ಯತೆ പിന്നെ ಬರೋದಿಲ್ಲ. ഇവിടെ ശൂന്യത ನಂತರ ಅಲ್ಲಿ ಶೂನ್ಯತೆ ಬರೋದಿಲ್ಲ. ശീമോന്റെ പടകിനകത്ത് ಸಿಮೋನನ ದೋಣಿ ಒಳಗಡೆ ആമ യേശു പറഞ്ഞ ವಾಕನುസരിച്ച് ಯೇಸು ಹೇಳಿದ ಮಾತಿಗೆ ಅನುಗುಣವಾಗಿ ശീമോ നീക്കാൻ തുടങ്ങിയപ്പോൾ ಸಿಮೋನನು ಆ ದೋಣಿಯನ್ನು ಸರಿಸುವುದಕ್ಕೆ ಆರಂಭಿಸಿದ. യേശുവിന് മനസ്സിലായി, ಯೇಸುವಿಗೆ ಅರ್ಥವಾಯ್ತು, ഇവന്റെ പേര് ഞാൻ ಇವನ ಹೆಸರನ್ನ ನಾನು ಚೇಂಜ್ ಮಾಡಕ್ സ്ഥിതി ಹೋಗ್ತಿದ್ದೆ, ഞാൻ മാറ്റാൻ പോവുകയാണ്. ಇವನ ಸ್ಥಿತಿಯನ್ನು ಬದಲಾಯಿಸಕ್ ഞാൻ ಹೋಗ್ತಿದ್ದೆ. പറയുന്നത് കേൾക്കുന്നവനെന്ന് യേശു മനസ്സിലായി. ಇವನ್ ನಾನು ಹೇಳುವುದನ್ನ ಕೇಳುವವನಂತ ಯೇಸು ಗೊತ್ತಾಯ್ತು. ഇന്ന് കേൾക്കത്തില്ല, ಇವತ್ ಕೇಳಲ್ಲ, ഇന്ന് കേൾക്കത്തില്ല. ಇವತ್ ಕೇಳೋದಿಲ್ಲ. കാരണ യേശു ഒരിക്കൽ പറഞ്ഞു, ಒಮ್ಮೆ ಹೇಳಿದ್ರು, ആമേ ഒരു കുരുടന്റെ അടുക്കൽ പോയിട്ട് ಒಬ್ಬ ಕುರುಡನ ಬಳಿ ಹೋಗಿ തുപ്പി മണ്ണില് ಮಣ್ಣಿಗೆ ಉಗುದನು, എന്നിട്ട് ചെടി ഉണ്ടാക്കി ನಂತರ ಕೆಸರು ಮಾಡಿದ್ರು, അവന്റെ കണ്ണിൽ വെച്ചിട്ട് പറഞ്ഞു, ಕಣ್ಣಿಗೆ ಹಾಕಿ ಹೇಳಿದ್ರು, ശീലോവെ കഴുകുക. ಸಿಲೋವ ಕೊಳಕ್ ಹೋಗಿ ತೊಳ್ಕೊ. ഇന്നാണെങ്കിൽ ಇವತ್ತಾಗಿದ್ರೆ കേസ് കൊടുത്താൽ ಕೇಸ್ ಕೊಟ್ರೆ പോലീസ് ಅರೆಸ್ಟ್ ചെയ്യും. ಪೊಲೀಸ್ ಅರೆಸ್ಟ್ ಮಾಡ್ತಾರೆ ಬಂದು. ಈ ರೀತಿ ಉಗಿದು ಬಿಟ್ಟು ಕೆಸರು ಮಾಡಿ ಕಣ್ಣಿಗೆ ಹಚ್ಚಿದ್ರು ಎಂಬುದಾಗಿ ಕೇಸ್ ಕೊಟ್ರೆ ಪೊಲೀಸ್ ಬಂದು ಇಟ್ಕೊಂಡು ಹೋಗ್ತಾರೆ. പോലീസിന് തെറ്റ് പറഞ്ഞ കാര്യമില്ല. ಯಾಕಂದ್ರೆ ಪೊಲೀಸ್ ಅವ್ರದ್ದು ತಪ್ಪು ಹೇಳಿ ಪ್ರಯೋಜನ ಇಲ್ಲ. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കും. ಆ ರೀತಿಯಲ್ಲಿ ಕಂಪ್ಲೇಂಟ್ ಕೊಡ್ತಾರೆ. നിന്ദിക്കുന്ന പരിപാടി അത്. ನಿಂದಿಸುವ ಕೆಲಸ ಅದು. ചെളിയിൽ തുപ്പിയിട്ട് ಆ ಮಣ್ಣಲ್ಲಿ ಉಗಿದು കുഴച്ചിട്ട് ಅದನ್ನ ಕಲಸಿ കണ്ണിൽ വെച്ചിട്ട് പറയുക, ಆ ಕೆಸರನ್ನ ಕಣ್ಣಿಗೆ ಹೇಳ್ತಿದ್ದಾನೆ, പോയി കഴുകി ശീലം. ಹೋಗಿ ಸಿಲೋವ ಕೊಳದಲ್ಲಿ ಹೋಗಿ ತೊಳ್ಕೊ. കുരുടനോട് ಒಬ್ಬ ಕುರುಡನಿಗೆ അവന്റെ വീട്ടുകാർ സഹിക്കുവോ?
ಅದನ್ನ ಮನೆಯವರು ಸಹಿಸ್ತಾರ, കൂട്ടുകാർ സഹിക്കുവോ? ಜೊತೆಗಾರರು ಸಹಿಸ್ತಾರ, സഹോദരങ്ങൾ സഹിക്കുവോ? ಸಹೋದರರು ಸಹಿಸ್ತಾರ, കംപ്ലൈന്റ് ചെയ്യത്തില്ലേ? ಕಂಪ್ಲೇಂಟ್ ಮಾಡೋದಿಲ್ಲ, കംപ്ലൈന്റ് ചെയ്യത്തില്ലേ? ಕಂಪ್ಲೇಂಟ್ ಮಾಡೋದಿಲ್ವಾ? പക്ഷേ ಆದ್ರೆ യേശു എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറുള്ളവർ. ಯೇಸು ಏನ್ ಹೇಳಿದ್ರು ಕೇಳುವುದಕ್ಕೆ ಸಿದ್ಧ ಇರೋರು അവരാണ് അത്ഭുതമായി മാറുന്നത്. ಅವರಾಗಿದ್ದಾರೆ ಅದ್ಭುತವಾಗಿ ഇനി ಮಾರ್ಪಡುವುದು. രണ്ടാമത്തെ കാര്യം, ಇನ್ನು ಎರಡನೇ ವಿಷಯ, ഇത് യേശു പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ಇದು ಯೇಸು ಹೇಳಿದ್ದೆಂಬುದಾಗಿ ಯಾರು ನಂಬ್ತಾರೆ? ഇന്ന് പരിശുദ്ധാത്മാവ് ಇವತ್ತು ಪವಿತ್ರ ഈ ಆತ್ಮನು രീതിയിൽ ശുശ്രൂഷ ചെയ്താൽ ಈ ರೀತಿಯಲ್ಲಿ ಸೇವೆ ಮಾಡಿದ್ರೆ ആരെങ്കിലും വിശ്വസിക്കും? ಯಾರ ನಂಬ್ತಾರ? വിശ്വസിക്കുമോ? ನಂಬುತ್ತಾರ? ഇല്ല, ദുരുപദേശം എന്ന് പറയും. ಇಲ್ಲ, ದುರುಪದೇಶ ಅಂತ ಹೇಳ್ತಾರೆ. ദുരുപദേശം എന്ന് പറയും. ದುರುಪದೇಶ ಅಂತ ಹೇಳ್ತಾರೆ. പക്ഷേ ಆದ್ರೆ യേശു പറയുന്നതേ ಯೇಸು ಹೇಳುವಂತದ್ದು, പരിശുദ്ധാത്മ പറയത്തുള്ളൂ. ಯೇಸು ಹೇಳುವಂತದ್ದನ್ನೇ ಪವಿತ್ರಾತ್ಮನು ಹೇಳೋದು. പരിശുദ്ധാത്മ പറയുന്നതേ ಪವಿತ್ರಾತ್ಮನು ಹೇಳುವಂತದ್ದನ್ನೇ യേശു പറയത്തുള്ളൂ. ಯೇಸು ಹೇಳೋದು. മൂന്നാമനൊരാള് ಮೂರನೇದಾಗಿ ഇത് അറിയണമെങ്കിൽ ಇದನ್ನ അവന് ತಿಳಿಬೇಕಂದ್ರೆ വെളിപ്പാട് കിട്ടണം. ಅವನಿಗೆ ಪ್ರಕಟಣೆ ಸಿಗಬೇಕು. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗ್ತಿರೋರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುತ್ತಿರೋರಿಗಾಗಿ ಸ್ತೋತ್ರ ಮಾಡ್ತಾರೆ. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗ್ತಿರೋರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ അതുകൊണ്ട് ಮಾಡ್ತಾರೆ. നിങ്ങൾക്ക് ദൈവമല്ലേ, ನನ್ನ ಶಬ್ದಗಳು ದೇವರು ಮಾಡ್ತಾರೆ. യേശു എന്ത് പറഞ്ഞിട്ടുണ്ടോ, ಯೇಸು ಏನನ್ನ ಹೇಳಿದಾರೋ, എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും വേണ്ടില്ല, ಎಷ್ಟು ಒಡೆಯಲ್ಪಟ್ಟ ವ್ಯಕ್ತಿ ಆಗಿದ್ರು അത് ಪರವಾಗಿಲ್ಲ, ചെയ്യാൻ തുടങ്ങിയാൽ, ಆದ್ರೆ ಆತನ ಹೇಳುವುದನ್ನ ಮಾಡುವುದಕ್ಕೆ അത് ಆರಂಭಿಸಿದ್ರೆ, ചെയ്യാൻ തുടങ്ങിയാൽ ಅದನ್ನ ಮಾಡ್ಲಿಕ್ಕೆ ಆರಂಭಿಸಿದ್ರೆ അവിടെ അത്ഭുതം നടക്കും. ಅಲ್ಲಿ ಅದ್ಭುತ ನಡೀತದೆ. പലയിടത്തും യേശു പറഞ്ഞ വാക്ക് ಅನೇಕ ಸ್ಥಳದಲ್ಲಿ ಯೇಸು ಹೇಳಿದ ಮಾತು ഇന്നത്തെ രീതിക്കാണെങ്കിൽ ಇವತ್ತಿನ ರೀತಿ ಆಗಿದೆ. ദുരുപദേശം എന്ന് പറയാൻ കഴിയും. ದುರುಪದೇಶ ಅಂತ ಬೇಕಾದ್ರೆ കാരണം ಹೇಳ್ಬೋದು. ഒരിക്കൽ ಯಾಕಂದ್ರೆ ಒಮ್ಮೆ പച്ച വീഞ്ഞു തീർന്നു പോയി, ನೀರ್ ದ್ರಾಕ್ಷರಸ ಖಾಲಿ ಆಯ್ತು. പച്ചവെള്ളത്തെ ഒഴിക്കാൻ പറഞ്ഞു, ತಣ್ಣೀರನ್ನ ತಂದು ಉಯ್ಯುವುದಕ್ಕಾಗಿ കൊണ്ടേ ಹೇಳಿದ್ರು, വിളമ്പാൻ പറഞ്ഞു വീഞ്ഞിനെ. ತಗೊಂಡೋಗಿ ಬಡಿಸಲಿಕ್ಕಾಗಿ ಹೇಳಿದ್ರು ಆ ನೀರನ್ನ. ഇതിനെന്ത് പറയും? ಅದಕ್ಕೆ ಏನ್ ಹೇಳ್ತಾರೆ ಇವತ್ತು? ഇതിനെന്ത് പറയും? ಇವತ್ತು ಅದಕ್ಕೆ ಏನ್ ಹೇಳ್ತಾರೆ? ഇതിനെന്ത് പറയും? ಇವತ್ತಿನ ಕಾಲದಲ್ಲಿ ಅದಕ್ಕೆ ಏನ್ ಹೇಳ್ತಾರೆ? ഇവിടെയാണ് ಅಲ್ಲಾಗಿದೆ പിശാച് മുതലെടുക്കുന്നത്. ಸೈತಾನನು ಕೈಗೆ ತೆಗೆದುಕೊಳ್ತಿರೋದು. യഥാർത്ഥമായ ನಿಜವಾದ യേശുവിന്റെ വെളിപ്പാട് ಯೇಸುವಿನ ಪ್ರಕಟಣೆ ഈ ലോകത്തിലെ ಈ ಲೋಕದ മനുഷ്യന്റെ ബുദ്ധിയിലൂടെ ಮನುಷ್ಯನ ಬುದ್ಧಿಯಲ್ಲಿ വരുന്നത് പോലെയല്ല. ಬರುವ ಹಾಗಲ್ಲ. യേശു പറയുന്നത് ಯೇಸು ಹೇಳುವಂತದ್ದು ചിലപ്പോ അബദ്ധമാണെന്ന് തോന്നിപ്പോകും. ಕೆಲವೊಮ್ಮೆ ಮಾಡ್ತಿರೋದು ಮಿಸ್ಟೇಕ್ ಅಂತ ಅನ್ಸ್ಬಿಡ್ಬೋದು. അത് പിശാച് തോന്നിക്കുന്നതാ. ಆದ್ರೆ ಸೈತಾನನು ಪ್ರೇರಿಸೋದು. യേശുവാണ് പറയുന്നുള്ള ಆದ್ರೆ ಹೇಳ್ತಿರೋದು ಯೇಸುವಾಗಿದ್ದಾನೆ ಅನ್ನುವಂತ ഉറപ്പുണ്ടെങ്കിൽ ದೃಢತೆ ಇದ್ರೆ നീ അത് ചെയ്താൽ ನೀನ್ ಅದನ್ನ ಮಾಡಿದ್ರೆ നീ വിജയിച്ചിരിക്കും. ನೀನು ಜಯಶಾಲಿಯಾಗಿರುತ್ತಿ. നീ വിജയിച്ചിരിക്കും. ನೀನ್ ಜಯಶಾಲಿಯಾಗಿರುತ್ತಿ. പത്രോസ് ചെയ്താൽ ಪೇತ್ರನ್ ಮಾಡಿದ್ರೆ പത്രോസ് വിജയിച്ചിരിക്കും. ಪೇತ್ರನ್ ಜಯಶಾಲಿ ಆಗ್ತಾನೆ. ശരിക്കും നോക്കിയാൽ പത്രോസ് എന്തെന്നറിയാമോ? ಸರಿಯಾಗಿ ಹೇಳ್ಬೇಕಂದ್ರೆ ಪೇತ್ರ ಏನ್ ಮಾಡ್ದ ಗೊತ್ತಾ? പടക് നീക്കി, ಆ ದೋಣಿಯನ್ನು ತಳ್ಳ, പടക് നീക്കി, ದೋಣಿಯನ್ನು ತಳ್ಳುದ. പടക് മുന്നോട്ട് നീക്കിയപ്പോൾ ಆ ದೋಣಿ ಮುಂದೆ ಹೋಗ್ತಿರುವಾಗ വലിയൊരു മീൻതോട്ടം കയറി. ಒಂದು ದೊಡ್ಡ ಮೀನಿನ ಗುಂಪು ಬಂತು. ആമേ ശിമോൻ യേശുവിനെ നോക്കി. ಸಿಮೋನನು ಯೇಸುವನ್ನು ನೋಡಿದನು. യേശു പറയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, നിന്റെ ആ മീൻ പിടിക്കുന്ന പരിപാടി ഇന്നുകൊണ്ട് നിർത്താൻ ನೀನ್ പോവുകയാണ്. ಮೀನ್ ಹಿಡಿಯೋ ಕೆಲಸವನ್ನ ಇವತ್ತು ನಿಲ್ಸ್ಬಿಡು ಅಂತ ಹೇಳುದು. ഇനി ഞാൻ നിനക്ക് വേറെ ജോലി തരാൻ ಇನ್ನು പോവുകയാണ്. ನಾನು ಬೇರೆ ಒಂದು ಡ್ಯೂಟಿ ಕೊಡಕ್ ಹೋಗ್ತಿದ್ದೇನೆ. മനുഷ്യനെ പിടിക്കുന്ന ഒരു ಮನುಷ್ಯರನ್ನ ಹಿಡಿಯುವವನಾಗಿ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದೇನೆ. അതിന്റെ പൂർത്തീകരണം നടന്നത് ಅದರ ಪೂರ್ತೀಕರಣ ನಡೆದಿದ್ದು അപ്പോസ്തലപ്രവൃത്തി 2 ಅಪೊಸ್ತಲರ ಕೃತ್ಯ 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ. ഒറ്റ മെസ്സേജിൽ 3000 പേരെ പിടിച്ചു. ಒಂದೇ ಪ್ರಸಂಗದಲ್ಲಿ 3000 ಜನಗಳನ್ನು ಹಿಡಿದನು. യേശു പറഞ്ഞ മാറുമോ? ಯೇಸು ಹೇಳಿದ ಮಾತು ಬದಲಾಗುತ್ತಾ? യേശു പറഞ്ഞ മാറുമോ? ಯೇಸು ಹೇಳಿದ ಮಾತು ഒരു ಬದಲಾಗುತ್ತಾ? മുക്കുവൻ കയറി എന്നിട്ട് ಒಬ್ಬ ಬೆಸ್ತನು ನಿಂತ್ಕೊಂಡು വിദ്യാഭ്യാസമുള്ള ವಿದ್ಯಾಭ್ಯಾಸ ಇರುವ അറിവിന്റെ ലോകത്തിന് മുമ്പിൽ ತಿಳುವಳಿಕೆ ಇರುವ ಲೋಕದ ಮುಂದೆ പല ഭാഷക്കാരോട് വന്നിട്ടുണ്ട്. ಅನೇಕ ಭಾಷೆಯವರಲ್ಲಿ ಸುತ್ತಲೂ ನಿಂತಿದ್ದಾರೆ. അവരുടെ നടുവിൽ ಅವರ ಮಧ್ಯೆ ഒരു മുക്കുവൻ എത്ര ഭാഷ അറിയാം? ಒಬ್ಬ ಬೆಸ್ತನಿಗೆ ಎಷ್ಟು ಭಾಷೆ ಗೊತ್ತು? ഒറ്റ മെസ്സേജിൽ ಒಂದೇ ಪ್ರಸಂಗದಲ್ಲಿ 3000 പേര് 3000 ಜನ രക്ഷിക്കപ്പെടാൻ കാരണം ರಕ್ಷಣೆ ಹೊಂದುವುದಕ್ಕೆ ಕಾರಣ ಯೇಸು. ഈ പടകിൽ ഒരു കാര്യം ಈ പറഞ്ഞിരുന്നു. ದೋಣಿಯಲ್ಲಿ ಒಂದು ವಿಷಯ ಹೇಳಿದ್ರು. ചില നാളുകൾക്ക് മുമ്പ്, ಕೆಲವು ದಿನಗಳ ಹಿಂದೆ, ചില നാളുകൾക്ക് മുമ്പ് ಕೆಲವು ದಿನಗಳ ಹಿಂದೆ യേശു ശരീരത്തിൽ ಯೇಸು ಶರೀರದಲ್ಲಿ 30ാമത്തെ വയസ്സിൽ 30ನೇ ವಯಸ್ಸಲ್ಲಿ ഇവിടെ ഇരിക്കുമ്പോൾ ಇಲ್ಲಿರುವಾಗ പറഞ്ഞൊരു വാക്ക്, ಈ ಪೇತ್ರನಿಗೆ ಹೇಳಿದಂತ ಒಂದು ಮಾತು, യേശു മരിച്ചു, ಯೇಸು ಸತ್ತರು, ഉയർത്തെഴുന്നേറ്റ് ಅಲ್ಲಿ ಪುನರುತ್ಥಾನಗೊಂಡ್ರು, പോയതിനു ശേഷം ಸ್ವರ್ಗಾರೋಹಣವಾದ ನಂತರ പരിശുദ്ധൻ ഇറങ്ങിയപ്പോൾ ಪವಿತ್ರಾತ್ಮ ಇಳಿದು ಬಂದ. ഈ പ്രവചനം ಈ ಹೇಳಲ್ಪಟ್ಟ ಪ್ರವಾದನೆ അവിടെ നിറവേറി. ಇಲ್ಲಿ ನೆರವೇರಿತು. ആമേൻ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. 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 യേശു മരിക്കുന്നതിന് മുമ്പ് ಯೇಸು ಸಾಯುವುದಕ್ಕಿಂತ ಮುಂಚೆ പറഞ്ഞിട്ട് പോയ കാര്യം, ಹೇಳಿ ಹೋದ ಕಾರ್ಯ, യേശു മരിച്ചു, ಯೇಸು ಸತ್ತು ഉയർത്തെഴുന്നേറ്റിട്ട് ಪುನರುತ್ಥಾನಗೊಂಡು, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം. ಇದು ಪವಿತ್ರಾತ್ಮನ ಕಾಲ. ഇത് ക്രൂശീകരണത്തിന്റെ കാലഘട്ടമല്ല. ಇನ್ನು ಕ್ರೂಶೀಕರಣದ ಕಾಲವಲ್ಲ, പരിശുദ്ധാത്മാവിന്റെ ಇನ್ನು കാലഘട്ടം. ಪರಿಶುದ್ಧಾತ್ಮನ ಕಾಲ. അത് ക്രൂശീകരണ കാലഘട്ടം. ಅದು ಕ್ರೂಶೀಕರಣದ ಕಾಲ. അത് യേശു ഡയറക്റ്റ് ചെയ്യുന്ന കാലഘട്ടം. ಅದು ಯೇಸು ಡೈರೆಕ್ಟ್ ಆಗಿ ಮಾಡುವಂತ ಕಾಲ. ഇത് സകലമേൽ പരിശുദ്ധം വ്യാപരിക്കുന്ന കാലഘട്ടം. ಇದು ಎಲ್ಲಾ ಮನುಷ್ಯರ ಮೇಲೆ ಪವಿತ್ರಾತ್ಮನನ್ನು ಸುರಿಸುವಂತ ಕಾಲ. ഈ കാലഘട്ടം ಈ ಕಾಲ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം, ನಾನು ಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಮಾಡ್ಲಿಕ್ಕೆ എന്ത് പറഞ്ഞില്ല ಎಂಬುದಾಗಿ ಹೇಳಿಲ್ಲ. യേശು എന്ത് പറഞ്ഞിട്ട് പോയോ ಯೇಸು ಏನನ್ನು ಹೇಳಿ ಹೋದ್ರು അതാണ് പരിശുദ്ധാത്മാവ്. ಅದನ್ನಾಗಿದೆ ಪವಿತ್ರಾತ್ಮನು. ഒറ്റ മെസ്സേജിൽ ಒಂದೇ ಪ್ರಸಂಗದಲ್ಲಿ 3000 പേര് രക്ഷിക്കപ്പെട്ടു. 3000 ಜನ ഒന്നുകൂടി ರಕ್ಷಿಸಲ್ಪಟ್ಟರು. ഞാൻ പറയാം. ನಾನು ಮತ್ತೆ ಹೇಳ್ತೇನೆ, മീൻ പിടിക്കുന്ന പത്രോസ് ಮೀನ್ ಹಿಡಿಯುವ ಪೇತ್ರನು ഒരു മുക്കുവന്റെ മെസ്സേജിൽ ಒಬ್ಬ ಪೇತ್ರನ ಪ್ರಸಂಗದಲ್ಲಿ ഇത്രയും അറിവുള്ള, ಇಷ್ಟು ಅರಿವಿರುವ, ഇത്രയും ഭാഷക്കാർ, ಇಷ್ಟು ಭಾಷೆಯವರು, ഇതിനെങ്ങനെ 3000 പേര് ಇದರಲ್ಲಿ ಹೇಗೆ 3000 ಜನ രക്ഷിക്കപ്പെട്ടു? ರಕ್ಷಣೆ ಹೊಂದಿದ್ರು?
ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ಅಲ್ಲಾಗಿದೆ ನೀವು ಯೋಚಿಸಬೇಕಾಗಿದೆ. മനുഷ്യന്റെ അറിവിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ಮನುಷ್ಯನ ತಿಳುವಳಿಕೆಯಲ್ಲಿ ಅಲ್ಲ ದೇವರು ಕಾರ್ಯ ಮಾಡೋದು. മനുഷ്യന്റെ ബുദ്ധിയിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ಮನುಷ್ಯನ ಬುದ್ಧಿಗೆ ಅನುಗುಣವಾಗಿ ಅಲ್ಲ ದೇವರು ಕಾರ್ಯ ಮಾಡೋದು. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലാണ്. ಪವಿತ್ರಾತ್ಮನ ಕಾರ್ಯದಲ್ಲಾಗಿದೆ. യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, മനുഷ്യനെ ಇನ್ನು പിടിക്കുന്നവനാക്കും. ನಾನು ನಿನ್ನನ್ನು ಮನುಷ್ಯರನ್ನ ಹಿಡಿಯುವವನಾಗಿ ಮಾಡ್ತೇನೆ. ഒറ്റ message. ಒಂದೇ ಪ್ರಸಂಗ 3000 പേര് വെടിവെക്കപ്പെട്ടു. 3000 ಜನ ಬಿಡುಗಡೆ ಆದರು. ഞാനിനി മനുഷ്യനെ പിടിക്കുന്നവനാക്കും. തീർന്നിട്ടില്ല. ನಾನು ನಿನ್ನನ್ನು ಮನುಷ್ಯರನ್ನ ಹಿಡಿಯುವವನಾಗಿ ಮಾಡ್ತೇನೆ, ಮುಗಿದಿಲ್ಲ. ആമേ പത്രോസ് പോകുന്ന വഴിക്ക് ಪೇತ್ರನ ಹೋಗೋ ದಾರಿಯಲ್ಲಿ അവന്റെ നെടലെങ്കിലും തട്ടി ಅವನ ನೆರಳಾದ್ರೂ ತಟ್ಟಿ സൗഖ്യമാകാൻ വേണ്ടി ಸೌಖ್ಯವಾಗುವುದಕ್ಕಾಗಿ ആൾക്കൂട്ടങ്ങൾ കൂടി വരാൻ തുടങ്ങി. ಜನಗಳು ಗುಂಪಾಗಿ ಬರಲಿಕ್ಕೆ ಆರಂಭಿಸಿದ್ರು. ಕಾರಣ യേശുവിന്റെ പ്രവചനമാണ്. ಯೇಸುವಿನ ಪ್ರವಾದನೆ ഞാൻ ಆಗಿದೆ. നിന്നെ മനുഷ്യനെ ನಾನು പിടിക്കുന്നവനാക്കും. ನಿನ್ನನ್ನು ಮನುಷ್ಯರನ್ನ ಹಿಡಿಯುವವನಾಗಿ ಮಾಡ್ತೇನೆ. ഇന്ന് രാത്രി ಇವತ್ತು ರಾತ್ರಿ കാണാതെ വിശ്വസിക്കുന്നവൻ, ನೋಡದೆ ನಂಬುವವನು ഭാഗ്യവാനെന്ന് യേശു പറഞ്ഞാൽ ಧನ್ಯನು ಅಂತ ಯೇಸು ಹೇಳಿದ್ರೆ അത് നിന്നെ വിലപ്പെട്ടതായിട്ട് എണ്ണണം. ಅದನ್ನ ನೀನು ಬೆಲೆಯುಳ್ಳದೆಂಬುದಾಗಿ ಎಣಿಸಬೇಕು. ഇവന്റെ സാഹചര്യത്തിൽ ಇವನ ಸನ್ನಿವೇಶದಲ್ಲಿ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടത്തില്ല. ಯಾವ ವ್ಯಕ್ತಿಯು ರಕ್ಷಿಸಲ್ಪಡುವುದಿಲ್ಲ. ഇവന്റെ പേര് ശീമോൻ എന്നാണ്. ಇವನ ಹೆಸರು ಸಿಮೋನ್. ഇവനെ ഒരു ഉറപ്പില്ല. ಇವನಿಗೆ ದೃಢತೆ ಇಲ್ಲ. ഇവന് സ്ഥിരതയില്ല. ಇವನಿಗೆ ಸ್ಥಿರತೆ ಇಲ್ಲ. 3000 പേര് രക്ഷിക്കപ്പെടുന്നത്. ಮತ್ತೆ 3000 ಜನ ರಕ್ಷಿಸಲ್ಪಡ್ತಾರೆ. പേര് മാറ്റിയത്. ಅದಕ್ಕೆ ಹೆಸರು ಚೇಂಜ್ ಮಾಡಿದ್ರು. അറിയാൻ പോകുന്നത് ನಂತರ ಇವನ ತಿಳಿಯಲ್ಪಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿರೋದು ശീമോൻ എന്നല്ല, ಸಿಮೋನ್ ಎಂಬುದಾಗಿ ಅಲ್ಲ, ഇതിന്റെ ವಾക്ക് വില വെക്കാൻ വേണ്ടി ಇನ್ನು ಇವನ ಮಾತಿಗೆ ಬೆಲೆ ಉಂಟಾಗುವುದಕ್ಕಾಗಿ ഞാൻ പേര് മാറ്റാൻ ನಾನು പോകുന്നു. ನಿನ್ನ ಹೆಸರನ್ನೇ ಬದಲಾಯಿಸಿ നിന്റെ ಹೋಗ್ತಿದ್ದೇನೆ. പേരിന് കേഫ. ನಿನ್ನ ಹೆಸರನ್ನು ಕೇಫಾ. കേഫ എന്ന വാക്കിനർത്ഥം പത്രോസ്. ಕೇಫ ಎಂಬ ಮಾತಿನರ್ಥ ಪೇತ್ರ, ഉറപ്പുള്ളവൻ, ದೃಢತೆ ಉಳ್ಳವನು, സ്ഥിരതയുള്ളവൻ. ಸ್ಥಿರತೆ ಉಳ್ಳವನು. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമേ ശ്രദ്ധിക്കുക. ಶಬ್ದ ಕೇಳೋ ದೇವ್ರ ಮಕ್ಕಳು ಗಮನಿಸಿ. ദൈവം മാറ്റിയാൽ ದೇವರು ಬದಲಾಯಿಸಿದ್ರೆ ഭയം മാറിപ്പോകും. ನಿನ್ನ ಭಯ ನೀಗಲ್ಪಡುತ್ತದೆ. ഭയം മാറിപ്പോകും. ನಿನ್ನ ಭಯ ನೀಗಲ್ಪಡುತ್ತದೆ. നിന്റെ വേണ്ടാത്ത എല്ലാ ചിന്തകൾ മാറിപ്പോകും. ನಿನ್ನ ಬೇಡದ ಎಲ್ಲ ಚಿಂತೆಗಳು ನೀಗಲ್ಪಡುತ್ತವೆ. ദാരിദ്ര്യം മാറിപ്പോകും. ನಿನ್ನ ಬಡತನ ನೀಗಲ್ಪಡುತ್ತದೆ. സകല കഷ്ടതയും മാറിപ്പോകും. ಎಲ್ಲ ಕಷ್ಟಗಳು ನೀಗಲ್ಪಡುತ್ತವೆ. ദൈവം പേരൊന്ന് മാറ്റി കഴിഞ്ഞാൽ, ದೇವರು ನಿನ್ನ ಹೆಸರು ಬದಲಾಯಿಸಿದ್ರೆ, ദൈവം പേരിട്ടു, ದೇವರ ಹೆಸರಿಟ್ಟರು പത്രോസ്. ಪೇತ್ರ. പത്രോസും ദൈവമാ പേരിട്ടെങ്കിൽ ಪೇತ್ರನಿಗೆ ದೇವರ ಹೆಸರಿಟ್ಟಿದ್ರೆ ഇനി ഇവൻ ಇನ್ನಿವನು പോകുന്നിടത്ത് ഭയപ്പെടാൻ പാടില്ല. ಹೋಗುವ ಸ್ಥಳದಲ್ಲಿ ಭಯಪಡುವಂತಿಲ್ಲ. ഇവൻ തോൽക്കാൻ പാടില്ല. ಇನ್ನಿವನು ಸೋಲುವಂತಿಲ್ಲ. ഇനി ഇവൻ ആടി ഉലയാൻ പാടില്ല. ಇವನಿನ್ನು ಅಲುಗಾಡುವಂತಿಲ್ಲ. ഇനി ഭയപ്പെടാൻ പാടില്ല. ಇವನಿನ್ನು ಭಯಪಡುವಂತಿಲ್ಲ. അതിനാ പേരിട്ട പത്രോസ്. ಅದಕ್ಕೇನೆ ಅವನಿಗೆ ಹೆಸರಿಟ್ಟಿದ್ದು ಪೇತ್ರ. ഇനി അവന്റെ ശുശ്രൂഷ ಇನ್ನು ಅವನ ಸೇವೆ ധൈര്യത്തിന്റെ ആയിരുന്നു. ಧೈರ್ಯದಾಗಿತ್ತು. അതുകൊണ്ടാ ജനം പറഞ്ഞത്, ಆದ ಕಾರಣ ಜನಗಳು ಹೇಳಿದ್ರು, പുരോഹിതന്മാരെ പറഞ്ഞത്, ಯಾಜಕರುಗಳು ಹೇಳಿದ್ದು, ഇവരുടെ ധൈര്യം കാണുകയിൽ അവരെ ഭയപ്പെട്ടു. ಇವರ ಧೈರ್ಯವನ್ನ ನೋಡಿ ಅವರು ಭಯಪಟ್ಟರೆಂಬುದಾಗಿ. ഒരിക്കൽ പേടിച്ചിരുന്നവന്മാരാ. ಒಮ್ಮೆ ಭಯಪಟ್ಟು ಕೂತವರು പരിശുദ്ധാത്മാവ് വന്ന് ഞാൻ പേടി അങ്ങ് മാറും. ಪವಿತ್ರಾತ್ಮನ ಬಂದರೆ ಭಯ ನೀಗಲ್ಪಡುತ್ತದೆ. യേശുവിന്റെ പ്രവചനം കേൾക്കേണ്ട നിലകളിലൂടെ കേട്ടാൽ ഭയം മാറും. ಯೇಸುವಿನ ಪ್ರವಾದನೆಯನ್ನು ಕೇಳಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಕೇಳುವುದಾದ್ರೆ ಭಯ നമ്മൾ ನೀಗಲ್ಪಡುತ್ತದೆ. വിചാരിക്കുന്നത് പ്രവചനം എന്ന് പറയുന്നത് ನಾವು ಅಂದುಕೊಂಡಿರೋದು ಪ್ರವಾದನೆ ಅಂದ್ರೆ എന്നെ കുറിച്ച് കഴിഞ്ഞ കാലഘട്ടത്തെ കുറെ ചരിത്രങ്ങൾ വിളിച്ചു ನನ್ನ പറയുന്നത്. ಕುರಿತಾಗಿ ಕಳೆದ ಕಾಲದ ಅನೇಕ ಚರಿತ್ರೆಗಳನ್ನು ಹೇಳ್ಬೇಕು. ചരിത്രം കർത്താവിന്റെ പരിവരെ കേട്ടോണ്ടിരുന്നു അവിടെ. ಚರಿತ್ರೆಯನ್ನ ಕರ್ತನ ಬರುವಿಕೆ ಗಂಟ ಕೇಳ್ಕೊಂಡು ಕೂತ್ಕೊಳ್ಳಿ. പക്ഷേ യേശു എന്ത് പറയുന്നു നിന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടി അതിനെ ഏറ്റെടുക്കുന്നു. ಆದ್ರೆ ಯೇಸು ನೀನ್ ಸ್ಥಿತಿ ಬದಲಾಯಿಸುವುದಕ್ಕಾಗಿ ಏನನ್ನು ಹೇಳ್ತಾರೆ ಅದನ್ನು ಸ್ವೀಕರಿಸಿರಿ. കരമൃത്തി കർത്താവിനെ സൂചിച്ചാട്ടെ. ಕರಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. കരമൃത്തി കർത്താവ് സൂചിച്ചാട്ടെ. ಕರಗಳನ್ನೆತ್ತಿ ಸ್ತೋತ್ರ ಮಾಡೋಣ. എനിക്ക് തന്ന വചനത്തിന്റെ വെളിപ്പാടനുസരിച്ച് ನನಗೆ ದೇವರು ಕೊಟ್ಟ ವಾಕ್ಯದ ಪ್ರಕಟಣೆಗೆ ಅನುಸಾರವಾಗಿ ഞങ്ങൾ കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാൻ. ನೋಡದೆ ನಂಬುವವರು ಧನ್ಯನು. ഇതിനൊരു ഉദാഹരണം പറയാം. ಇದಕ್ಕೊಂದು ಉದಾಹರಣೆ ಹೇಳ್ತೇನೆ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ ನಾವು ಕಳೆದ ಬಾರಿ ಬ್ಯಾಂಗ್ಳೂರಿಗೆ ಹೋದಾಗ ചെറിയ കാർ ആക്സിഡന്റ് ആയി. ಚಿಕ್ಕ ಒಂದು ಕಾರ್ ಅಪಘಾತವಾಯ್ತು. പോയത് തന്നെ വളരെ റിസ്കില്ല. ಹೋಗಿದ್ದೆ ಬಹಳ ರಿಸ್ಕ್ ಅಲ್ಲಿ. 3 പേർക്ക് പ്രശ്നങ്ങളുണ്ടായി. 3 ಜನಗಳಿಗೂ ಸಮಸ್ಯೆ ಉಂಟಾಯ್ತು. സൈലസിന്റെ ಸೈಲಸ್ನ പേഴ്സും എന്താ ആധാർ കാർഡാണ്, പാൻ കാർഡ്. ಸೈಲಸ್ನ ಪರ್ಸ್ ಹಾಳಾಯ್ತು ಇಲ್ಲಿ ಅಲ್ಲಿಗೆ ಹೋಗಿಂದ ಮುಂಚೆ. ഹല്ലേലൂയ. ಆಮೆನ್. എന്റെ പാൻ കാർഡിൽ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ಪಾಸ್ಟದ ಪಾನ್ ಕಾರ್ಡ್ ವಿಷಯದಲ್ಲಿ ಸಮಸ್ಯೆ ಉಂಟಾಯ್ತು. ഹല്ലേലൂയ. ಆಮೆನ್. ജെയ്സൺ ഓടിക്കുന്ന വണ്ടി ആക്സിഡന്റ് ജെയ്സൺ ഒരു പ്രശ്നം. ಆ ಓಡಿಸುವಂತ ವಾಹನ ಆಕ್ಸಿಡೆಂಟ್ ಆಗಿ ಜೈಸನ್ಗೆ ಸಮಸ್ಯೆ. അത് ഞങ്ങൾക്ക് 3 പേർക്ക് പ്രശ്നം. ಅದ್ ನಮ್ಮ 3 ಜನಕ್ಕೂ ಸಮಸ್ಯೆ ಆಯ್ತು. ഞങ്ങൾ എവിടെയാ പോകുന്നത്? ನಾವ್ ಎಲ್ಲಿಗೆ ಹೋಗ್ತಿರೋದು? പ്രാർത്ഥനയ്ക്ക്. ಪ್ರಾರ್ಥನೆಗೆ. പോകുന്നിടത്ത് എന്താ സംഭവിച്ചത്? ಹೋಗೋ ದಾರಿಯಲ್ಲಿ ಏನಾಯ್ತು? ഈ സംഭവം. ಈ ಸಂಭವ. അന്ന് അവിടെ പോയി സൂക്ഷിക്കുമ്പോൾ ಅವತ್ತಲ್ಲಿ ಹೋಗಿ ಸೇವೆ ಮಾಡುವಾಗ പാവങ്ങളോട് വന്നിരിക്കുക. ಬಹಳಷ್ಟು ಮುಗ್ಧ ಜನಗಳಲ್ಲಿ ಬಂದು ಕುಳಿತಿದ್ದ. അന്ന് കർത്താവ് തന്ന വചനം, ಅವತ್ತು ದೇವರು ಕೊಟ್ಟ ವಾಕ್ಯ, കുരുടനെ ഞാൻ അവൻ അറിയാത്ത വഴി. ಕುರುಡನನ್ನ ನಾನು ತಿಳಿಯದ ಮಾರ್ಗದಲ್ಲಿ ನಡೆಸುತ್ತೇನೆ. പക്ഷെ അതിന്റെ ആഴം പോയത്, ಆದ್ರೆ ಅದರ ಆಳ ಹೋಗಿದ್ದು കണ്ണ് കാണാത്ത കാര്യമല്ല. ಅದು ಕಣ್ಣು ಕಾಣದೇ ಇರೋ ಕುರುಡನ ವಿಷಯ ಅಲ್ಲ. ജീവിതത്തിൽ ഒന്നും കാണാൻ കഴിയാത്ത, ಜೀವಿತದಲ್ಲಿ ತಮ್ಮ ಜೀವಿತದ ಮುಂಭಾಗದಲ್ಲಿ ಏನನ್ನು ಕಾಣ್ಲಿಕ್ಕೆ ಆಗದೆ ಇರುವ, ജീവിതത്തിലെ ഒരു നന്മയും കാണാൻ കഴിയാത്തവരുടെ, ಜೀವಿತದಲ್ಲಿ ಯಾವ ಆಶೀರ್ವಾದವನ್ನು ಕಾಣ್ಲಿಕ್ಕೆ ಆಗದೆ ಇರುವ, ജീവിതത്തിൽ ഒരു വഴിയും തുറക്കാൻ കഴിയാത്തവരുടെ, ಜೀವಿತದಲ್ಲಿ ಯಾವ ದಾರಿಯೂ ತೆರೆಯಲ್ಪಡದಿರುವ, ഒരു പ്രതീക്ഷയില്ലാത്തവരുടെ, ಜೀವಿತದಲ್ಲಿ ಯಾವ ನಿರೀಕ್ಷೆ ಇಲ್ಲದ ആ വിഷയത്തിലൂടെ കടന്നുപോയപ്പോൾ ಆ ವಿಷಯದಲ್ಲಿ ಆದೋದಾಗ അവിടെ ഇരിക്കുന്നവരെയും ಅಲ್ಲಿ ಕುಳಿತಿರೋರು ഞങ്ങളെയും ನಮ್ಮನ್ನು ആ ആക്സിഡന്റ് ಆ ಅಪಘಾತದಿಂದ നഷ്ടങ്ങളിനെല്ലാം ಈ ನಷ್ಟಗಳಿಂದೆಲ್ಲ ധൈര്യം നൽകാനിടയിൽ ಧೈರ್ಯವನ್ನ ಆ ವಾಕ್ಯದ ಪ್ರಕಟಣೆ ನಮಗೆ ದಯಪಾಲಿಸಿತು. അതേപോലെ ಅದೇ ರೀತಿ മറ്റൊരു ഭാഗമാണ് ಮತ್ತೊಂದು ಭಾಗವಾಗಿದೆ ഈ വചനം. ಈ ವಾಕ್ಯ. കാണാതെ വിശ്വസിക്കുന്ന
ನೋಡದೆ ನಂಬುವವನು അവൻ ഭാഗ്യവാൻ. ಅವನು ಧನ್ಯನು. കാണാതെ വിശ്വസിക്കുന്നവൻ. ನೋಡದೆ ನಂಬುವವನು പ്രാർത്ഥിച്ചിട്ട് നാളുകളായി, ಪ್ರಾರ್ಥನೆ ಮಾಡಿ ವರ್ಷಗಳಾಯ್ತು, ആരാധിച്ചിട്ട് നാളുകളായി, ಆರಾಧನೆ ಮಾಡ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿ ವರ್ಷಗಳಾಯ್ತು, ഉപവസിച്ചിട്ട് നാളുകളായി, ಉಪವಾಸ ಮಾಡ್ಲಿಕ್ಕೆ ಆರಂಭ ಮಾಡಿ ವರ್ಷಗಳಾಯ್ತು. ഒന്നും കാണാനില്ല. ಆದ್ರೆ ನಿನ್ನ ಜೀವಿತದಲ್ಲೂ ಮನೆಯಲ್ಲೂ ಏನು ಕಾಣ್ತಾ ಇಲ್ಲ. ആമേ നമ്മുടെ കണക്കൂട്ടിൽ ഒന്നും കാണാനില്ല. ನಮ್ಮ ಲೆಕ್ಕಾಚಾರದಲ್ಲಿ ಏನು ಕಾಣ್ತಿಲ್ಲ. നമ്മുടെ പ്രവൃത്തിയിൽ ഒന്നും ನಮ್ಮ കാണാനില്ല. ಕಾರ್ಯಗಳಲ್ಲಿ ಏನು ಕಾಣ್ತಾ ಇಲ್ಲ. അധ്വാനത്തിൽ ഒന്നും കാണാനില്ല. ನಾವು ಪಡುವಂತ ಶ್ರಮದಲ್ಲಿ ಏನು ಕಾಣ್ತಾ ಇಲ್ಲ. എന്നാൽ ಆದ್ರೆ ಯೇಸುವನ್ನ അതിൽ നിന്നുകൊണ്ട് ಯೇಸು ನಿನ್ನನ್ನು ಅದರಲ್ಲಿ ನಿಂತ್ಕೊಂಡು അതൊന്നും കാണാതിരിക്കുമ്പോൾ ಅಲ್ಲಿ ಏನು ಕಾಣದೇ ಇರುವಾಗ വിശ്വസിക്കുന്നവൻ ನಂಬುವವನು ഭാഗ്യവാൻ ಧನ್ಯನು എന്നാണ് ಎಂಬುದಾಗಿದೆ രാത്രി ಆಗಿದೆ ಈ ರಾತ್ರಿ ಕರ್ತನು ನಿಮಗೆ ಹೇಳಿಕ್ಕೆ ಹೇಳ್ತಿರೋದು. കർത്താവ് എന്നോട് പറയാൻ പറയും. ಕರ್ತನು ನನಗೆ ಹೇಳಿಕ್ಕೆ ಹೇಳ್ತಿರೋದು അതിന്റെ ഭാഗം എന്റെ മോളുടെ ഒരു ഭാഗ്യം. ಅದರ ಒಂದು ಭಾಗವಾಗಿದೆ ನನ್ನ ಮಗಳ ವಿಷಯ. അതേപോലെ സംഭവിച്ച ഒരു കാര്യമാണ്. ಅದೇ ರೀತಿಯಲ್ಲಿ ಸಂಭವಿಸಿದ ಒಂದು ವಿಷಯ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ವಿವಾಹದ ವಿಷಯ ಹೇಳಿದಾಗ ഞാൻ പറഞ്ഞ അടുത്ത വർഷം ആകട്ടെ, ನಾನು ಹೇಳಿದೆ ಮುಂದಿನ ವರ್ಷ കാരണം ಇಟ್ಕೊಳ್ಳೋಣ. ഒന്നും കാണാനില്ലേ നടത്താൻ. ಕಾರಣ ಏನಂದ್ರೆ ಈ ಇರುವ ಸ್ಥಿತಿಯಲ್ಲಿ ಏನು ಕಾಣ್ತಿಲ್ಲ. എന്നാൽ ഏറ്റവും നല്ലതായിട്ട് നടത്താൻ പറ്റി അന്നേരം ಆದ್ರೆ ಬಹಳ ಮನೋಹರವಾಗಿ ನಡೆಸಲಿಕ್ಕೆ ವಿವಾಹ ನಡೆಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಿದ್ದು ಕಾಣದೆ ನಂಬಿದಂತ ಆ ಸನ್ನಿವೇಶದ ಮಧ್ಯದಲ್ಲಿ. കാണാതെ വാക്ക് കൊടുത്തു, ಕಾಣದೆ ಏನು ಕಾಣ್ತಾ ಇಲ್ಲ ಆದ್ರೆ ಮಾತು ಕೊಟ್ಟು, കാണാതെ ഡേറ്റ് തീരുമാനിച്ചു, ಏನು ಕಾಣ್ತಿಲ್ಲ ಆದ್ರೆ ಡೇಟ್ കാണാതെ വിശ്വസിക്കുന്നവൻ ಕಾಣದೆ ನಂಬುವವನು ಧನ್ಯನು. ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ, ಆಮೆನ್. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ಇವತ್ತು ನನ್ನ ಶಬ್ದ ಕೇಳೋದು നിനക്ക് ആരോടാണ് ബന്ധം? ನಿಮಗೆ ಯಾರೊಂದಿಗೆ ಸಂಬಂಧ? ആരോടാ ബന്ധം? ಯಾರೊಂದಿಗೆ ಸಂಬಂಧ? യേശുവിനോടാണോ? ಯೇಸುವಿನೊಂದಿಗ? ആരൊക്കെ ഉണ്ടോ ಯಾರೆಲ್ಲ ಇದ್ದಾರೋ അതൊന്നും നമ്മുടെ വിഷയമല്ല. ಅದ್ಯಾವುದು ನಮ್ಮ ವಿಷಯ ಅಲ್ಲ. ആരൊക്കെ ഇല്ലയോ ಯಾರೆಲ್ಲ അത് ಇಲ್ವೋ നമ്മുടെ ವಿಷയമേ അല്ല. ನಮ್ಮ ವಿಷಯ ಅಲ್ಲ. അല്ല, നമ്മുടെ വിഷയമേ അല്ല. ಯಾವುದು ನಮ್ಮ ವಿಷಯ ಅಲ್ಲ. പൈസയുണ്ടോ ಹಣ ಇದೆಯಾ ഇല്ലയോ ഇല്ലയോ അത് നമ്മുടെ ಇಲ್ವೋ വിഷയമല്ല. ನಮ್ಮ ವಿಷಯ ಅಲ್ಲ. യേശുവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ನಾವು ನಂಬುತ್ತಿರೋದು ಯೇಸು യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, നീ ഭാഗ്യവാൻ, ನೀನ್ ಧನ್ಯನು, നീ ഭാഗ്യവാൻ. ನೀನ್ ಧನ್ಯನು. യേശു ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ಯೇಸು ಒಬ್ಬರನ್ನ ಧನ್ಯನು ಅಂತ ಹೇಳಿದ್ರೆ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ಹೇಳಿದ್ದರೆ ആ ഭാഗ്യം തടയുവാൻ ಆ ಧನ್ಯತೆಯನ್ನ ഈ ತಡೆಯಲಿಕ್ಕೆ ലോകത്തിലെ ಈ ಲೋಕದಲ್ಲಿ ഒരു ശക്തി ಯಾವ ಶಕ್ತಿಗೂ ഇതുവരെ എണീച്ചിട്ടില്ല. ಆ ರೀತಿಯಾದ ಒಂದು ಶಕ್ತಿ ಇದುವರೆಗೂ ಎದ್ದು ಇಲ್ಲ, ഇനി എണീക്കാൻ ಇನ್ನು പോകുന്നില്ല. ಎದ್ದೇಳಕ್ ಹೋಗ್ತಾನೂ ಇಲ್ಲ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമല്ലേ, ನಾನು ಶಬ್ದ ಕೇಳೋದೇವ್ರ ಮಕ್ಕಳು, ഈ ശുശ്രൂഷ എനിക്ക് മനസ്സിലാകുന്നത്, ಈ ಸೇವೆಯಲ್ಲಿ ನನಗೆ ಅರ್ಥ ಆಗ್ತಿರೋದು, ഈ മിനിസ്ട്രിയിൽ മനസ്സിലാകുന്നത്, ಈ ಮಿನಿಸ್ಟ್ರಿ ಒಳಗಡೆ ನನಗೆ ಅರ್ಥ ಆಗ್ತಿರೋದು, സകലർക്കും പ്രതീക്ഷ നൽകുന്നതാണ്. ಎಲ್ಲರಿಗೂ ನಿರೀಕ್ಷೆ ನೀಡುವಂತದ್ದಾಗಿದೆ. എല്ലാ മെസ്സേജുകളും ಎಲ್ಲಾ ಸಂದೇಶಗಳು എല്ലാവർക്കും ಎಲ್ಲರಿಗೂ ഒരു പ്രതീക്ഷ ಅದು നൽകുന്നതാണ്. ನಿರೀಕ್ಷೆ അതാണ് ನೀಡುವಂತದ್ದಾಗಿದೆ. അതിന്റെ പേര്. ಆದ ಕಾರಣವೇ ಇದಕ್ಕಿರುವಂತ ಹೆಸರು ഉയർപ്പിന്റെ ധ്വനി എന്നുള്ള പേര്. ಪುನರುತ್ಥಾನದ ಧ್ವನಿ ಎಂಬುದಾಗಿ. ഇവിടെ അത് കാണുന്നില്ലല്ലോ, പോട്ടെ. ഹല്ലേലൂയ, ഉയർപ്പിന്റെ ധ്വനി എന്നുള്ള പേര്. ಪುನರುತ್ಥಾನದ ಧ್ವನಿ ಎಂಬ ಹೆಸರು. ഹല്ലേലൂയ. ആമേൻ. എന്താ കാരണം അറിയാമോ? ಕಾರಣ ಏನು ಗೊತ್ತಾ? എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിട്ട് ಎಲ್ಲಾ ನಿರೀಕ್ಷೆ ನಷ್ಟವಾದ ಸ್ಥಳದಲ್ಲಿ ഒരു ഉയർപ്പ് പോലെ ಅದರಿಂದ ಒಂದು ಪುನರುತ್ಥಾನದ ಹಾಗೆ പുതിയ പ്രതീക്ഷയിലൂടെ ಹೊಸ ನಿರೀಕ್ಷೆಯ ಮೂಲಕ പുതിയ വഴികൾ ಹೊಸ ದಾರಿಗಳು തുറക്കപ്പെടുക ತೆರೆಯಲ್ಪಡುವ ശബ്ദമാണത്. ಶಬ್ದವಾಗಿದೆ ಅದು. കാരണം എന്തറിയാമോ? ಕಾರಣ ಏನು ಗೊತ್ತಾ? കാണാതെ വിശ്വസിക്കുന്നവർ ನೋಡದೆ ನಂಬುವನು ಧನ್ಯನು, കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാൻ. ನೋಡದೆ ನಂಬುವನು ಧನ್ಯನು, കാണാതെ വിശ്വസിച്ചു. ನೋಡದೆ ನಂಬಿದನು. അബ്രഹാം കാണാതെ വിശ്വസിച്ചു. ಅಬ್ರಾಮನು ನೋಡದೆ ನಂಬಿದನು. ദൈവം അവൻ എന്ത് ചെയ്തു? അതനുസരിച്ച് മാനിച്ചു. ದೇವರು ಹಲ್ಲೆಲೂಯಾ ಅದಕ್ಕೆ ತಕ್ಕಂತೆ ಅವನನ್ನ ಮಾನಿಸಿದರು. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ ಈ വന്നിട്ടുണ്ട്. ರಾತ್ರಿ ನಮ್ಮ ಕರ್ತನ್ ಇಲ್ಲಿ ഇന്ന് ಬಂದಿದ್ದಾರೆ. രാത്രി ഇവിടെ കർത്താവ് ಈ വന്നിട്ടുണ്ട്. ರಾತ್ರಿ ಇಲ್ಲಿ ಕರ್ತನ್ ಬಂದಿದ್ದಾರೆ. ഈ വചനം ഇവിടെ പറയാൻ കാരണം, ಈ ವಾಕ್ಯವನ್ನ ಇಲ್ಲಿ ಹೇಳುವುದಕ್ಕೆ ಕಾರಣ, പശ്ചാത്തലം ആദ്യം പറയുന്നത്, ಆದ್ರೆ ಹಿನ್ನೆಲೆ ಸಾಧಾರಣವಾಗಿ ಎಲ್ಲಾ ಸ್ಥಳದಲ್ಲೂ ಹಿನ್ನೆಲೆ ಆಗಿದೆ ಫಸ್ಟ್ ಹೇಳೋದು. പക്ഷെ പശ്ചാത്തലം പറയാനല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ಆದ್ರೆ ಹಿನ್ನೆಲೆ ಮಾತಾಡ್ಲಿಕ್ಕಲ್ಲ ನಾವ್ ಇಲ್ಲಿರೋದು. ആമേ, കർത്താവ് എന്ത് പറഞ്ഞു അത് പറയാൻ അവിടെ നിൽക്കുന്നത്. ಕರ್ತನ್ ಏನ್ ಹೇಳ್ತಾರೋ ಅದನ್ನು ಮಾತನಾಡ್ಲಿಕ್ಕಾಗಿದೆ ಇರೋದು. എന്നാൽ ഇത് പറയാൻ കാരണം, ಆದ್ರೆ ಇದನ್ನು ಮಾತಾಡ್ಲಿಕ್ಕೆ ಕಾರಣ, യേശു മരിച്ചു, ಯೇಸು ಸತ್ತರು, ഉയർത്തെഴുന്നേറ്റു. ಎಬ್ಬಿಸಲ್ಪಟ್ಟರು. ഹല്ലേലൂയ. ആമേൻ. മരിച്ചു, എല്ലാവർക്കും അറിയാം. ಸತ್ತರು ಅನ್ನೋದು ಎಲ್ರಿಗೂ ಗೊತ್ತು. ഉയർത്തെഴുന്നേറ്റ് എല്ലാവർക്കും അറിയത്തില്ല. ಪುನರುತ್ಥಾನಗೊಂಡ್ರು ಅನ್ನೋದು ಎಲ್ರಿಗೂ ಗೊತ್ತಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೇಲೆ ഉയർത്തെഴുന്നേറ്റ് എല്ലാവർക്കും അറിയത്തില്ല. ಪುನರುತ್ಥಾನ ಅನ್ನುವಂತ ವಿಷಯ ಎಲ್ರಿಗೂ ಗೊತ್ತಿಲ್ಲ. എല്ലാവരും വിചാരിക്കുക കർത്താവ് അവിടെയുണ്ട്. ಎಲ್ಲರೂ ಅಂದ್ಕೊಂಡಿದ್ದಾರೆ ಕರ್ತನ ಅಲ್ಲಿದ್ದಾರೆ. ഹല്ലേലൂയ. കുരിശു ചുമന്നത് അരമത്തിക്കാരൻ. ಶಿಲುಬೆಯನ್ನ ಒತ್ತವನು ಅಲ್ಲಿ ಕುರಿಯನ್ನ ಪಟ್ಟವನು ಸಿಮೋನ. ഹല്ലേലൂയ. ആ ശിമോൻ ಕುರಿಯನ್ನ ಪಟ್ಟ ಸಿಮೋನ അടക്കി അവനെ. ಅವನನ್ನ ತಗೊಂಡೋಗಿ ಊಣಿಟ್ಟು ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ನಾವೆಲ್ಲರೂ ಇದು അടക്കയുടെ ഞങ്ങളെല്ലാം വന്നത്. ಅದೆಲ್ಲ ಊಣಲ್ಪಡುವಿಕೆ ಎಲ್ಲ ಆದ್ಮೇಲೆ ನಾವು ಬಂದ್ವಿ. ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ಇನ್ನೇನ್ ಮಾಡ್ಬೇಕು ಅನ್ನೋದು കമ്മിറ്റി തീരുമാനിക്കും. ಕಮಿಟಿ ತೀರ್ಮಾನ ಮಾಡಿ. യേശു ഇല്ലല്ലോ. ಯಾಕಂದ್ರೆ ಯೇಸು ಇಲ್ವಲ್ಲ. പിന്നെ പലരും പല രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ಅನೇಕರು ಅನೇಕ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕೆ ಆರಂಭಿಸಿದ್ರು. പക്ഷേ യേശു സ്നേഹിച്ച ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ಆದ್ರೆ ಯೇಸುವನ್ನ ಪ್ರೀತಿಸಿದಂತ ಒಂದು ಗುಂಪು ಅಲ್ಲಿದ್ರು. ഇന്ന് രാത്രിയും ಇವತ್ತು ರಾತ್ರಿ യേശു സ്നേഹിക്കുന്ന കൂട്ടമാണ് നിങ്ങൾ ദൈവത്തെ ಯೇಸು ಪ್ರೀತಿಸುವಂತ ಒಂದು ಗುಂಪು ಇಲ್ಲಿ ಇರುವುದಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. അവിടെയാണ് യേശു വരാൻ ആഗ്രഹിക്കുന്നത്. ಅಲ್ಲಾಗಿದೆ ಯೇಸು ಬರ್ಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಿರೋದು. യേശു അവിടേക്ക് വരികയാണ്. ಯೇಸು ಅಲ್ಲಿ ಬರ್ತಿದ್ದಾರೆ. യേശു എന്ത് ചെയ്യുന്നു? അവിടേക്ക് ಯೇಸು ಏನ್ ಮಾಡ್ತಿದ್ದಾರೆ? ಅಲ್ಲಿಗೆ വരാൻ പോവുകയാണ്. ಬರುವುದಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. വന്നിട്ടുണ്ടോ? ಬಂದಿದ್ದಾರಾ? ആമേ വന്നു. ಬಂದ್ರು. എവിടെയാ കിടക്കുന്നത്? ಎಲ್ಲಿದೆ? 19ാമത്തെ വാക്യം. 19ನೇ ವಾಕ್ಯದಲ್ಲಿ. ഹല്ലേലൂയ. വായിച്ചട്ടെ 19ാമത്തെ വാക്യം വായിച്ചേ. ಅದೇ ದಿವಸದ ಅಂದರೆ ವಾರದ ಮೊದಲನೇ ದಿವಸದ ಸಂಜೆಯಲ್ಲಿ ಶಿಷ್ಯರು ಯಹೂದ್ಯರ ಭಯದಿಂದ ತಾವು ಇದ್ದ ಮನೆಯ ಬಾಗಿಲುಗಳನ್ನು ಮುಚ್ಚಿಕೊಂಡಿರಲು ಯೇಸು ಬಂದು ನಡುವೆ ನಿಂತು ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ ಅಂದನು. ആഴ്ചവട്ടം 1ാം ദിവസം. ವಾರದ ಮೊದಲನೇ ದಿನ. ഏത് ദിവസമാണ് വരുന്നത്? ಯಾವ ದಿನ? ഞായറാഴ്ച. ಭಾನುವಾರ. ഉറപ്പാണല്ലോ.
ನಿಶ್ಚಯ ಇದೆಯಾ? ഉറപ്പുള്ള ഒരു കരമർത്തി ദൈവത്തെ ನಿಶ್ಚಯ ಇರುವವರು ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. എല്ലാവർക്കും പേടി. ಎಲ್ಲರಿಗೂ ಒಂದು ಭಯ. ഹല്ലേലൂയ. അത് ശരിയാ. ಸರಿನೇ, ವಾರದ ಮೊದಲನೇ ದಿನ ಅಂದ್ರೆ ಭಾನುವಾರನೇ. പക്ഷേ ಆದ್ರೆ അന്നത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യുന്നത്? അന്നത്തെ ദിവസം നമ്മൾ എന്താ ಅವತ್ತಿನ ದಿನ ನಾವ್ ಏನ್ ಮಾಡ್ತೇವೆ? ആരാധനയ്ക്ക് പോകുന്നല്ലേ? ಆರಾಧನೆಗೆ ಹೋಗ್ತೇವೆ എന്നാ ಅಲ್ವಾ? ഇവിടെ തിരിച്ചാ ഇവിടെ സംഭവിച്ചത്. ಆದ್ರೆ ಇಲ್ಲಿ ತಿರುಗಿ ಸಂಭವಿಸ್ತಾ ಇದೆ. അന്നത്തെ ദിവസം കർത്താവ് ഇവിടെ ഇറങ്ങി വന്നത്. ಅವತ್ತಿನ ದಿನ ಕರ್ತನೆ ಅವರಿರುವ ಸ್ಥಳಕ್ಕೆ ಇಳಿದು ಬಂದ್ರು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കാൻ ദൈവമേ ಇವತ್ತು ശ്രദ്ധിക്കുക. ರಾತ್ರಿ ನಾನು ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳಿಗೆ ಗಮನಿಸಿ. ആഴ്ചവട്ട ഒന്നാം ദിവസം ವಾರದ ಮೊದಲನೇ ದಿನ വെള്ളിയാഴ്ച ಶುಕ್ರವಾರ കണ്ണുനീരിന്റെ ദിവസമാണ്. ಕಣ್ಣೀರಿನ ದಿನವಾಗಿದೆ. കരഞ്ഞ ദിവസമാണെങ്കിൽ ಕಣ್ಣೀರಿಟ್ಟು ಅತ್ಯಂತ ದಿನವಾಗಿದೆ. യേശുവിനെ ಯೇಸುವನ್ನ ക്രൂശിക്കുന്നതും ಶಿಲುಬೆಗೇರಿಸಿ അടക്കിയതും ಊಣಿಟ್ಟಿದ್ದು കണ്ടിട്ട് ಕಂಡು കരങ്ങി വിലപിക്കുന്ന ಹತ್ತು ಗೋಳಾಡ್ತಿರುವ ഒരു കൂട്ടമുണ്ട്. ಒಂದು ಗುಂಪಿನ ಜನ ಇದ್ದಾರೆ. ശനിയാഴ്ച ಅವರು ശനിയാഴ്ച ആ ദുഃഖം മാറാതെ ಆ ದುಃಖ ನೀಗದೆ വേദനപ്പെട്ടവര് ವೇದನೆ ಪಟ್ಟವರು ഒരു കൂട്ടം ಒಂದು ಗುಂಪು ആ റൂമിനകത്ത് ಆ ഇരിക്കുമ്പോൾ ಕೋಣೆ ಒಳಗಡೆ ಕೂತಿರುವಾಗ ആഴ്ചവട്ട ഒന്നാം ദിവസം ವಾರದ ಮೊದಲನೇ ದಿನ അവർ ഇരിക്കുന്നിടത്ത് ಅವರು ಕುಳಿತಿರುವ ಸ್ಥಳದಲ್ಲಿ അതിന്റെ നടുവിൽ നിന്നിട്ട് ಅದರ ನಡುವೆ ನಿಂತು യേശു പറഞ്ഞു, ಯೇಸು ಹೇಳಿದ್ರು, നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, ಇವತ್ತು ರಾತ್ರಿ ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳೇ, ಇವತ್ತು ರಾತ್ರಿ ನನ್ನ ಶಬ್ದ ಕೇಳೋ ದೇವರ ಮಕ್ಕಳೇ, യേശു സമാധാനം. ಯೇಸು ಕೊಡುವ ಸಮಾಧಾನ. ഇന്നലെ വരെ ನೆನ್ನೆವರೆಗೆ മെനഞ്ഞാന്ന് ಮೊನ್ನೆ അടികിട്ടി ക്ഷീണിച്ചവൻ, ಪೆಟ್ಟು ತಿಂದು ಕ್ಷೀಣಗೊಂಡವನು, ശരീര ഉഴവുചാലി പോലെ കീറിയവൻ, ಶರೀರವು ಹೊಲದಂತೆ ಉಳಲ್ಪಟ್ಟವನು, അവനെ ചൊല്ലി കരയുന്ന ഒരു കൂട്ടം, ಅವನ ನೆನೆಸಿ ಅಳುವಂತ ಒಂದು ಗುಂಪು, അവനെ ചൊല്ലി ഏങ്ങിയടിച്ച് കരയുന്നവൻ, ಅವನ ನೆನೆಸಿ ಬಿಕ್ಕಿ ಹೇಳುವವರು. ആഴ്ചപ്പെട്ട ഒന്നാം ദിവസത്തിൽ ಆದ್ರೆ ವಾರದ ಮೊದಲನೇ അവരെ ದಿನ നടുവിൽ വന്നിട്ട് ಅವರ ನಡುವೆ ನಿಂತು അടികൊണ്ടവൻ, ಪೆಟ್ಟು ತಿಂದವನು, ക്രൂശിക്കപ്പെട്ടവൻ, ಶಿಲುಬೆಗೇರಿಸಲ್ಪಟ್ಟವನು, ഉഴവുചാലി പോലെ കീറിയവൻ, ಹೊಲದಂತೆ ಉಳಲ್ಪಟ್ಟವನು, വിയർപ്പണക്ക് രക്തം ചിന്തിയവൻ, ಬೆವರಿನ ಮೂಲಕವು ರಕ್ತವನ್ನು ಸುರಿಸಿದವನು, എടുക്കാൻ കഴിയാത്ത കുരിശെടുത്തവൻ, ಒರ್ಲಿಕ್ಕಾಗದೆ ಶಿಲುಬೆ ಹೊತ್ತವನು, ആമേ മൂന്ന് ആണികളെ തൂങ്ങിയവൻ, ಮೂರು ಆಣಿಗಳಲ್ಲಿ ಮೊಳೆಗಳಲ್ಲಿ വേദന ತೂಗಾಕಲ್ಪಟ್ಟವನು, കൊണ്ട് പൊളഞ്ഞവൻ, ವೇದನೆಯಿಂದ ಒದ್ದಾಡಿದವನು, ക്രൂശിക്കണം ദാഹിക്കുന്നെന്ന് വിളിച്ച് ಶಿಲುಬೆಯಲ್ಲಿ നിലവിളിച്ചവൻ, ನೀರಡಿಕೆಯಾಗಿದೆ ಎಂಬುದಾಗಿ ಕೂಗಾಡಿದವನು, പിതാവിനോട് കെഞ്ചിയവൻ, ತಂದೆಯೊಡನೆ ಗೋಳಾಡಿದವನು, രക്ഷിക്കണമെന്ന് പറഞ്ഞവൻ, ರಕ್ಷಿಸು ಕಾಪಾಡು ಎಂಬುದಾಗಿ ಹೇಳಿದವನು. ആഴ്ചപ്പെട്ട ഒന്നാം ദിവസം ವಾರದ ಮೊದಲನೇ ದಿನ അവനെ ചൊല്ലി ಅವನನ್ನ ನೆನೆಸಿ ദുഃഖിച്ച് കരയുമ്പോൾ ದುಃಖಪಟ್ಟು ಅಳುವಾಗ അവൻ ಅವರು ഉയർത്തെഴുന്നേറ്റിട്ട് ಅವನು ಪುನರುತ್ಥಾನ അവരുടെ അടുക്കൽ വന്നിട്ട് ಅವರ പറഞ്ഞു, ಬಳಿಗೆ ಬಂದು ಹೇಳಿದನು, നിങ്ങൾക്ക് സമാധാനം, ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ, നിങ്ങൾക്ക് സമാധാനം, ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ, നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ഹല്ലേലൂയ. ಆಮೆನ್. അവർ കരയുന്നത് അവരുടെ വിഷയത്തിനല്ല, ಅವರು ಕಣ್ಣೀರಿಟ್ಟಿದ್ದು ಅವರ ವಿಷಯಕ್ಕಲ್ಲ, അവർ വേദനപ്പെട്ടത് അവരുടെ ಅವರು വിഷയത്തിനല്ല, ವೇದನೆ ಪಟ್ಟಿದ್ದು ಅವರ ವಿಷಯಕ್ಕಲ್ಲ, അവർ യേശുവിനെയാണ്. ಅವರು ಯೇಸುವನ್ನ ನೆನೆಸಿ, യേശുവിനെ പടയാളികളെ ചെയ്തവർ കണ്ടു, ಯೇಸುವನ್ನ ಸೈನಿಕರು ಯಾವ ರೀತಿಯಲ್ಲಿ ಹೊಡೆದ್ರು ಅವರನ್ನು ನೋಡಿದ್ರು, പിലാത്തോസ് പത്രം ഇട്ട് കൊടുത്തത് കണ്ടു, ಪಿಲಾತನು ಪತ್ರವನ್ನ ಕೊಟ್ಟದನ್ನ ಅವ್ರು ನೋಡಿದ್ರು, ഹെരോദാവ് കുറ്റം വിധിച്ചത് കണ്ടു, ಹೆರೋದನು ತಪ್ಪೋರಿಸಿದನ್ನ ನೋಡಿದ್ರು, കുറ്റവാളിയെ ഇറക്കിയിട്ട് കുറ്റമില്ലാത്തവനെ ആമെ ശിക്ഷിച്ചത് കണ്ടു, ಒಬ್ಬ ಅಪರಾಧಿಯನ್ನ ಬಿಟ್ಟು ಬಿಟ್ಟು ಅಪರಾಧವಿಲ್ಲದೆ ಇರುವವನನ್ನ ಶಿಲುಬೆಗೇರಿಸಿದನ್ನ ಅವ್ರು ನೋಡಿದ್ರು. അവൻ മറ്റുള്ളവരുടെ മരണം പോലെ ആയിരുന്നില്ല, ಅವನ ಮರಣ ಬೇರೆಯವರಂತೆ ಆಗಿರಲಿಲ್ಲ, ഒരു ഭയങ്കര മരണമായിരുന്നു, ಒಂದು ಭಯಂಕರ ಮರಣವಾಗಿತ್ತು, ഭയങ്കര വേദനയുടെ മരണമായിരുന്നു, ಭಯಂಕರ ವೇದನೆಯ ಮರಣವಾಗಿತ್ತು, ഭയങ്കര കഷ്ടത്തിന്റെ മരണമായിരുന്നു. ಭಯಂಕರ ಕಷ್ಟದ ಮರಣವಾಗಿತ್ತು. ഇത് സഹിക്കാൻ കഴിയാത്ത ಇದನ್ನ ಸಹಿಸಲಿಕ್ಕಾಗದ ഒരു കൂട്ടം ശിഷ്യന്മാർ ಒಂದು ಗುಂಪು ಶಿಷ್ಯರು വേദനപ്പെട്ടിരിക്കുമ്പോൾ ವೇದನೆ ಪಟ್ಟಿರುವಾಗ ആമ ഞായറാഴ്ച ಭಾನುವಾರ മൂന്നാമത്തെ ദിവസം ಮೂರನೇ ದಿನ ಯೇಸುವಿನ ജീവിച്ചിരുന്നപ്പോൾ ಜೀವಂತವಾಗಿರುವಾಗ പ്രവചനത്തിന്റെ ദിവസം, ಪ್ರವಾದನೆಯ ದಿನ അങ്ങനെ ഒരു ദിവസം ಆಗಿರುವಂತ ಒಂದು ದಿನ ഉണ്ട് എങ്കിൽ ಇರುವುದಾದರೆ അവൻ ഇറങ്ങി വരും. ಆತನ ಇಳಿದು ಬರ್ತಾನೆ. നിന്നോട് ನಿನ್ನೊಂದಿಗೆ എന്റെ ദൈവം ನನ್ನ ഒരു ದೇವರು പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ಒಂದು ಪ್ರವಾದನೆ ಹೇಳಿದ್ರೆ വെള്ളിയും ശനിയും ಶುಕ್ರವಾರ ಶನಿವಾರ കഷ്ടതയുടെ ദിവസമായിരിക്കാം, ನಿನ್ನ ಕಷ್ಟತೆಯ ದಿನವಾಗಿರಬಹುದು, കണ്ണീരിന്റെ ദിവസമായിരിക്കാം, ಕಣ್ಣೀರಿನ പക്ഷെ ದಿನವಾಗಿರಬಹುದು, പ്രവചന ദിവസം ಆದ್ರೆ ಪ್ರವಾದನೆಯ അവൻ ದಿನ ഇറങ്ങി വന്ന് മാനിക്കുന്ന ಅಲ್ಲಿ ദിവസമായിരിക്കും. ಇಳಿದು ಬಂದು ಮಾನಿಸುವಂತ ದಿನವಾಗಿದೆ. മനസ്സിലാവുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುತ್ತಿರುವವರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. മനസ്സിലാവുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ಅರ್ಥವಾಗುತ್ತಿರುವವರಿಗಾಗಿ വെള്ളിയും ശനിയും ಶುಕ್ರವಾರ ಶನಿವಾರ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ, ನೀವು ಕಣ್ಣಾರೆ ആ ನೋಡಿದ್ರಿ, തകർച്ച കണ്ടതാ, ಆ ನಾಶನವನ್ನು ആ ನೋಡಿದ್ರಿ, വേദന കണ്ടതാ, ಆ ವೇದನೆ ആ ನೋಡಿದ್ರಿ, പ്രശ്നം കണ്ടതാ, ಆ ಸಮಸ್ಯೆಯನ್ನು ನೋಡಿದ್ರಿ, ആ തകർച്ച കണ്ടതാ, ಆ ನಾಶನವನ್ನು ನೋಡಿದ್ರಿ. ശനിയാഴ്ച ಶನಿವಾರ അത് മാറാതെ ಅದು ನೀಗದೆ ദുഃഖമായി നിൽക്കുന്നു, ದುಃಖವಾಗಿ ನಿಂತಿದೆ, രാത്രി ഉറക്കമില്ല, ರಾತ್ರಿ ನಿದ್ರೆ ಇಲ್ಲ. പക്ഷേ ಆದ್ರೆ യേശു ജീവിച്ചിരുന്ന പറഞ്ഞു, ಯೇಸು ಜೀವಂತವಾಗಿರುವಾಗ ಹೇಳಿದ್ರು, മൂന്നാമത്തെ ദിവസം ಮೂರನೇ ದಿನ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും, ನಾನು ಎದ್ದು ಬರುತ್ತೇನೆ, ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ನಾನು ಎದ್ದು ಬರ್ತೇನೆ. ഇവർ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ಇವರಿಗೆ ನಂಬಕ್ಕಾಗ್ತಿಲ್ಲ, ആരും അങ്ങനെ ഉയർത്തിട്ടുമില്ല, ಯಾರು ಆ ರೀತಿಯಲ್ಲಿ ಎಬ್ಬಿಸಲ್ಪಟ್ಟಿಯೂ ಇಲ್ಲ. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നു. ಆದ್ರೆ ಯೇಸು ಎಬ್ಬಿಸಲ್ಪಟ್ಟ ಬಂದ್ರೆ ಹೇಳಿದ್ರು, എന്നിട്ട് ಬಂದು അവരോട് സങ്കടം പറഞ്ഞില്ല, ಅವರೊಂದಿಗೆ ಸಂಕಟ ಹೇಳ್ತಿಲ್ಲ, എന്നെ പിലാത്തോസ് എങ്ങനെ ചെയ്തു, ಅಯ್ಯೋ ನನಗೆ ಪಿಲಾತ ಹಿಂಗ್ ಮಾಡ್ದ, യൂദ ഒറ്റിക്കൊടുത്തു, ಯೂದನ್ ಸಿಕ್ಕಾಕಿಸ್ಬಿಟ್ಟ, പത്രോസിനെ തള്ളി ಈ പറഞ്ഞു, ಪೇತ್ರನನ್ನ ತಳ್ಳಿ ಹೇಳ್ಬಿಟ್ಟ. ഇതൊന്നും യേശു പറഞ്ഞില്ല. ಇದನ್ನೇನು ಯೇಸು ಹೇಳಿಲ್ಲ, അവരുടെ മുഖത്ത് നോക്കി ಅವ್ರ പറഞ്ഞു, ಮುಖವನ್ನು ನೋಡಿ ಹೇಳಿದ್ರು, നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ഹല്ലേലൂയ. ಆಮೆನ್. എന്നെ കേൾക്കുന്ന ദൈവമല്ലേ, ನಾನು ಶಬ್ದ ಕೇಳೋದೇವ್ರ എത്ര ಮಕ್ಕಳು, നല്ലവനാ, ಎಷ್ಟು ಒಳ್ಳೆಯವನು, എത്ര നല്ലവനാ. ಎಷ್ಟು പല ಒಳ್ಳೆಯವನು. ദൈവങ്ങളുള്ളപ്പോൾ ಅನೇಕ ದೇವರುಗಳಿರುವಾಗ യേശുവിനെ നമുക്ക് ಈ കിട്ടിയില്ല. ಯೇಸುವನ್ನ ನಮಗೆ ಸಿಕ್ಕಿದ್ದು ಎಷ್ಟು ದೊಡ್ಡ ಭಾಗ್ಯ. രാത്രി എന്റെ അകത്തം കർത്താവ് ഇങ്ങനെ ಈ പറയുന്നു, ರಾತ್ರಿ ನನ್ನೊಳಗಡೆ ಕರ್ತನ ಈಗ ചിലരെ നോക്കിയിട്ട് ಕೆಲವರನ್ನ ನೋಡಿ ചിലരെ നോക്കിയിട്ട് ಕೆಲವರನ್ನ ನೋಡಿ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, ಕರ್ತನ ಹೇಳ್ತಿದ್ದಾನೆ, ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. നിങ്ങൾക്ക്
നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ಅಲ್ಲಿಗೆ ಮುಗಿಲಿಲ್ಲ. ഒന്നാമത്തെ വാക്യം, ಮೊದಲನೇ നമ്മൾ ವಾಕ್ಯ വായിച്ചത് 19ാമത്തെ വാക്യം. ನೀವು ಓದಿದ್ದು 19ನೇ ವಾಕ್ಯ. വീണ്ടും കർത്താവ് സമാധാനം പറയും. ಪುನಃ ಕರ್ತನ ಸಮಾಧಾನ ಹೇಳ್ತಿದೆ. 21 യേശു സമാധാനം പറയും. 21ನೇ ವಾಕ್ಯದಲ್ಲೂ ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. 26 യേശു സമാധാനം പറയും. 26ರಲ್ಲೂ ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ഒന്നും പറഞ്ഞിട്ട് ಇದು ಏನನ್ನು ಹೇಳಿಯೂ ഒരു പുള്ളി അംഗീകരിക്കുന്നില്ല. ಒಬ್ಬ ವ್ಯಕ್ತಿ ಮಾತ್ರ ಅಂಗೀಕಾರ ಮಾಡ್ತಿಲ್ಲ. അവന്റെ പേരെന്താണെന്നറിയാം? ಅವನ ಹೆಸರೇನು ಗೊತ್ತಾ? തോമസ്. ಥೋಮ. പക്ഷെ വിശ്വസിക്കുകയില്ല. ಈ ಹೆಸರು ಕ್ರೈಸ್ತ ಹೆಸರೇ, ಆದರೆ ನಂಬುತ್ತಾ ಇಲ್ಲ. ഹല്ലേലൂയ. തോമസ്. തോമസ് തോമസ് പറഞ്ഞു, തോമസ് ಹೇಳಿದನು, ഞാൻ ഇത് വിശ്വസിക്കുന്നു. ನಾನು ಇದನ್ನ ನಂಬಲ್ಲ. നീ എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നാലും ನೀನು ಯಾವ ರೀತಿ ಎದ್ದು ಬಂದ್ರು, നിന്റെ മരണം അങ്ങനെ ആയിരുന്നില്ല. നീ അങ്ങനെ പെട്ടെന്ന് ഉയർക്കാൻ പറ്റത്തില്ല. ಯಾಕಂದ್ರೆ ನಿನ್ನ ಮರಣ ಅಷ್ಟು ಸುಲಭದ ಮರಣ ಆಗಿರ್ಲಿಲ್ಲ, ಅಷ್ಟು ಈಸಿಯಾಗಿ ನೀನು ಎದ್ದು ಬರಕ್ ಆಗೋದು ಇಲ್ಲ. കണ്ടതാ, ನಾವು ನೋಡಿದ್ವಿ ശരീരത്തിന്റെ അവസ്ഥയൊക്കെ. ನಿನ್ ಶರೀರದ ಸ್ಥಿತಿಗಳನ್ನೆಲ್ಲ. കുരിശ് കിടന്നിട്ട് ദാഹിക്കുന്ന വിളിച്ച് നിലവിളിച്ചതൊക്കെ ನೀನ್ ಆ ಶಿಲುಬೆಯಲ್ಲಿ ನೀರಡಿಕೆ ಆಗ್ತಿದೆ ಅಂತ ಕೂಗಿದೆಲ್ಲ ನನಗೆ ഞാൻ വിശ്വസിക്കത്തില്ല. ಹಂಗೆ ನಾನು ನಂಬಲ್ಲ. ഹല്ലേലൂയ. നിന്റെ വിലാപ്പുറത്ത് കൈവെക്കാൻ ഞാൻ വിശ്വസിക്കത്തില്ല. ನಿನ್ನ ಪಕ್ಕೆಯಲ್ಲಿ ಕೈ ಹಿಡದೆ ನಾನು ನಂಬೋದು. അങ്ങനെയാണെന്ന് അറിയണ്ടേ ഈ ആണിയൊക്കെ കൊണ്ട് അടിച്ചത്. ನೀನನ ಈ ಮೊಳೆಗಳಿಂದೆಲ್ಲ ಒಡಿಸಲ್ಪಟ್ಟಿದ್ದು ಅಂತ ನನಗೆ ಗೊತ್ತಾಗೋದು ಬೇಡವಾ? യേശു പറഞ്ഞു ശരി, നിന്റെ ആഗ്രഹമല്ലേ. ಏಸು ಹೇಳ್ದಂತ ಸರಿ, ನಿನ್ನ ಆಸೆ ಅಲ್ವಾ? എന്നിട്ട് യേശു പറഞ്ഞത്, ನಂತರ ಏಸು ಹೇಳಿದ್ದು, ഹല്ലേലൂയ, തോമസേ, ತೋಮನೆ കണ്ട് വിശ്വസിക്കുന്നവനല്ല, ನೋಡಿ ನಂಬುವವನಲ್ಲ, കാണാതെ വിശ്വസിക്കുന്ന, ನೋಡದೆ ನಂಬುವವನು ಧನ್ಯನು. കാണാതെ വിശ്വസിക്കുന്ന, ನೋಡದೆ ನಂಬುವವನು ഈ ಧನ್ಯನು. രീതിക്ക് അവിടെ ഉദ്ദേശിച്ചത് ಅದನ್ನಾಗಿದೆ ಅಲ್ಲಿ ಉದ್ದೇಶಿಸುದು. ഇങ്ങനെ അതേ പ്രസംഗിക്കാൻ പറ്റും. ಅದನ್ನೇ ಪ್ರಸಂಗ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುವುದು. പക്ഷേ ಆದ್ರೆ ആ വചനം ಆ ವಾಕ್ಯ പ്രവചനമായാൽ ಒಂದು ದೈವೋಕ್ತಿ ಆದ್ರೆ ദൂതായിട്ട് വരും. ಅದೊಂದು ಆಲೋಚನೆಯಾಗಿ ಬರ್ತದೆ, അങ്ങനെ ಪ್ರವಾದನೆಯಾಗಿ ಬರ್ತದೆ. അങ്ങനെ പറയാൻ എന്റെ അകത്ത് തന്നത്. ಆ ರೀತಿ ಹೇಳಲಿಕ್ಕಾಗಿದೆ ದೇವರು ನನ್ನ ಒಳಗಡೆ അതാ ഞാൻ ಕೊಟ್ಟಿದ್ದು. ഇങ്ങനെ പറഞ്ഞത്. ಆದ ಕಾರಣವಾಗಿದೆ ನಾನು ಹೇಳಿದ್ದು. ಇವತ್ತು ರಾತ್ರಿ കാണാ ജീവിതത്തിൽ ಜೀವಿತದಲ್ಲಿ ഒരു വഴിയും കാണാം, ಯಾವ ದಾರಿಯನ್ನು ಕಾಣದೆ, എല്ലാ പ്രതീക്ഷയടങ്ങി, ಎಲ್ಲಾ ನಿರೀಕ್ಷೆಯೂ ಮುಚ್ಚಲ್ಪಟ್ಟು, സാഹചര്യം അടങ്ങി, ಎಲ್ಲಾ ಸನ್ನಿವೇಶವೂ ಮುಚ್ಚಲ್ಪಟ್ಟು ആരെങ്കിലും ഉണ്ടെങ്കിൽ ಇರುವಂತ ಯಾರಾದ್ರೂ ഇന്ന് ಇದ್ರೆ രാത്രി ಇವತ್ತು ರಾತ್ರಿ അങ്ങനെ കാണാതിരിക്കുമ്പോൾ ಹಾಗೆ ನೀವೇನನ್ನು ಕಾಣದೇ ಇರುವಾಗ യേശുവിൽ മുറുകെ പിടിച്ച് വിശ്വസിക്കുക. ಯೇಸುವನ್ನ ಗಟ್ಟಿಯಾಗಿ ಹಿಡಿದುಕೊಂಡು ನಂಬುದಾದ್ರೆ നീ ഭാഗ്യവാൻ, ನೀನ್ ಧನ್ಯನು, നീ ഭാഗ്യവാൻ, ನೀನ್ ಧನ್ಯನು, നീ ഭാഗ്യവാൻ. ನೀನ್ ಧನ್ಯನು. ഇന്ന് രാത്രി കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. ಈ ರಾತ್ರಿ ಕರ್ತನಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ഇന്ന് രാത്രി ಇವತ್ತು ರಾತ್ರಿ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ಪುನರುತ್ಥಾನಗೊಂಡ അവർ ಕರ್ತನು ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്നു. ಆತನು ಅವರು ಕುಳಿತಿರುವ ಸ್ಥಳಕ್ಕೆ ಅವನು ಇಳಿದು വേറെ ಬಂದನು. ഒന്നും പറഞ്ഞില്ല. ಬೇರೆ ಏನೂ ಹೇಳಿಲ್ಲ. നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. ഇവനെ ഓർത്തിട്ട് അവർ കരയുന്നത്. യേശുവിനെ ಈ ಯೇಸುವನ್ನೇ ಅನ್ಸಿ ಅವ್ರು ಹೇಳ್ತಿರೋದು. അവരോടാ പോയി പറയും നിങ്ങൾക്ക് ಅವರೊಂದಿಗೆ ಬಂದು ಯೇಸು ಹೇಳ್ತಾರೆ ನಿಮಗೆ ಸಮಾಧಾನ. എന്തൊരു കഥയാ. പലപ്പോഴും ഇത് എവിടെയെങ്കിലും സംഭവം ഇത്. ಇದೆಲ್ಲೂ ಕೇಳದೇ ಇರುವಂತ ಒಂದು ಸಂಗತಿ ಆಗಿದೆ. ഹല്ലേലൂയ. അതാ നമ്മുടെ കർത്താവ്. ಅದಾಗಿದೆ ನಮ್ಮ ഇന്ന് ಕರ್ತನು. രാത്രി ಇವತ್ತು ರಾತ್ರಿ ഇതേപോലെ ಇದೇ ರೀತಿ പ്രാർത്ഥിക്കുന്ന കൂട്ടമേ, ಪ್ರಾರ್ಥನೆ ಮಾಡೋ ಗುಂಪೆ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കൂട്ടമേ, ದೇವರಿಗಾಗಿ ನಿಂತಿರುವಂತ ಗುಂಪೆ, നിങ്ങൾക്ക് സമാധാനം. ನಿಮಗೆ ಸಮಾಧಾನವಾಗಲಿ. യേശുവിന്റെ കരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എണീച്ചു കൊടുക്കാം. ನಾವೆಲ್ಲರೂ ಒಂದು ನಿಮಿಷ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ഇന്ന് രാത്രി എന്നോട് ഇടപെട്ടത് ಈ ರಾತ್ರಿ ದೇವರು ನನ್ನೊಳಗಡೆ ಒಡನಾಡಿದ್ದು രോഗശാന്തിക്ക് പ്രാർത്ഥിക്കാനോ ರೋಗ ಸೌಖ್ಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ തലയിൽ ಮಾಡ್ಲಿಕ್ಕೆ, കൈവക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ತಲೆ ಮೇಲೆ ಕೈ ಇಡ್ಲಿಕ್ಕೂ ಏನು ಕರ್ತನೆ ಹೇಳಿಲ್ಲ. പലരുടെ അകത്ത് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് ಅನೇಕರ ಒಳಗಡೆ ಈ ವಾಕ್ಯ ಮಾತನಾಡ್ತಾ ಇದೆ ಎಂಬುದಾಗಿ ಪವಿತ್ರಾತ್ಮನ ಹೇಳ್ತಿದ್ದಾರೆ. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ಅದನ್ನ ಮಾತ್ರವೇ ನಾನು ಮಾಡೋದು. എന്ത് ഏൽപ്പിക്കുന്നത് മാത്രം ചെയ്യാൻ ಏನನ್ನ ದೇವರು ಒಪ್ಪಿಸ್ತಾರೋ ಅದನ್ನೇ ಮಾಡಬೇಕು. കർത്താവ് ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ಕರ್ತನ ಈ ವಾಕ್ಯಗಳ ಮೂಲಕ ಎಲ್ಲರೂ ಆಶೀರ್ವದಿಸಲಿ.